മതിൽ കടന്നുവരുന്ന വൈറ്റ് വാക്കേഴ്സിനെ നേരിടാൻ ജോണിനെ സഹായിക്കാനായി തന്റെ വലിയ സൈന്യത്തോടൊപ്പം ഡ്രാഗൺ സ്റ്റോണിൽ നിന്നും പുറപ്പെട്ട ഡിനേറിസ് അവനോടൊപ്പം വിന്റർഫെല്ലിൽ എത്തിച്ചേർന്നു. അവർക്ക് പിന്നിലായി ആയിരക്കണക്കിന് അൺസള്ളീഡ് ദോത്രാക്കി പടയാളികളും ഉണ്ടായിരുന്നു. അത്രയും വലിയൊരു സൈന്യത്തെ, അതും തങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്ത വിദേശികളെ, അത്ഭുതത്തോടെയും ഭയത്തോടെയുമാണ് നോർത്തിലെ ജനങ്ങൾ കണ്ടത്. ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആര്യ സ്റ്റാർക്കിന്റെ കണ്ണുകൾ തിരഞ്ഞത് തന്റെ പ്രിയപ്പെട്ട സഹോദരനായ ജോണിനെ ആയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ജോണിനെ നേരിൽ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അടുത്ത നിമിഷം മേഘങ്ങൾക്കിടയിൽ നിന്നും ഡിനേറിസിന്റെ 2 കൂറ്റൻ ഡ്രാഗണുകൾ വിന്റർഫെല്ലിന് മുകളിലൂടെ പറന്നുയർന്നു. കഥകളിൽ മാത്രം കേട്ടിരുന്ന ആ വലിയ ജീവികളെ കണ്ട് നോർത്തിലെ ജനങ്ങൾ ഭയന്നുപോയി. വിന്റർഫെല്ലിൽ എത്തിയ ജോൺ ആദ്യം പോയത് തന്റെ അനുജൻ ബ്രാനിന്റെ അടുത്തേക്കാണ്. വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തന്റെ അനുജനെ വീണ്ടും കണ്ട ജോൺ സന്തോഷത്താൽ അവനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. എന്നാൽ പഴയ ബ്രാനിൽ നിന്നും പൂർണ്ണമായും മാറിയിരുന്ന അവൻ യാതൊരു വികാരങ്ങളുമില്ലാതെ വളരെ ശാന്തമായാണ് ജോണിനെ സ്വീകരിച്ചത്. അതിനുശേഷം വടക്കൻ ജനതയെ വലിയ വിപത്തിൽ നിന്നും സംരക്ഷിക്കാൻ സ്വന്തം സൈന്യവുമായി വന്ന രാജ്ഞിയായ ഡിനേറിസിനെ ജോൺ അവർക്ക് മുന്നിൽ പരിചയപ്പെടുത്തി. അവരെ സഹായിക്കാൻ വന്ന തന്നെ അവർ സ്നേഹത്തോടെ സ്വീകരിക്കുമെന്ന് ഡിനേറിസ് കരുതിയെങ്കിലും നെഡ് സ്റ്റാർക്കിന്റെ അച്ഛനെയും സഹോദരനെയും ക്രൂരമായി കൊന്ന മാഡ് കിങ്ങിന്റെ മകളായ ഡിനേറിസിനെ സംശയത്തോടെയാണ് സാൻസയും നോർത്തിലെ പ്രഭുക്കന്മാരും വരവേറ്റത്. ഉപചാര വാക്കുകൾ പറഞ്ഞ് സാൻസ അവളെ സ്വീകരിച്ചെങ്കിലും അവരുടെ എല്ലാം നോട്ടത്തിലും പെരുമാറ്റത്തിലും അവളോടുള്ള അനിഷ്ടം വളരെ പ്രകടമായിരുന്നു. എന്നാൽ സംസാരിച്ചു നിൽക്കാൻ നമുക്കിപ്പോൾ സമയമില്ലെന്ന് പറയുന്ന ബ്രാൻ ഡിനേറിസിന്റെ ചത്തുപോയ ഡ്രാഗണിനെയും കൊണ്ട് മതിൽ തകർത്ത നൈറ്റ് കിങ് നമ്മളെ തേടി വരുന്നുണ്ടെന്ന വിവരം ജോണിനോട് പറഞ്ഞു. അതോടെ നൈറ്റ് കിങ്ങിനെ നേരിടാനും ജനങ്ങളെ സംരക്ഷിക്കാനും എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവർ എല്ലാവരും ഒത്തുകൂടി. മതിൽ കടന്ന വൈറ്റ് വാക്കേഴ്സ് ആദ്യം എത്താൻ സാധ്യതയുള്ളത് മതിലിന്റെ ഏറ്റവും അടുത്തുള്ള ലാസ്റ്റ് ഹെർത്ത് എന്ന കോട്ടയിലാണ്. അംബർ കുടുംബത്തിന്റെ കീഴിലുള്ള ആ കോട്ടയുടെ തലവനായ നെഡ് അംബറിനോട് എത്രയും പെട്ടെന്ന് ജനങ്ങളെ അവിടെ നിന്നും മാറ്റി വിന്റർഫെല്ലിലേക്ക് എത്തിക്കാൻ സാൻസ ആവശ്യപ്പെട്ടു. അതിനായി അവർക്ക് വേണ്ട കുതിരകളും മറ്റ് സഹായങ്ങളും അവൾ അവന് വാഗ്ദാനം ചെയ്തു. അടുത്ത നിമിഷം അവരിൽ നിന്നും ബെയർ ഐലൻഡിലെ നേതാവായ ലിയാന മോമോൺ മുന്നോട്ട് വന്നു. വടക്കിനെ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിർത്താനാണ് ഞങ്ങൾ നിങ്ങളെ രാജാവായി തിരഞ്ഞെടുത്തതെന്നും എന്നാൽ ഇപ്പോൾ മറ്റൊരു രാജ്ഞിയോട് കൂറ് പ്രഖ്യാപിച്ചു വന്നിരിക്കുന്നതിന്റെ അർത്ഥമെന്താണെന്നും അവൾ ജോണിനോട് ചോദിച്ചു. തന്റെ കിരീടം നിലനിർത്തുന്നതിനേക്കാൾ പ്രധാനം നോർത്തിലെ ജനങ്ങളുടെ ജീവനും ജീവിതവും രക്ഷിക്കുകയാണെന്ന് പറയുന്ന ജോൺ ഡിനേറിസിന്റെയും അവളുടെ വലിയ സൈന്യത്തിന്റെയും സഹായമില്ലാതെ നമുക്കൊരിക്കലും വൈറ്റ് വാക്കേഴ്സിനെ തോൽപ്പിക്കാൻ സാധിക്കില്ലെന്നും ആ സഹായത്തിന് വേണ്ടിയാണ് താൻ തന്റെ രാജാവെന്ന പദവി ഉപേക്ഷിച്ച് അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയതെന്നും പറഞ്ഞു. അധികാരമോ പദവിയോ അല്ല, മറിച്ച് തന്റെ ജനങ്ങളുടെ ജീവനാണ് തനിക്ക് വലുതെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും ആ മറുപടിയിൽ അവരാരും പൂർണ്ണമായും തൃപ്തരായിരുന്നില്ല. ലിയാനയുടെ രൂക്ഷമായ ചോദ്യങ്ങൾക്കും മറ്റു പ്രഭുക്കന്മാരുടെ പ്രതിഷേധങ്ങൾക്കുമിടയിൽ കിടന്നു വിഷമിക്കുന്ന ജോണിനെ സഹായിക്കാൻ ടിറിയൻ മുന്നോട്ട് വന്നു. നോർത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ജോൺ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മറക്കാൻ പാടില്ലെന്നും മനുഷ്യരെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ വരുന്ന വൈറ്റ് വാക്കേഴ്സിനെ നേരിടാൻ നമ്മളെല്ലാവരും ഒരുമിക്കണമെന്നും പറയുന്ന ടിറിയൻ നമ്മളെ സഹായിക്കാൻ ലാനിസ്റ്റർ സൈന്യം ഉടൻ വിന്റർഫെല്ലിൽ എത്തുമെന്നും പറഞ്ഞു. അത് കേൾക്കുന്ന സാൻസ അടക്കമുള്ള നോർത്തിലെ പ്രഭുക്കന്മാർക്കിടയിൽ നിന്നും വലിയ പ്രതിഷേധമുയർന്നു. വടക്കൻ ജനതയ്ക്ക് ലാനിസ്റ്റർമാരോടുള്ള പക വളരെ വലുതാണ്. നെഡ് സ്റ്റാർക്കിനെയും കുടുംബത്തെയും ചതിയിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിച്ച കഥകൾ അവരുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ലാനിസ്റ്റർ സൈന്യം വിന്റർഫെല്ലിലേക്ക് വരുന്നു എന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു. അതുവരെ എല്ലാം ശാന്തമായി കേട്ടിരുന്ന സാൻസ അവളുടെ അഭിപ്രായങ്ങൾ പറയാൻ ആരംഭിച്ചു. ഈ കടുത്ത ശൈത്യകാലത്ത് വിന്റർഫെല്ലിലെ ജനങ്ങൾക്ക് കഴിച്ചുകൂടാൻ ആവശ്യമായ ഭക്ഷണം മാത്രമേ ഇവിടെയുള്ളൂ എന്നും 20,000-ഓളം വരുന്ന ഡിനേറിസിന്റെ സൈന്യത്തിനും വരാനിരിക്കുന്ന ലാനിസ്റ്റർ സൈന്യത്തിനുമുള്ള ഭക്ഷണം എങ്ങനെ കണ്ടെത്തുമെന്ന് ചോദിക്കുന്ന സാൻസ ഡിനേറിസിന്റെ ഡ്രാഗണുകൾക്ക് എന്താണ് ഭക്ഷണമായി നൽകുകയെന്നും ചോദിച്ചു. ഇത് കേൾക്കുന്ന ഡിനേറിസിന്റെ മുഖത്ത് പതുക്കെ ഒരു ചിരി വിരിഞ്ഞു. എന്നാൽ ആ ചിരിയിൽ വലിയൊരു അധികാരത്തിന്റെ ഭാവമുണ്ടായിരുന്നു. തന്റെ ഡ്രാഗണുകൾ അവയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്നുമെന്ന് തീർത്തും അഹങ്കാരത്തോടെ ഡിനേറിസ് മറുപടി പറഞ്ഞു. ഡിനേറിസിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീഷണി സാൻസയ്ക്ക് കൃത്യമായി മനസ്സിലായിരുന്നു. കോട്ടയിലുള്ള മനുഷ്യരടക്കമുള്ള എന്തിനെ വേണമെങ്കിലും അവയ്ക്ക് തിന്നാൻ തോന്നിയാൽ അവ തിന്നിരിക്കും എന്നൊരു അർത്ഥം ആ മറുപടിയിൽ ഉണ്ടായിരുന്നു. ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത ശക്തരായ 2 സ്ത്രീകൾ തമ്മിലുള്ള വലിയൊരു ശീതസമരത്തിന് ആ വലിയ ഹാളിൽ അന്ന് തുടക്കം കുറിച്ചു. ആ യോഗത്തിന് ശേഷം കോട്ടയുടെ മുകളിൽ വെച്ച് സാൻസയും ടിറിയനും കണ്ടുമുട്ടി. ജോഫ്രിയുടെ മരണത്തിന് പിന്നാലെ കിങ്സ് ലാൻഡിംഗിൽ നിന്നും സാൻസ രക്ഷപ്പെട്ടതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് അവർ ആദ്യമായി നേരിൽ കാണുന്നത്. പല വലിയ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെട്ട് ഇപ്പോൾ വിന്റർഫെല്ലിന്റെ അധികാരിയായി മാറിയ സാൻസയെ കണ്ടതിൽ ടിറിയന് വലിയ അത്ഭുതവും സന്തോഷവും ഉണ്ടായിരുന്നു. അവളുടെ അതിജീവനത്തെയും ധീരതയെയും പ്രശംസിക്കുന്ന ടിറിയൻ വരാനിരിക്കുന്ന യുദ്ധത്തിൽ വൈറ്റ് വാക്കേഴ്സിനെ നേരിടാൻ സെർസി സഹായിക്കാമെന്ന് വാഗ്ദാനം തന്നിട്ടുണ്ടെന്നും ലാനിസ്റ്റർ സൈന്യം വടക്കോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നും അവളോട് പറഞ്ഞു. അധികാരത്തിന് വേണ്ടി എന്തു ക്രൂരതയും ചെയ്യുന്ന സെർസി അവളുടെ ഏറ്റവും വലിയ ശത്രുക്കളെ സഹായിക്കാൻ
സൈന്യത്തെ അയക്കുമെന്ന് മറ്റാരേക്കാളും സേഴ്സിയെ അറിയാവുന്ന നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് സാൻസ അവനോട് ചോദിച്ചു. ആ ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി അവനുണ്ടായിരുന്നില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ നിങ്ങളാണെന്നായിരുന്നു ഞാൻ ഇത്രയും കാലം കരുതിയതെന്ന് അല്പം പരിഹാസത്തോടെ ടിറിയനോട് പറഞ്ഞ ശേഷം സാൻസ അവിടെ നിന്നും പോയി. അതേസമയം നോർത്തിലെ ജനങ്ങൾ ആരാധിക്കുന്ന വേർവുഡ് മരങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്ന ജോണിന്റെ അടുത്തേക്ക് ആര്യ കടന്നു വന്നു. വർഷങ്ങൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട സഹോദരിയെ കണ്ട സന്തോഷത്തിൽ ജോൺ അവളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. താൻ മുൻപ് അവൾക്ക് നൽകിയ നീഡിൽ എന്ന ആ വാൾ ഒരു നിധി പോലെ അവൾ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടെന്ന് കാണുന്ന ജോണിന് വളരെ സന്തോഷം തോന്നി. രാജാവെന്ന പദവി ഉപേക്ഷിച്ച് താൻ ഡിനേറിസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൽ സാൻസയ്ക്ക് തന്നോട് ദേഷ്യമുണ്ടെന്ന് ജോൺ ആര്യയോട് പറഞ്ഞു. എന്നാൽ ഒരിക്കലും സാൻസയുടെ തീരുമാനങ്ങളെ അംഗീകരിക്കാത്ത ആര്യ ജോണിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇത്തവണ അവളോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. പുറത്തു നിന്നുള്ള ഒരാളായ ഡിനേറിസിനെ വിശ്വസിക്കാൻ പറ്റില്ലെന്നും നമ്മുടെ കുടുംബം സംരക്ഷിക്കാൻ സഹോദരനായ ജോൺ എന്നും ഞങ്ങളോടൊപ്പം വേണമെന്നും പറയുന്ന ആര്യ ജോണിനെ അവൾക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് സാൻസയ്ക്കെന്നും പറഞ്ഞു. താൻ എന്നും അവർക്ക് നല്ലൊരു സഹോദരനും സ്റ്റാർക്ക് കുടുംബത്തിന്റെ സംരക്ഷകനും ആയിരിക്കുമെന്ന് അവൻ അവൾക്ക് വാക്കുകൊടുത്തു. അടുത്ത ദിവസം വിന്റർഫെല്ലിലെ കോട്ടമുകളിൽ സംസാരിക്കുകയായിരുന്ന ടിറിയനും വാരസും ഡാവോസും താഴെ ജോണും ഡിനേറിസും വളരെ സ്നേഹത്തോടെ ഒരുമിച്ച് നടക്കുന്നത് കണ്ടു. വടക്കൻ ജനതയ്ക്ക് ഡിനേറിസിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന സത്യം അവർക്ക് 3 പേർക്കും നന്നായി അറിയാമായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കാൻ ഡാവോസ് ഒരു ആശയം മുന്നോട്ട് വെച്ചു. ജോണും ഡിനേറിസും തമ്മിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് വടക്കൻ ജനതയെയും ടാർഗേറിയൻ വംശത്തെയും തമ്മിൽ ഒന്നിപ്പിക്കുമെന്നും നോർത്തിലെ ജനങ്ങൾ അവളെ തങ്ങളുടെ രാജ്ഞിയായി അംഗീകരിക്കുമെന്നും ഡാവോസ് പറഞ്ഞു. അവർക്ക് 2 പേർക്കും പരസ്പരം ഇഷ്ടമായതുകൊണ്ട് അത് നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ടിറിയനും അതിനെ അനുകൂലിച്ചു. എന്നാൽ വാരിസ് അല്പം സംശയത്തോടെയാണ് അതിനെ കണ്ടത്. പ്രണയത്തിലായ ചെറുപ്പക്കാർ ഒരിക്കലും നമ്മളെപ്പോലെ പ്രായമായവരുടെ ഉപദേശം കേൾക്കില്ലെന്നായിരുന്നു വാരിസിന്റെ മറുപടി. ശേഷം ജോണിനോട് സംസാരിക്കുന്ന ഡിനേറിസ് സാൻസയ്ക്ക് തന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന കാര്യം ജോണിനോട് തുറന്നു പറഞ്ഞു. അവൾക്ക് നിന്നെ ശരിക്ക് അറിയാത്തതുകൊണ്ടാണ് അവൾ അങ്ങനെ പെരുമാറുന്നതെന്നും ചെറുപ്പത്തിൽ തന്നോടും അവൾ ഇങ്ങനെ ആയിരുന്നുവെന്നും പറയുന്ന ജോൺ സാൻസ അവളെ മനസ്സിലാക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തനിയെ മാറിക്കോളുമെന്ന് അവളോട് പറഞ്ഞു. സാൻസ തന്റെ സുഹൃത്താകണമെന്ന് തനിക്ക് യാതൊരു നിർബന്ധവുമില്ലെന്നും പക്ഷെ അവളുടെ രാജ്ഞിയായി തന്നെ ബഹുമാനിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്ന് പറഞ്ഞു നിർത്തിയ ഡിനേറിസിന്റെ സംസാരത്തിലെ ബാക്കി അവൾ പറയാതെ തന്നെ ജോണിന് വ്യക്തമായിരുന്നു. തന്നെ ബഹുമാനിക്കാത്തവരെ അവർ ആരായാലും എന്ത് ചെയ്യാനും താൻ മടിക്കില്ല എന്ന വലിയൊരു മുന്നറിയിപ്പ് ആ വാക്കുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. മരിച്ചവരുടെ സൈന്യം വടക്കു നിന്നും വരുമ്പോൾ താൻ സ്നേഹിക്കുന്ന രാജ്ഞിക്കും തന്റെ കുടുംബത്തിനുമിടയിൽ ജോൺ മറ്റൊരു പ്രശ്നം നേരിടുകയാണ്. അപ്പോഴേക്കും അവിടെ എത്തിയ ദോത്രാക്കി പടയാളികൾ ഡ്രാഗണുകൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് ഡിനേറിസിനെ അറിയിച്ചു. ആ ദിവസം 18 ആടുകളെയും 11 ചെമ്മരിയാടുകളെയും മാത്രമേ അവർ കഴിച്ചിട്ടുള്ളൂ എന്ന് അവർ ഡിനേറിസിനോട് പറഞ്ഞു. ഇത് കേൾക്കുന്ന ഡിനേറിസും ജോണും വിന്റർഫെല്ലിന് പുറത്തുള്ള മഞ്ഞും കൂടിയ പ്രദേശത്ത് ഡ്രാഗണുകൾ വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവർക്ക് എന്താണ് പറ്റിയതെന്ന് ജോൺ ചോദിച്ചപ്പോൾ അവർക്ക് നോർത്തിലെ ആ തണുപ്പ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നായിരുന്നു അവളുടെ മറുപടി. ശേഷം ഡ്രോഗോണിന്റെ പുറത്തു കയറിയ ഡിനേറിസ് ജോണിനോട് റെയ്ഗൽ എന്ന രണ്ടാമത്തെ ഡ്രാഗണിന്റെ പുറത്തു കയറാൻ ആവശ്യപ്പെട്ടു. ഭയത്തോടെയാണെങ്കിലും ജോൺ റെയ്ഗലിന്റെ പുറത്തു കയറി. പെട്ടെന്ന് ആ ഡ്രാഗണുകൾ വലിയ ശബ്ദത്തോടെ ആകാശത്തേക്ക് പറന്നുയർന്നു. തുടക്കത്തിൽ ജോണിന് ഭയം തോന്നിയെങ്കിലും പിന്നീട് കാറ്റിനെ കീറി മുറിച്ച് മേഘങ്ങൾക്കിടയിലൂടെ പറക്കുന്ന ആ അനുഭവം അവനും ആസ്വദിച്ചു തുടങ്ങി. ലോക ചരിത്രത്തിൽ ടാർഗേറിയൻ രക്തമുള്ളവർക്ക് മാത്രമേ ഒരു ഡ്രാഗണിനെ നിയന്ത്രിക്കാനും അതിന്റെ പുറത്തു കയറി പറക്കാനും കഴിയൂ. ജോൺ അത് ചെയ്യുന്നത് അത്ഭുതത്തോടെയാണ് ഡിനേറിസ് കാണുന്നത്. അവർ 2 പേരും ഡ്രാഗണുകളുടെ പുറത്തേറി വലിയൊരു മഞ്ഞുമലയിലെ സുന്ദരമായ വെള്ളച്ചാട്ടത്തിനടുത്ത് വന്നിറങ്ങി. ആരും ശല്യം ചെയ്യാനില്ലാത്ത ആ മനോഹരമായ സ്ഥലം കണ്ടപ്പോൾ നമുക്ക് അവിടെ തന്നെ 1000 വർഷം ജീവിക്കാമെന്നും ആരും നമ്മളെ കണ്ടുപിടിക്കില്ലെന്നും ഡിനേറിസ് ജോണിനോട് പറഞ്ഞു. യുദ്ധത്തിന്റെയും മരണത്തിന്റെയും ഭയങ്ങൾക്കിടയിൽ ജോണിനും ഡിനേറിസിനും തനിച്ചിരിക്കാൻ കിട്ടിയ മനോഹരമായ കുറച്ച് നിമിഷങ്ങളായിരുന്നു അത്. അതേസമയം കിങ്സ് ലാൻഡിംഗിൽ സേഴ്സി തന്റെ അധികാരം നിലനിർത്താനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. അവളുടെ സഹോദരനായ ജെയ്മി അവളെ ഉപേക്ഷിച്ച് വടക്കോട്ട് പോയെങ്കിലും സേഴ്സി അതൊന്നും കാര്യമാക്കിയില്ല. യൂറോൺ ഗ്രേജോയുടെ കപ്പൽ പടയോടൊപ്പം അയൺ ബാങ്കിന്റെ സഹായത്തോടെ എസ്സോസിൽ നിന്നും അവൾ സ്വന്തമാക്കിയ 20,000 പടയാളികൾ കിങ്സ് ലാൻഡിംഗിലെത്തിയ സന്തോഷത്തിലായിരുന്നു അവൾ. അവരുടെ തലവനായ ഹാരിയെ കൊട്ടാരത്തിൽ സേഴ്സി സ്വാഗതം ചെയ്തു. ഡ്രാഗണുകളെ നേരിടാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന് പണത്തിനു വേണ്ടി എന്ത് ചെയ്യാനും മടിക്കാത്തവരാണ് തങ്ങളെന്ന് അവർ സേഴ്സിക്ക് ഉറപ്പു നൽകി. ഡിനേറിസിന്റെയും ജോണിന്റെയും സൈന്യം നൈറ്റ് കിങ്ങിന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്ത് നശിക്കുമെന്നും ബാക്കിയുള്ളവരെ ഈ സൈന്യത്തെ ഉപയോഗിച്ച് എളുപ്പത്തിൽ ഇല്ലാതാക്കാമെന്നുമായിരുന്നു സേഴ്സിയുടെ പദ്ധതി. ഇതിനിടയിൽ യൂറോൺ സേഴ്സിയോടുള്ള തന്റെ താല്പര്യം വീണ്ടും പ്രകടിപ്പിച്ചു. താൻ കൊണ്ടുവന്ന വലിയ സൈന്യത്തിന് പകരമായി സേഴ്സിയോടൊപ്പം കിടക്ക പങ്കിടണമെന്നുള്ള തന്റെ ആഗ്രഹം അവൻ വീണ്ടും തുറന്നു പറഞ്ഞു. ആദ്യം വിസമ്മതിച്ചെങ്കിലും യൂറോണിന്റെ കപ്പൽപ്പട തനിക്ക് ആവശ്യമായതിനാൽ സേഴ്സി അവസാനം അവന് വഴങ്ങി. തന്റെ വയറ്റിൽ വളരുന്ന ജെയ്മിയുടെ കുഞ്ഞിന് ഒരു പുതിയ അച്ഛനെ നൽകാനും യൂറോണിനെ തന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിർത്താനുമുള്ള സേഴ്സിയുടെ ഒരു തന്ത്രം കൂടിയായിരുന്നു
തന്നെയായിരുന്നു അത്. അതേസമയം സെർസിയുടെ നിർദ്ദേശപ്രകാരം ബ്രോണിനെ കാണുന്ന കൈബൺ അവന് മുന്നിൽ ഒരു ഓഫർ വെച്ചു. ഡിനേറിസിന്റെ പക്ഷം ചേർന്ന തന്റെ സഹോദരന്മാരായ ടിറിയനെയും ജെയ്മിയെയും കണ്ടുപിടിച്ച് കൊന്നുകളഞ്ഞാൽ പ്രതിഫലമായി റിവറൻ കോട്ടയും ഒരു വലിയ പെട്ടി നിറയെ സ്വർണവും അവന് നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. അതിനായി ക്രോസ്ബോ എന്ന ആയുധം കൈബൺ ബ്രോണിന് നൽകി. പണ്ട് അവരുടെ അച്ഛൻ ടൈവൻ ലാനിസ്റ്ററെ കൊല്ലാൻ ടിറിയൻ ഉപയോഗിച്ച അതേ ക്രോസ്ബോ ആയിരുന്നു അത്. വടക്കോട്ടേക്ക് പോയി ജെയ്മിയെയും ടിറിയനെയും കണ്ടുപിടിച്ച് ഈ ക്രോസ്ബോ ഉപയോഗിച്ച് തന്നെ അവരെ കൊല്ലണമെന്നുള്ള സെർസിയുടെ കൽപ്പന കിട്ടാൻ പോകുന്ന പ്രതിഫലങ്ങൾ കേട്ട് സമ്മതിച്ച ബ്രോൺ അവരെ അന്വേഷിച്ച് വിൻഡർഫെൽ ലക്ഷ്യമാക്കി നീങ്ങി. അതേസമയം തന്റെ സഹോദരി യാരയെ യൂറോണിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ പുറപ്പെട്ട തിയോൺ അവളെ ബന്ദിയാക്കി വെച്ച കപ്പൽ ആക്രമിച്ച് അവളെ രക്ഷപ്പെടുത്തി. യൂറോണിന്റെ കപ്പലുകൾ മോഷ്ടിച്ച് നിലവിൽ അയാളുടെ കീഴിലുള്ള അവരുടെ നാടായ അയൺ ഐലൻഡ് ഡിനേറിസിന്റെ പേരിൽ തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ച അവർ അവിടം ലക്ഷ്യമാക്കി നീങ്ങി. എന്നാൽ ആ യാത്രയിൽ തിയോണിന്റെ വിഷമം ശ്രദ്ധിക്കുന്ന യാര അവനോട് സംസാരിച്ചു. വിൻഡർഫെല്ലിൽ സ്റ്റാർ കുടുംബത്തെ സഹായിക്കാനുള്ള അവന്റെ ആഗ്രഹം മനസ്സിലാക്കുന്ന യാര അവനോട് അങ്ങോട്ട് പോകാൻ ആവശ്യപ്പെട്ടു. തന്നെ മനസ്സിലാക്കിയ സഹോദരിയോട് നന്ദി പറഞ്ഞ തിയോൺ വിൻഡർഫെൽ ലക്ഷ്യമാക്കി നീങ്ങി. അതേസമയം വിൻഡർഫെല്ലിൽ ഡ്രാഗൺ ഗ്ലാസ് ഉപയോഗിച്ച് വൈറ്റ് വാക്കേഴ്സിനെ നേരിടാനുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ജെൻഡ്രി. ഹൗണ്ടിന് വേണ്ടി ഉണ്ടാക്കിയ മഴു അയാൾക്ക് കാണിച്ചു കൊണ്ടിരുന്ന അവരുടെ ഇടയിലേക്ക് ആര്യ കടന്നു വന്നു. വർഷങ്ങൾക്ക് മുൻപ് മാരകമായി പരുക്കേറ്റ് മരണത്തോട് മല്ലിട്ടിരുന്ന ഹൗണ്ടിനെ അവിടെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചു പോയതിനു ശേഷം അവർ ആദ്യമായി നേരിൽ കാണുകയായിരുന്നു. തന്നെ മരിക്കാൻ വിട്ടിട്ട് പോയവളാണ് നീ എന്ന് ഹൗണ്ട് ഒരു നീരസത്തോടെ പറഞ്ഞപ്പോൾ അതിനു മുൻപ് ഞാൻ നിങ്ങളുടെ പണം കവർന്നിരുന്നു എന്നാണ് യാതൊരു കൂസലുമില്ലാതെ ആര്യ മറുപടി നൽകിയത്. ആര്യയുടെ ആ വാക്കുകളിൽ പഴയ ആ ഭയമുള്ള ചെറിയ പെൺകുട്ടിയിൽ നിന്നും കരുത്തയായ ഒരു പോരാളിയായി അവൾ മാറിയത് ഹൗണ്ടിന് കൃത്യമായി മനസ്സിലാകുന്നുണ്ടായിരുന്നു. പുറത്ത് ദേഷ്യം കാണിച്ചെങ്കിലും അവളുടെ ആ ധൈര്യത്തിൽ അയാൾക്കുള്ളിൽ അഭിമാനമായിരുന്നു. ഹൗണ്ട് അവിടെ നിന്നും പോയതിനു ശേഷം ആര്യ ജെൻഡ്രിയോട് സംസാരിച്ചു. വളരെ നാളുകൾക്കും യാതനകൾക്കും ശേഷം അവളെ വീണ്ടും ജീവനോടെ കണ്ടതിന്റെ അതിയായ സന്തോഷത്തിൽ ജെൻഡ്രി അവളെ ലേഡി സ്റ്റാർക്ക് എന്ന് ബഹുമാനത്തോടെ വിളിച്ചപ്പോൾ തന്നെ എപ്പോഴും ആര്യ എന്ന് വിളിച്ചാൽ മതിയെന്ന് അവൾ ചിരിച്ചുകൊണ്ട് അവനെ തിരുത്തി. മരണങ്ങൾ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്തും അവർക്കിടയിൽ ആ പഴയ സൗഹൃദവും ഒപ്പം പ്രണയവും വിരിയുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിനായി തനിക്ക് വേണ്ടി ഒരു പ്രത്യേക ആയുധം ഉണ്ടാക്കിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആര്യ അവനൊരു കടലാസ് നീട്ടി. ഡ്രാഗൺ ഗ്ലാസ് ഉപയോഗിച്ച് നിർമ്മിക്കേണ്ട രണ്ടു ഭാഗമായി വേർപെടുത്താൻ കഴിയുന്ന ഒരു കുന്തത്തിന്റെ ചിത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. ആ ആയുധം എത്രയും വേഗം ഉണ്ടാക്കിത്തരാമെന്ന് ജെൻഡ്രി അവളോട് പറഞ്ഞു. ഇതിനിടെ ജോണിനെ കാണുന്ന സാൻസ നോർത്തിലെ പ്രഭു കുടുംബങ്ങളിലൊന്നായ ഹൗസ് ഗ്ലോവറിൽ നിന്നും വന്ന ഒരു സന്ദേശം അവനെ അറിയിച്ചു. വൈറ്റ് വാക്കേഴ്സുമായി വരാനിരിക്കുന്ന യുദ്ധത്തിൽ അവർ പങ്കെടുക്കില്ലെന്നും ജോണിന്റെ നിർദ്ദേശപ്രകാരം വിൻഡർഫെല്ലിലേക്ക് വരുന്നതിനു പകരം അവരുടെ കോട്ടയായ ഡീപ്വുഡ് മോട്ടിൽ തുടരാനാണ് അവരുടെ തീരുമാനമെന്നുമായിരുന്നു ആ സന്ദേശം. നോർത്തിന്റെ സ്വാതന്ത്ര്യവും രാജാവെന്ന പദവിയും ഉപേക്ഷിച്ച് ഡിനേറിസിന് മുന്നിൽ ജോൺ കീഴടങ്ങിയതുകൊണ്ടാണ് പ്രഭുക്കന്മാർ ഈ വിയോജിപ്പ് കാണിക്കുന്നതെന്ന് സാൻസ വീണ്ടും അവനെ കുറ്റപ്പെടുത്തി. എന്നാൽ നോർത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ ഡിനേറിസിന്റെ സഹായമില്ലാതെ പറ്റില്ലെന്നും അതുകൊണ്ടാണ് താൻ അത് ചെയ്തതെന്നും അവൻ വീണ്ടും അവളെ ഓർമ്മിപ്പിച്ചെങ്കിലും നോർത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണോ അതോ ഡിനേറിസിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ അങ്ങനൊരു തീരുമാനമെടുത്തതെന്ന ചോദ്യമായിരുന്നു അവൾ ഉന്നയിച്ചത്. സാൻസയുടെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായെങ്കിലും ജോൺ അവൾക്ക് മറുപടിയൊന്നും കൊടുത്തില്ല. അതേസമയം ജോറയോടൊപ്പം ഡിനേറിസ് സാമിനെ കാണാൻ ചെന്നു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സൈന്യാധിപനെ ഗ്രേസ്കേൽ അസുഖത്തിൽ നിന്നും രക്ഷിച്ചതിന് അവനോട് നന്ദി പറയാനായിരുന്നു അവൾ പോയത്. സംസാരിക്കുന്നതിനിടയിൽ തന്റെ അച്ഛനെ കുറിച്ച് പറയുന്ന സാമിന്റെ കുടുംബപ്പേര് ടാളി എന്നാണെന്ന് ശ്രദ്ധിച്ച ഡിനേറിസ് അത് റാൻഡൽ ടാളി ആണോ എന്ന് ചോദിച്ചു. അതെ എന്ന സാമിന്റെ മറുപടി ഡിനേറിസിനെ ഞെട്ടിച്ചു. സാം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ആ സത്യം അവൾ സാമിനോട് പറഞ്ഞു. ലാനിസ്റ്റർ സൈന്യത്തെ സഹായിച്ചതിന്റെയും ഡിനേറിസിന് മുന്നിൽ കീഴടങ്ങാത്തതിന്റെയും പേരിൽ തന്റെ അച്ഛനെയും സഹോദരനെയും അവൾ കൊന്നുകളഞ്ഞ വിവരം അറിയുന്ന സാമിന് അത് താങ്ങാനായില്ല. അവളോട് ഒന്നും പറയാതെ വിഷമത്തോടെ പുറത്തേക്ക് പോയ സാം എത്തിയത് കോട്ടയുടെ മുറ്റത്തിരിക്കുന്ന ബ്രാനിന്റെ അടുത്താണ്. എത്രയും പെട്ടെന്ന് ജോൺ ആരാണെന്ന സത്യം അവനെ അറിയിക്കാൻ സാമിനോട് ബ്രാൻ ആവശ്യപ്പെട്ടു. ജോൺ തിരിച്ചു വന്ന ശേഷം സാം അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് കാസിൽ ബ്ലാക്കിൽ നിന്നും പിരിഞ്ഞ ശേഷം ആദ്യമായി കണ്ട അവർ പരസ്പരം സ്നേഹവും സൗഹൃദവും പങ്കുവച്ചു. അവരുടെ സംസാരത്തിനിടയിൽ തന്റെ അച്ഛനെയും സഹോദരനെയും ഡിനേറിസ് അവളെ രാജ്ഞിയായി അംഗീകരിക്കാത്തതിന്റെ പേരിൽ കൊന്നുകളഞ്ഞ കാര്യം സാം അവനോട് പറഞ്ഞു. അവനെ സമാധാനിപ്പിക്കുന്ന ജോൺ ഡിനേറിസിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. രാജാവും രാജ്ഞിയും ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത്തരം കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നും കാസിൽ ബ്ലാക്കിൽ വെച്ച് തെറ്റ് ചെയ്തവരെ ഞാനും വധിച്ചിട്ടുണ്ടെന്നും ജോൺ പറഞ്ഞു. എന്നാൽ നിന്റെ മുമ്പിൽ കീഴടങ്ങാൻ വിസമ്മതിച്ച വൈൽഡിങ്സിനെ നീ വെറുതെ വിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സാം ഡിനേറിസിന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ തന്റെ അച്ഛനെയും സഹോദരനെയും കൊല്ലുമായിരുന്നു എന്ന് അവനോട് ചോദിച്ചു.
ചോദിച്ചു. അതിന് താനൊരു രാജാവല്ലെന്നായിരുന്നു ജോണിന്റെ മറുപടി. അടുത്ത നിമിഷം സാം ആ സത്യം അവനോട് തുറന്നു പറഞ്ഞു. ബ്രാനിന്റെ ദർശനങ്ങളിലൂടെയും ഹൈസെപ്റ്റിന്റെ പഴയ ഡയറിയിൽ നിന്നും താൻ കണ്ടെത്തിയ ആ സത്യങ്ങൾ സാം ഓരോന്നായി പറഞ്ഞു തുടങ്ങി. നെഡ് സ്റ്റാർക്കിന്റെ സഹോദരി ലിയാന സ്റ്റാർക്കിന്റെയും മാഡ് കിങ്ങിന്റെ മകൻ റെയ്ഗ ടാർഗേറിയന്റെയും മകനായ എയ്ഗോൺ ടാർഗേറിയൻ ആണ് നീയെന്നും ജനിച്ച അന്നു മുതൽ അയൺ ത്രോൺ എന്ന വെസ്റ്ററോസിന്റെ സിംഹാസനത്തിന്റെ യഥാർത്ഥ അവകാശി നീയാണെന്നും അവൻ ജോണിനോട് പറഞ്ഞു. ഈ വാക്കുകൾ ജോണിന്റെ കാതുകളിൽ ഒരു വലിയ ഇടിമുഴക്കം പോലെയാണ് പതിച്ചത്. അവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സത്യസന്ധനായ മനുഷ്യനായിരുന്നു നെഡ് സ്റ്റാർക്ക്. ജീവിതകാലം മുഴുവൻ അദ്ദേഹം എന്നോട് കള്ളം പറയുകയായിരുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു ജോണിന്റെ മറുപടി. ടാർഗേറിയൻ രക്തമുള്ള ആരെയും റോബർട്ട് രാജാവ് ജീവനോടെ വെച്ചേക്കില്ല എന്നറിയാമായിരുന്ന നെഡ് സ്റ്റാർക്ക് മരിക്കുന്നതിനു മുൻപ് തന്റെ സഹോദരിക്ക് കൊടുത്ത വാക്ക് പാലിക്കാനാണ് തന്റെ മാനത്തിന് കളങ്കം വരുത്തിക്കൊണ്ട് നിന്നെ സ്വന്തം ജാരസന്തതിയായി വളർത്തിയതെന്ന് സാം അവനോട് പറഞ്ഞു. ജോണിന്റെ ശ്വാസം നിലയ്ക്കുന്നതുപോലെ അവന് തോന്നി. താൻ പ്രണയിക്കുന്ന ഡിനേറിസ് തന്റെ അച്ഛന്റെ സഹോദരിയാണെന്ന സത്യം അവനെ വല്ലാതെ തളർത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ആ മുറിയിൽ നിന്നു. അപ്പോഴേക്കും തകർന്ന കാസിൽ ബ്ലാക്കിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ വൈറ്റ് വാക്കേഴ്സിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ ടോമുണ്ടും ബെറിക്കും അടങ്ങുന്ന ഒരു സംഘം പോയിരുന്നു. ലാസ്റ്റ് ഹെർത്ത് കോട്ടയുടെ അടുത്തെത്തിയ അവർ കോട്ടയുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടമാകെ ഒരു വലിയ യുദ്ധം നടന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു. പെട്ടെന്ന് കോട്ടയുടെ ഉള്ളിൽ നിന്നും ചില ശബ്ദങ്ങൾ കേട്ട ടോമുണ്ടും സംഘവും അത് വൈറ്റ് വാക്കേഴ്സ് ആണെന്ന് കരുതി അവരെ നേരിടാൻ തയ്യാറായി. എന്നാൽ അവർ പ്രതീക്ഷിച്ച പോലെ അത് വൈറ്റ് വാക്കേഴ്സ് ആയിരുന്നില്ല. കാസിൽ ബ്ലാക്കിൽ നിന്നും രക്ഷപ്പെട്ട എഡിസണും സംഘവുമായിരുന്നു അത്. തിരിച്ച് വിന്റർഫെല്ലിലേക്ക് പോകാൻ ഒരുങ്ങിയ അവർ ഒരു ഭീകരമായ കാഴ്ച കണ്ട് നടുങ്ങി. അംബർ കുടുംബത്തിലെ പ്രഭുവായ നെഡ് എന്ന പയ്യനെ കൊന്ന് ചുമരിൽ തറച്ചു വെച്ചിരിക്കുന്നു. ഒപ്പം മറ്റു മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ വെട്ടി അവന് ചുറ്റും ഒരു ചിത്രം പോലെ തറച്ചു വെച്ചിരിക്കുന്നു. അതോടെ വൈറ്റ് വാക്കേഴ്സ് അംബർ കുടുംബത്തിനെ ഇല്ലാതാക്കി വിന്റർഫെൽ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ടെന്ന സത്യം അവർ മനസ്സിലാക്കി. പെട്ടെന്ന് വൈറ്റ് വാക്കറായി മാറിയ ആ കുട്ടി ടോമുണ്ടിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ബെറിക് തന്റെ വാൾ ഉപയോഗിച്ച് അതിനെ കത്തിച്ചു കളഞ്ഞു. ശേഷം അവർ ഈ വിവരങ്ങൾ ജോണിനെ അറിയിക്കാൻ വിന്റർഫെല്ലിലേക്ക് തിരിച്ചു. അപ്പോഴേക്കും കിങ്സ് ലാൻഡിംഗിൽ നിന്നും പുറപ്പെട്ട ജെയ്മി വിന്റർഫെല്ലിൽ എത്തിയിരുന്നു. വിന്റർഫെല്ലിന്റെ മുറ്റത്തിറങ്ങിയ ജെയ്മി ആദ്യം കാണുന്നത് വീൽചെയറിലിരിക്കുന്ന ബ്രാനിനെയാണ്. വർഷങ്ങൾക്ക് മുൻപ് ആ ടവറിൽ നിന്നും താൻ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത് കാരണം കാലുകൾ നഷ്ടപ്പെട്ട അതേ ബ്രാനിനെ. അപ്പോഴേക്കും ജെയ്മി വിന്റർഫെല്ലിൽ എത്തിയ വിവരമറിഞ്ഞ ഡിനേറിസും നോർത്തിലെ പ്രഭുക്കന്മാരും ഭാവി കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ ഒരു യോഗം ചേർന്നു. തന്റെ അച്ഛനെ ചതിച്ചു കൊന്ന കാര്യം ജെയ്മിയെ ഓർമ്മിപ്പിക്കുന്ന ഡിനേറിസ് വെറുപ്പോടെയാണ് അവനോട് സംസാരിച്ചത്. ഡിനേറിസ് എടുത്തു പറഞ്ഞ മാഡ് കിങ്ങിന്റെ കൊലപാതകത്തെപ്പറ്റി ജെയ്മിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പകരം അവൻ അവിടെ പറഞ്ഞ മറ്റൊരു കാര്യം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. വൈറ്റ് വാക്കേഴ്സിനെ നേരിടാൻ സേഴ്സി അവളുടെ സൈന്യത്തെ അയക്കില്ലെന്നും പകരം എസ്സോസിൽ നിന്നും അയൺ ബാങ്കിന്റെ സഹായത്തോടെ 20,000-ഓളം കൂലിപ്പടയാളികളെ സംഘടിപ്പിച്ച് ഡിനേറിസിനെതിരെ പടയൊരുക്കം നടത്തുകയാണെന്നും അവൻ പറഞ്ഞു. സേഴ്സിയുടെ ഈ ചതിക്ക് കൂട്ടുനിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും വൈറ്റ് വാക്കേഴ്സിനെതിരെ പോരാടാൻ ഒപ്പം നിൽക്കാമെന്ന് നിങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കാനും വേണ്ടിയാണ് താൻ വന്നതെന്നും ജെയ്മി അവരോട് പറഞ്ഞു. തന്റെ സഹോദരിയുടെ ചതി മനസ്സിലാക്കാതെ തീരുമാനങ്ങളെടുത്ത ടിറിയനെ പരസ്യമായി വിമർശിക്കുന്ന ഡിനേറിസ് ജെയ്മിയെ വിശ്വസിക്കാൻ പറ്റില്ലെന്നും അവൻ നമ്മളെ ചതിച്ച് കാര്യങ്ങൾ സേഴ്സിക്ക് കൂടുതൽ എളുപ്പമാക്കാൻ വന്നതാണെന്നും പറഞ്ഞു. തന്റെ അച്ഛൻ നെഡ് സ്റ്റാർക്കിനെ കിങ്സ് ലാൻഡിംഗിൽ വെച്ച് ആക്രമിച്ചു പരിക്കേൽപ്പിച്ചതിന്റെ പേരിൽ സാൻസയും ഡിനേറിസിനെ പിന്തുണച്ചു. എന്നാൽ ധീരമായാണ് ജെയ്മി അതിനൊക്കെ മറുപടി പറഞ്ഞത്. നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിനിടയിൽ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ നിങ്ങൾ നോക്കുന്നത് പോലെ ഞാൻ എന്റെ കുടുംബത്തെ രക്ഷിക്കാനാണ് നോക്കിയത്. അതുകൊണ്ട് താൻ അതിനൊന്നും മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന് തന്നെ അവൻ ഉറപ്പിച്ചു പറഞ്ഞു. എല്ലാവരും ചേർന്ന് ജെയ്മിയെ വധിക്കാനുള്ള തീരുമാനത്തിലെത്തുമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് വന്ന ബ്രിയാൻ ജെയ്മിക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുൻപ് റോബ് സ്റ്റാർക്കിന്റെ തടവുകാരനായ ജെയ്മിയെ കെയ്റ്റ്ലിൻ സ്റ്റാർക്കിന്റെ നിർദ്ദേശപ്രകാരം കിങ്സ് ലാൻഡിംഗിൽ എത്തിക്കാൻ പോയ യാത്രയിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ അവൾ ഓർത്തെടുത്തു. ആ യാത്രക്കിടെ അവൾ മനസ്സിലാക്കിയ ജെയ്മി എന്ന മനുഷ്യനെക്കുറിച്ചും അയാൾ തന്റെ ജീവൻ രക്ഷിച്ച കഥയും പറയുന്ന ബ്രിയാൻ ഒരു പക്ഷേ ജെയ്മി തന്റെ ജീവൻ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ സാൻസ ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു എന്ന സത്യം അവളെ ഓർമ്മിപ്പിച്ചു. ബ്രിയാൻ വിശ്വസിക്കുന്ന ഒരാളെ താനും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന സാൻസ ജെയ്മിയെ തങ്ങളുടെ കൂടെ കൂട്ടാമെന്ന് സമ്മതിച്ചു. വരാനിരിക്കുന്ന യുദ്ധത്തിൽ നമുക്ക് പരിചയസമ്പന്നരായ സൈന്യാധിപന്മാരെ ആവശ്യമാണെന്ന് പറയുന്ന ജോണും ആ തീരുമാനത്തെ അംഗീകരിച്ചു. അതോടെ ജെയ്മിയെ അവരോടൊപ്പം തുടരാൻ ഡിനേറിസ് സമ്മതിച്ചു. അതിനുശേഷം ജെയ്മി നേരെ പോയത് ബ്രാനിനെ കാണാനാണ്. വർഷങ്ങൾക്ക് മുൻപ് വിന്റർഫെല്ലിലെ ടവറിൽ വെച്ച് തന്റെയും സേഴ്സിയുടെയും അവിഹിത ബന്ധം നേരിൽ കണ്ട ബ്രാനിനെ ആ വിവരം ആരും അറിയാതിരിക്കാൻ താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതിന് ജെയ്മി അവനോട് ഹൃദയം തുറന്ന് മാപ്പ് ചോദിച്ചു. ഒരു പക്ഷേ നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ താൻ ഇന്നും വിന്റർഫെല്ലിലെ ആ പഴയ ബ്രാൻ മാത്രമായിരിക്കും എന്നായിരുന്നു അവന്റെ മറുപടി. അവൻ 3i ഡ്രൈവൻ ആയ കാര്യം അറിയാത്ത ജെയ്മിക്ക് അവൻ പറഞ്ഞത് മനസ്സിലായില്ല. എങ്കിലും ഈ സത്യങ്ങൾ പുറത്തു പറയാതെ എന്തിനാണ് നീ എന്നെ അവരുടെ ഇടയിൽ നിന്നും രക്ഷിച്ചതെന്ന് ജെയ്മി അവനോട് ചോദിച്ചു. വരാനിരിക്കുന്ന യുദ്ധത്തിൽ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണമെന്നായിരുന്നു ബ്രാനിന്റെ മറുപടി. ശേഷം തന്റെ സഹോദരൻ ടിറിയനെ കാണുന്ന ജെയ്മി അവനുമായി സംസാരിച്ചു. ഇത്രയും ബുദ്ധിമാനായ നീ എങ്ങനെയാണ് സേഴ്സിയുടെ ആ വലിയ കള്ളം വിശ്വസിച്ചതെന്ന്
ജെയ്മി അവനോട് ചോദിച്ചു. സേഴ്സിക്കുണ്ടായിരുന്ന ഒരേയൊരു നന്മ അവളുടെ മക്കളോടുള്ള സ്നേഹമായിരുന്നു. അവൾ വീണ്ടും ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിന്റെ ഭാവിയെ ഓർത്തെങ്കിലും അവൾ ലോകത്തിനു വേണ്ടി പൊരുതാൻ തയ്യാറാകുമെന്ന് താൻ വിശ്വസിച്ചു പോയെന്ന് ടിറിയൻ പറഞ്ഞു. ഗർഭിണിയാണെന്നുള്ള സത്യം തങ്ങളെ രണ്ടുപേരെയും വൈകാരികമായി തളർത്താനും തന്റെ വരുതിയിൽ നിർത്താനും സേഴ്സി ഉപയോഗിച്ച ഒരു ആയുധം മാത്രമായിരുന്നു എന്ന് ജെയ്മിക്കും ടിറിയനും പൂർണ്ണമായും മനസ്സിലാവുകയായിരുന്നു. ടിറിയനോട് സംസാരിച്ചതിനു ശേഷം ജെയ്മി പോയത് യുദ്ധത്തിനായി പോട്രിക്കിനെയും മറ്റു പടയാളികളെയും പരിശീലിപ്പിക്കുന്ന ബ്രിയാന്റെ അടുത്തേക്കാണ്. പതിവ് പോലെ തന്നെ കളിയാക്കാനാണ് അവൻ വരുന്നതെന്ന് കരുതിയ ബ്രിയാൻ എന്തിനാണ് വന്നതെന്ന് അവനോട് ദേഷ്യത്തോടെ ചോദിച്ചു. എന്നാൽ പഴയ അഹങ്കാരിയായ ജെയ്മി ആയിരുന്നില്ല അവളുടെ മുന്നിലേക്ക് വന്നത്. വലതുകൈ നഷ്ടപ്പെട്ട തനിക്ക് എല്ലാവരെയും പോലെ യുദ്ധം ചെയ്യാൻ കഴിയില്ലെന്നും അതുകൊണ്ട് നിന്റെ കീഴിൽ ഒരു പടയാളിയായി യുദ്ധം ചെയ്യാൻ എന്നെ അനുവദിക്കണമെന്നുമായിരുന്നു അവന്റെ മറുപടി. തന്നെ എപ്പോഴും പരിഹസിച്ചിരുന്ന വെസ്റ്ററോസ് കണ്ട ഏറ്റവും വലിയ പോരാളികളിൽ ഒരാളായിരുന്ന ജെയ്മി ലാനിസ്റ്റർ തന്റെ കീഴിൽ യുദ്ധം ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് കേട്ട ബ്രിയാൻ ഒരു നിമിഷം നിശബ്ദയായിപ്പോയി. അധികാരവും അഹങ്കാരവും മാറ്റിവെച്ച് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്നേക്കാൾ താഴെയുള്ള ഒരാളുടെ കീഴിൽ നിൽക്കാൻ ജെയ്മി തയ്യാറായ ആ നിമിഷം അവന്റെ ഉള്ളിലെ യഥാർത്ഥ മാറ്റം ബ്രിയാൻ പൂർണ്ണമായും മനസ്സിലാക്കുകയായിരുന്നു. അതേസമയം ആയുധപ്പുരയിൽ വെച്ച് വീണ്ടും ജെൻറിയെ കാണുന്ന ആര്യ അവനോട് താൻ നേരത്തെ തയ്യാറാക്കാൻ പറഞ്ഞ ആയുധം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു. സൈനികർക്ക് വേണ്ടി ആയുധം ഉണ്ടാക്കുന്ന തിരക്കിലാണെന്നും ആര്യ ചോദിച്ചതുപോലെ ഒരു ആയുധം ഉണ്ടാക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നും ജെൻറി അവളോട് പറഞ്ഞു. അവിടെ വെച്ച് താൻ വൈറ്റ് വാക്കേഴ്സിനെ നേരിട്ട് കണ്ടതും അവരോട് യുദ്ധം ചെയ്തതും അവളോട് പറയുന്ന ജെൻറി നീ കരുതുന്ന പോലെ അവരെ നേരിടാൻ സാധിക്കില്ലെന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ ബ്രാവോസിൽ നിന്നും താൻ നേടിയ പരിശീലനവും ആയോധന വിദ്യകളും അവനോട് പങ്കുവയ്ക്കുന്ന ആര്യയുടെ മുഖത്ത് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. അതോടെ തനിക്കറിയാവുന്ന ആ പഴയ കൊച്ചു പെൺകുട്ടിയല്ല അവളെന്നും ഏത് ക്രൂരനായ ശത്രുവിനെയും കൊല്ലാൻ മടിയില്ലാത്ത ഒരു പോരാളിയായി അവൾ മാറിയെന്നും മനസ്സിലാക്കുന്ന ജെൻറി ഉടനെ തന്നെ അവളുടെ ആയുധം ഉണ്ടാക്കുന്ന പണി തുടങ്ങാമെന്ന് സമ്മതിച്ചു. അതേസമയം ഹാൻഡ് ഓഫ് ദ ക്യൂൻ എന്ന നിലയിൽ ടിറിയൻ തുടർച്ചയായി വരുത്തുന്ന തെറ്റുകൾ കാരണം ഡിനേറിസ് കടുത്ത ദേഷ്യത്തിലായിരുന്നു. സേഴ്സി തങ്ങളെ സഹായിക്കാൻ സൈന്യത്തെ അയക്കുമെന്ന വലിയൊരു കള്ളം ടിറിയൻ വിശ്വസിച്ചത് അവൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സമയത്താണ് ഡിനേറിസിന്റെ ഏറ്റവും വിശ്വസ്തനായ ജോറ മൊമോഡ് അവളെ കാണാൻ വന്നത്. പണ്ട് തനിക്ക് പകരം ടിറിയനെ ഹാൻഡായി നിയമിച്ചപ്പോൾ തനിക്ക് സങ്കടം തോന്നിയിരുന്നെന്ന് സമ്മതിക്കുന്ന ജോറ ടിറിയൻ വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യനാണെന്നും അവൻ വരുത്തിയ ആ തെറ്റുകൾ പുറത്ത് അവനെ കൂടെ നിർത്തണമെന്നും അവളോട് പറഞ്ഞു. മാത്രമല്ല നോർത്തിലെ ജനങ്ങൾക്ക് സാൻസയോടുള്ള ബഹുമാനം വലുതാണെന്നും അതിനാൽ സാൻസയുമായി ശത്രുത ഒഴിവാക്കി ഒരുമിച്ച് നിൽക്കണമെന്നും അയാൾ അവളെ ഉപദേശിച്ചു. ജോറയുടെ ഉപദേശം അനുസരിച്ച് ഡിനേറിസ് സാൻസയെ കണ്ട് സംസാരിച്ചു. അവർ തമ്മിൽ ഉണ്ടായിരുന്ന സ്വരച്ചേർച്ചകൾ ഒഴിവാക്കാൻ ഡിനേറിസ് ആത്മാർത്ഥമായി ശ്രമിച്ചു. തന്നെ ഒരു രാജ്ഞിയായി അംഗീകരിക്കുന്നതാണോ അതോ നിന്റെ സഹോദരൻ ജോൺ എന്നെ സ്നേഹിക്കുന്നതിലുള്ള അസൂയാണോ നിന്നെ അലട്ടുന്നതെന്ന് ഡിനേറിസ് അവളോട് ചോദിച്ചു. പുരുഷന്മാരുടെ ദൗർബല്യമാണ് സ്ത്രീകളെന്നും അവരെ എളുപ്പത്തിൽ സ്വാധീനിക്കാമെന്നുമായിരുന്നു സാൻസയുടെ മറുപടി. എന്റെ ജീവിതകാലം മുഴുവൻ തന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ട അയൺ ത്രോൺ എന്ന സിംഹാസനം തിരിച്ചുപിടിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യവുമായാണ് താൻ ജീവിച്ചതെന്നും എന്നാൽ എന്റെ ലക്ഷ്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഞാൻ ഈ കൊടും തണുപ്പിൽ യുദ്ധം ചെയ്യാൻ വന്നത് അവന് വേണ്ടി മാത്രമാണെന്നും പറയുന്ന ഡിനേറിസ് അപ്പോൾ ശരിക്കും ആരെയാണ് സ്വാധീനിച്ചതെന്ന് സാൻസയോട് ചോദിച്ചു. ജോണിനെ താൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഡിനേറിസ് പറഞ്ഞത് കേട്ടപ്പോൾ സാൻസ അത്ഭുതത്തോടെ ചിരിച്ചു. അവർ തമ്മിൽ നല്ലൊരു സൗഹൃദം അവിടെ ജനിക്കുകയായിരുന്നു. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. അവർ തമ്മിൽ നല്ലൊരു ബന്ധം രൂപപ്പെടുന്നതിനിടയിൽ സാൻസ വളരെ നിർണായകമായ ഒരു ചോദ്യം ഡിനേറിസിനോട് ചോദിച്ചു. ഈ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ സിംഹാസനത്തിൽ കയറുമ്പോൾ നോർത്തിന്റെ അവസ്ഥ എന്താകും? മുൻപുള്ളതുപോലെ തന്നെ നോർത്ത് 7 രാജ്യങ്ങളിൽ ഒന്നായി തന്റെ കീഴിൽ നിൽക്കുമെന്നാണ് ഡിനേറിസ് അതിന് മറുപടി പറഞ്ഞത്. ഇത് കേട്ട സാൻസയുടെ മുഖം മാറി. പണ്ട് ടാർഗേറിയന്മാരും ലാനിസ്റ്റർമാരും തങ്ങളെ ഭരിച്ചപ്പോൾ തങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടെന്നും ഇനി ഞങ്ങൾ ആരുടെയും കീഴിൽ നിൽക്കില്ലെന്നും സാൻസ തീർത്തു പറഞ്ഞു. നോർത്ത് ഇനി എക്കാലത്തും സ്വതന്ത്രമായിരിക്കുമെന്ന സാൻസയുടെ വാക്കുകൾ കേട്ടതും ഡിനേറിസ് ദേഷ്യത്തോടെ തന്റെ കൈകൾ സാൻസയുടെ കയ്യിൽ നിന്നും പതുക്കെ പിൻവലിച്ചു. ഒരു നിമിഷം കൊണ്ട് ആ മുറിയിലെ അന്തരീക്ഷം മാറി മറഞ്ഞു. അവർക്കിടയിൽ വീണ്ടും ശത്രുതയുടെ വലിയൊരു മതിൽ ഉയർന്നു. അവർ തമ്മിലുള്ള സംസാരം വലിയൊരു തർക്കത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് ഒരു ഭടൻ അവിടേക്ക് വന്ന് സാൻസയെ കാണാൻ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് തിയോൺ ആയിരുന്നു. തിയോണിനോട് ഡിനേറിസ് അവന്റെ സഹോദരി യാരെക്കുറിച്ച് ചോദിച്ചു. അവൾ ഡിനേറിസിന് വേണ്ടി അയൺ ഐലൻഡ്സ് തിരിച്ചു പിടിക്കാൻ പോയതാണെന്ന് പറയുന്ന തിയോണിനോട് എന്തുകൊണ്ട് നീ അവളുടെ കൂടെ പോയില്ല എന്ന് ഡിനേറിസ് ചോദിച്ചപ്പോൾ അവൻ നിറകണ്ണുകളോടെ സാൻസയുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ വിന്റർഫെല്ലിന് വേണ്ടി യുദ്ധം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അവൻ സാൻസയോട് പറഞ്ഞു. മുൻപ് വിന്റർഫെല്ലിനെയും സ്റ്റാർ കുടുംബത്തെയും വഞ്ചിച്ച തിയോൺ തന്റെ തെറ്റുകൾ തിരുത്തി വിന്റർഫെല്ലിനായി മരിക്കാൻ പോലും തയ്യാറായി തിരികെ വന്നിരിക്കുന്നത് കണ്ട സാൻസയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഒന്നും പറയാതെ ഓടിച്ചെന്ന് തിയോണിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അടുത്ത ദിവസം കാസൽ ബ്ലാക്കിൽ നിന്നും ഈസ്റ്റ് വാച്ചിൽ നിന്നും രക്ഷപ്പെട്ട എഡിസണും ടോമുണ്ടും ബെറിക്കും വിന്റർഫെല്ലിൽ തിരിച്ചെത്തി. ലാസ്റ്റ് ഹെർത്ത് കോട്ടയിൽ അംബർ കുടുംബത്തെ മുഴുവൻ കൊന്നൊടുക്കിയ
നൈറ്റ് കിങ്ങും സംഘവും വിന്റർഫെൽ ലക്ഷ്യമാക്കി നീങ്ങുന്ന വിവരം അവർ ജോണിനെ അറിയിച്ചു. നാളത്തെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് നൈറ്റ് കിങ്ങും വൈറ്റ് വാക്കേഴ്സും വിന്റർഫെല്ലിൽ എത്തുമെന്ന് മനസ്സിലാക്കുന്ന ജോൺ ഒട്ടും സമയം പാഴാക്കാതെ എല്ലാ പ്രഭുക്കന്മാരെയും സൈന്യാധിപന്മാരെയും വിളിച്ചു ചേർത്തു. വിന്റർഫെല്ലിന്റെ പുറത്ത് പടയാളികളെ എവിടെയൊക്കെ എങ്ങനെ നിർത്തണമെന്ന് അവർ തീരുമാനിച്ചു. എന്നാൽ വൈറ്റ് വാക്കേഴ്സിന്റെ അത്രയും വലിയൊരു സൈന്യത്തെ നേരിട്ടുള്ള യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ജോണിന് നന്നായി അറിയാമായിരുന്നു. എത്രയൊക്കെ വെട്ടിവീഴ്ത്തിയാലും അവർ വീണ്ടും എഴുന്നേറ്റ് വരും. അതിനാൽ ഒരേയൊരു വഴി നൈറ്റ് കിങ്ങിനെ നേരിട്ട് കൊല്ലുക എന്നത് മാത്രമാണ്. കാരണം അവനാണ് ആ മരിച്ചവരെ മുഴുവൻ തന്റെ മാന്ത്രിക ശക്തിയാൽ നിയന്ത്രിക്കുന്നത്. നൈറ്റ് കിങ് ഇല്ലാതായാൽ ആ വലിയ സൈന്യം മുഴുവൻ ഇല്ലാതാകുമെന്ന് ജോൺ പറഞ്ഞു. എന്നാൽ ആ വലിയ സൈന്യത്തിനിടയിൽ നിന്നും അവനെ എങ്ങനെ കണ്ടെത്തുമെന്നായിരുന്നു എല്ലാവരുടെയും സംശയം. അടുത്ത നിമിഷം അവർക്കിടയിലെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് ബ്രാൻ സംസാരിച്ചു. നൈറ്റ് കിങ്ങിന് വേണ്ടത് എന്നെയാണ്. അവൻ എന്നെ തേടി വരും. കാരണം ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും ഓർമ്മകളും ചരിത്രവും ഇപ്പോൾ എന്നിലാണുള്ളത്. എന്നെ ഇല്ലാതാക്കിയാൽ മനുഷ്യരുടെ ഓർമ്മകൾ ഇല്ലാതാവും. അതോടെ ഈ ലോകം പൂർണ്ണമായും അവരുടേതാകും. ബ്രാൻ പറഞ്ഞതിലെ ആ വലിയ അർത്ഥം സാം എല്ലാവർക്കും കൂടുതൽ വ്യക്തമാക്കി കൊടുത്തു. മരണം എന്ന് പറഞ്ഞാൽ ഓർമ്മകൾ ഇല്ലാതാവലാണ്. നമ്മൾ ആരായിരുന്നുവെന്നും എന്തൊക്കെ ചെയ്തെന്നും നമ്മൾ മറന്നുപോയാൽ പിന്നെ നമ്മളിൽ മനുഷ്യത്വമില്ല. വെറും മൃഗങ്ങൾ മാത്രമാകും. പുസ്തകങ്ങളിലെ വെറും കഥകളല്ല ബ്രാനിന്റെ ഉള്ളിലുള്ളത്. അത് മനുഷ്യരുടെ മുഴുവൻ ഓർമ്മകളാണ്. ഞാനാണ് ഈ ലോകം നശിപ്പിക്കാൻ വരുന്നതെങ്കിൽ ഞാൻ ആദ്യം കൊല്ലുക ബ്രാനിനെ ആയിരിക്കുമെന്ന സാമിന്റെ വാക്കുകൾ കേട്ടതോടെ എല്ലാവർക്കും ബ്രാൻ പറഞ്ഞതിന്റെ അർത്ഥവും അവനെ ഉപയോഗിച്ച് നൈറ്റ് കിങ്ങിനെ കണ്ടെത്തി കൊല്ലാനുള്ള പദ്ധതിയും മനസ്സിലായി. ശേഷം നൈറ്റ് കിങ്ങിനെ വീഴ്ത്താനുള്ള പദ്ധതി ബ്രാൻ അവിടെ അവതരിപ്പിച്ചു. വിന്റർഫെല്ലിലെ ആ വലിയ വേർവുഡ് മരത്തിന്റെ ചുവട്ടിൽ ബ്രാൻ ഇരിക്കും. പണ്ട് നൈറ്റ് കിങ് ബ്രാനിന്റെ കയ്യിൽ പിടിച്ചപ്പോൾ ഉണ്ടായ ആ അടയാളം ഇപ്പോഴും അവിടെയുണ്ട്. അതൊരു മാന്ത്രിക അടയാളമാണ്. അതിനാൽ ബ്രാൻ എവിടെ ഒളിച്ചാലും നൈറ്റ് കിങ്ങിന് അവനെ കൃത്യമായി കണ്ടെത്താൻ കഴിയും. ബ്രാനിനെ കൊല്ലാൻ നൈറ്റ് കിങ് ഗോഡ്സ് ഫുഡിലേക്ക് വരുമ്പോൾ ഡ്രാഗണുകളെ ഉപയോഗിച്ച് അവനെ കൊല്ലാമെന്ന് ഡിനേറിസും ജോണും തീരുമാനിച്ചു. എന്നാൽ ബ്രാനിനെ അവിടെ ഒറ്റയ്ക്കിരുത്താൻ കഴിയില്ലെന്നും നമ്മുടെ ഏറ്റവും മികച്ച പോരാളികൾ അവന് കാവൽ നിൽക്കണമെന്നും ജോൺ പറഞ്ഞു. സ്റ്റാർക്ക് കുടുംബത്തോട് താൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി ഞാനും എന്റെ സൈന്യവും മരണം വരെ ബ്രാനിനെ സംരക്ഷിക്കാൻ അവിടെ നിൽക്കുമെന്ന് തിയോൺ പറഞ്ഞു. തിയോണിൽ വന്ന ആ വലിയ മാറ്റം മനസ്സിലാക്കിയ ബ്രാൻ അത് സമ്മതിച്ചു. യുദ്ധതന്ത്രങ്ങളെല്ലാം തീരുമാനിച്ച ശേഷം ഡിനേറിസ് ടിറിയനോട് ഒരു പ്രധാന കാര്യം പറഞ്ഞു. നാളത്തെ യുദ്ധത്തിൽ ടിറിയൻ പുറത്തു നിൽക്കാൻ പാടില്ലെന്നും വിന്റർഫെല്ലിന്റെ നിലവറയിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കുമൊപ്പം സുരക്ഷിതനായിരിക്കണമെന്നും അവൾ ഉത്തരവിട്ടു. തനിക്ക് നന്നായി യുദ്ധം ചെയ്യാൻ അറിയാമെന്നും പണ്ട് ബ്ലാക്ക് വാട്ടർ യുദ്ധത്തിൽ താൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ടിറിയൻ വാദിച്ചെങ്കിലും ഡിനേറിസ് അത് സമ്മതിച്ചില്ല. നിങ്ങളുടെ ധൈര്യത്തെക്കാൾ എനിക്ക് വിശ്വാസം നിങ്ങളുടെ തലച്ചോറിലാണെന്ന് പറയുന്ന അവൾ ആ ബുദ്ധിയാണ് എന്റെ ഏറ്റവും വലിയ ആയുധമെന്ന് അവനോട് പറഞ്ഞു. നാളെ നമ്മൾ ഈ യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ എനിക്ക് ആ ബുദ്ധി ഇനിയും ആവശ്യമുണ്ട്. അതിനാൽ അവൻ നിലവറയിൽ തന്നെ സുരക്ഷിതനായിരിക്കണമെന്ന് അവൾ തീർത്തു പറഞ്ഞു. എല്ലാം തീരുമാനിച്ച ശേഷം വരാനിരിക്കുന്ന ആ ഭയാനകമായ നീണ്ട രാത്രിയെ നേരിടാൻ എല്ലാവരും അവിടെ നിന്നും പിരിഞ്ഞു. നാളെ മരിക്കാൻ പോവുകയാണെന്ന ചിന്തയായിരുന്നു എല്ലാവർക്കും. അതിനു മുൻപായി കുറച്ച് വിശ്രമിക്കാമെന്ന് തീരുമാനിച്ച ജെയ്മിയും ടിറിയനും അകത്തിരുന്ന് മദ്യപിക്കുകയായിരുന്നു. ലാനിസ്റ്റർ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേർ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളായ സ്റ്റാർ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി വിന്റർഫെല്ലിൽ യുദ്ധം ചെയ്യുന്ന കാഴ്ച കാണാൻ തങ്ങളുടെ അച്ഛൻ ടൈവൻ ലാനിസ്റ്റർ ഇല്ലാതെ പോയല്ലോ എന്നതിലെ വൈരുദ്ധ്യവും തമാശയും അവർ പങ്കുവച്ചു. അവിടേക്ക് വന്ന ബ്രിയാനും പോഡ്രിക്കും ഡാവോസും ടോമുണ്ടും അവരോടൊപ്പം ചേർന്നു. അവിടെ വെച്ച് പല കഥകളും തമാശകളും അവർ പങ്കുവച്ചു. തുടർന്നുള്ള അവരുടെ സംസാരം നൈറ്റുകളെ കുറിച്ചായിരുന്നു. വെസ്റ്ററോസിൽ ഒരു യോദ്ധാവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതികളിലൊന്നാണ് നൈറ്റ് എന്ന പദവി. ഈ പദവി ലഭിക്കുന്ന ഒരാളുടെ പേരിന് മുന്നിൽ ബഹുമാന സൂചകമായി സർ എന്ന് ചേർത്ത് വിളിക്കും. വെറും ഒരു പടയാളി എന്നതിലുപരി ഒരു നൈറ്റ് ആകാൻ ചില മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഏത് യുദ്ധത്തിലും കൊടിയ ശത്രുവിനോടും ധീരതയോടെ പോരാടുക. തന്റെ രാജാവിനോടോ പ്രഭുവിനോടോ എപ്പോഴും കൂറു പുലർത്തുക. സ്ത്രീകൾ, കുട്ടികൾ, നിരപരാധികൾ തുടങ്ങിയ ആളുകളെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക. വെസ്റ്ററോസിന്റെ ചരിത്രത്തിൽ ഒരാൾക്ക് നൈറ്റ് എന്ന ഈ വലിയ പദവി നൽകാൻ പ്രധാനമായും രണ്ടു കൂട്ടർക്കാണ് അധികാരമുള്ളത്. മുൻപ് ഈ പദവി ലഭിച്ചിട്ടുള്ള ഏതൊരു നൈറ്റിനും തനിക്ക് യോഗ്യനെന്ന് തോന്നുന്ന മറ്റൊരാൾക്ക് ഈ പദവി നൽകാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. രണ്ടാമതായി ഈ പദവി നൽകാൻ അധികാരമുള്ളത് വെസ്റ്ററോസ് ഭരിക്കുന്ന രാജാവിനോ രാജ്ഞിക്കോ ആണ്. യുദ്ധകളത്തിൽ ധീരത കാണിക്കുന്ന ഏതൊരു സാധാരണക്കാരനെയും ഒരൊറ്റ നിമിഷം കൊണ്ട് നൈറ്റായി പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിയും. ഒരു നൈറ്റ് ആവാൻ എല്ലാ യോഗ്യതയും ആഗ്രഹവുമുള്ള ബ്രിയാൻ എന്തുകൊണ്ടാണ് നൈറ്റ് ആവാത്തതെന്ന് ടോമുണ്ട് അവളോട് ചോദിച്ചു. എന്നാൽ വെസ്റ്ററോസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു സ്ത്രീ നൈറ്റ് ആയിട്ടില്ലെന്നായിരുന്നു അവളുടെ മറുപടി. താൻ ഒരു രാജാവായിരുന്നെങ്കിൽ നിന്നെ എന്നെ ഞാൻ നൈറ്റ് ആക്കിയേനെ എന്ന ടോമുണ്ടിന്റെ വാക്കുകൾ കേൾക്കുന്ന ജെയ്മി മുന്നോട്ട് വന്നു. ഒരു നൈറ്റായ തനിക്ക് അവളെ നൈറ്റായി പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ടെന്ന് പറയുന്ന ജെയ്മി അവളോട് എഴുന്നേറ്റ് തന്റെ മുന്നിൽ മുട്ടുകുത്താൻ ആവശ്യപ്പെട്ടു. ജെയ്മി തന്നെ കളിയാക്കുകയാണെന്നാണ് അവൾ ആദ്യം കരുതിയത്. എന്നാൽ ജെയ്മിയുടെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ അവൾ മുന്നോട്ട് വന്ന് അവന് മുന്നിൽ മുട്ടുകുത്തി. ജെയ്മി തന്റെ വാൾ അവളുടെ തോളിൽ വെച്ചുകൊണ്ട് ഒരു നൈറ്റ് എന്ന പദവിയിൽ അവൾ പാലിക്കേണ്ട നിയമങ്ങൾ
നിയമങ്ങളും മുറുകെ പിടിക്കേണ്ട മൂല്യങ്ങളും അവളെ പറഞ്ഞു മനസ്സിലാക്കിയ ശേഷം അവളെ നോക്കി വളരെ അഭിമാനത്തോടെ അവൻ പറഞ്ഞു, സർ ബ്രിയാൻ ഓഫ് ടാത്ത്, എ നൈറ്റ് ഓഫ് 7 കിങ്ഡംസ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതയ്ക്ക് ആ പദവി ലഭിക്കുന്ന കാഴ്ചയ്ക്ക് അവരെല്ലാവരും സാക്ഷിയായി. ആ നിമിഷം ബ്രിയാന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. എല്ലാവരും അവളെ അഭിനന്ദിച്ചു. മറുവശത്ത് വിന്റർഫെല്ലിൽ എല്ലാവരും യുദ്ധത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ എല്ലാവരും ആ രാത്രി തങ്ങളുടെ അവസാന രാത്രിയായി കണ്ട് അവരുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ സമയം ചെലവഴിച്ചു. ആര്യ ആവശ്യപ്പെട്ട ആയുധമുണ്ടാക്കിയ ജെൻട്രി അത് അവൾക്ക് കൊടുക്കാനായി അവളുടെ അടുത്തേക്ക് ചെന്നു. വളരെ മികച്ച രീതിയിൽ തന്നെ അവൻ അത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ആര്യ അവൾക്ക് അവനോട് തോന്നിയിരുന്ന പ്രണയം തുറന്നു പറഞ്ഞു. നാളെ നമ്മൾ എല്ലാവരും മരിക്കാൻ സാധ്യതയുണ്ടെന്നും പരസ്പരം പ്രണയിക്കാൻ ഒരു ദിവസം ഇനി നമുക്ക് കിട്ടില്ലെന്നും പറയുന്ന ആര്യ ആ രാത്രി ജെൻട്രിക്കൊപ്പം ചിലവഴിച്ചു. ഇതേ സമയം ഡിനേറിസിന്റെ വിശ്വസ്തരായ ഗ്രേവേമും മിസാണ്ടയും ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു. ഡിനേറിസ് വെസ്റ്ററോസിന്റെ സിംഹാസനം കീഴടക്കി കഴിഞ്ഞാൽ ഈ യുദ്ധങ്ങളെല്ലാം തീരുമെന്നും അതിനുശേഷം തനിക്ക് സ്വന്തം നാടായ നാത്തിലേക്ക് തിരികെ പോകാനാണ് ആഗ്രഹമെന്നും അവൾ ഗ്രേവേമിനോട് പറഞ്ഞു. നാളത്തെ യുദ്ധത്തിൽ മരിച്ചില്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാമെന്ന വലിയൊരു പ്രതീക്ഷ അവർ പരസ്പരം പങ്കുവെക്കുകയായിരുന്നു. മറ്റൊരു വശത്ത് സാമും ജോണും എഡും സംസാരിച്ചു നിൽപ്പുണ്ടായിരുന്നു. അവർ നൈറ്റ്സ് വാച്ചിൽ ഒരുമിച്ചുണ്ടായിരുന്ന പഴയ കാലം ഓർത്തു. അതിനുശേഷം സാം നേരെ പോയത് ഡിനേറിസിന്റെ വിശ്വസ്തനായ ജോറ മോമോണ്ടിനെ കാണാനാണ്. ജോറയുടെ അച്ഛനായ ജിയോ മോമോണ്ട് സാമിന്റെ പഴയ കമാൻഡർ ആയിരുന്നു. സാം തന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും മോഷ്ടിച്ച വലേറിയൻ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ആ വാൾ ജോറയ്ക്ക് നേരെ നീട്ടി. തനിക്ക് യുദ്ധം ചെയ്യാനുള്ള കഴിവൊന്നുമില്ലെന്നും മനുഷ്യരാശിയെ രക്ഷിക്കാൻ ഈ വാൾ ജോറയുടെ കയ്യിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ശരിയെന്നും സാം പറഞ്ഞു. സാം നൽകിയ ആ സമ്മാനം ജോറ വളരെ സന്തോഷത്തോടെയും നന്ദിയോടെയും സ്വീകരിച്ചു. അതേസമയം വിന്റർഫെല്ലിലെ നിലവറയിൽ വിളക്കുകളുടെ മങ്ങിയ വെളിച്ചത്തിൽ ജോൺ തന്റെ അമ്മ ലിയാന സ്റ്റാക്കിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. അവനെ അന്വേഷിച്ച് അവിടേക്ക് വന്ന ഡിനേറിസ് ജോണിന്റെ മുഖത്തെ സങ്കടവും ഗൗരവവും കണ്ട് അവനോട് അതാരാണെന്ന് ചോദിച്ചു. അത് ലിയാന സ്റ്റാക്ക് ആണെന്ന് അവൻ മറുപടി പറഞ്ഞു. തന്റെ ജ്യേഷ്ഠനായ റേഗ ടാർഗേറിയൻ ഇവരെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ഉപദ്രവിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് അവൾ അവനോട് പറഞ്ഞു. എന്നാൽ അതൊരു കള്ളമായിരുന്നുവെന്നും പരസ്പരം സ്നേഹിച്ചിരുന്ന അവർ രഹസ്യമായി വിവാഹം കഴിച്ചിരുന്നുവെന്നും ജോൺ അവളോട് പറഞ്ഞു. ഇത് കേട്ട് അത്ഭുതത്തോടെ നിന്ന ഡിനേറിസിനോട് ബ്രാൻ തന്റെ ദർശനങ്ങളിലൂടെയും സാം സിറ്റഡലിലെ പഴയ പുസ്തകങ്ങളിലൂടെയും കണ്ടെത്തിയ ആ വലിയ സത്യം ജോൺ വെളിപ്പെടുത്തി. ലിയാന സ്റ്റാക്കിന്റെയും നിന്റെ ജ്യേഷ്ഠനായ റേഗ ടാർഗേറിയന്റെയും മകനായ എയ്ഗോൺ ടാർഗേറിയൻ ആണ് താനെന്ന് അവൻ അവളോട് പറഞ്ഞു. തന്റെ ജീവൻ കൊടുത്ത് നെഡ് സ്റ്റാക്ക് കാത്തു സൂക്ഷിച്ച ആ വലിയ രഹസ്യം പറയുമ്പോൾ അവന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഡിനേറിസിന് അത് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ കാമുകൻ യഥാർത്ഥത്തിൽ തന്റെ ജ്യേഷ്ഠന്റെ മകനാണെന്നുള്ള സത്യം അവളെ ശരിക്കും ഞെട്ടിച്ചു. അത് വിശ്വസിക്കാൻ സാധിക്കാതെ ഇതൊക്കെ സാമിനും ബ്രാനും തെറ്റിയതാവാൻ വഴിയില്ലേ എന്ന് അവൾ അവനോട് ചോദിച്ചു. അതെല്ലാം സത്യമാണെന്ന് അവൻ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞ ആ നിമിഷം അവൾ മറ്റൊരു സത്യം കൂടി തിരിച്ചറിയുകയായിരുന്നു. ടാർഗേറിയൻ കുടുംബത്തിലെ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ ആൺതരിയായ ജോൺ ആണ് വെസ്റ്ററോസിന്റെ സിംഹാസനത്തിന്റെ യഥാർത്ഥ അവകാശി. ഇത്രയും കാലം തന്റേതാണെന്ന് വിശ്വസിച്ച ആ സിംഹാസനം യഥാർത്ഥത്തിൽ ജോണിന് അവകാശപ്പെട്ടതാണെന്ന സത്യം അവളെ ശരിക്കും തളർത്തി. അവരുടെ സ്നേഹത്തിനിടയിലേക്ക് അധികാരം ഒരു വലിയ മതിലായി ഉയർന്നു വന്ന നിമിഷമായിരുന്നു അത്. പെട്ടെന്ന് പുറത്തു നിന്നും കാഹളങ്ങൾ മുഴങ്ങുന്ന ശബ്ദം കേട്ട് അവർ പുറത്തേക്ക് നടന്നു. വൈറ്റ് വാക്കേഴ്സ് വിന്റർഫെൽ കോട്ടയുടെ അടുത്തെത്തിയെന്ന സൂചനയായിരുന്നു അത്. സിംഹാസനവും പ്രണയവും കുടുംബവുമെല്ലാം മറന്ന് അവർ ആ വലിയ യുദ്ധത്തിന് തയ്യാറായി. കോട്ടയ്ക്ക് മുകളിൽ നിന്നും നോക്കുമ്പോൾ വിന്റർഫെല്ലിന്റെ പടിവാതിൽക്കൽ നൈറ്റ് കിങ്ങിന്റെ സൈന്യം ഒരു വലിയ കടൽ പോലെ നിശബ്ദമായി നിൽക്കുന്ന ഭയാനകമായ കാഴ്ച കണ്ട് അവർ ഞെട്ടി. ഒട്ടും സമയം കളയാതെ അവർ സൈന്യത്തെ കോട്ടയ്ക്ക് ചുറ്റും അണിനിരത്തി. മുൻനിരയിൽ ഡിനേറിസിന്റെ ദോത്രാക്കി പോരാളികളും അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ജോറയും ഒപ്പം ജോണിന്റെ ചെന്നായ ഗോസ്റ്റും നിലയുറപ്പിച്ചു. അവർക്ക് പിന്നിലായി ഗ്രേവേമിന്റെ നേതൃത്വത്തിൽ അൺസള്ളിഡ് സൈന്യവും അണിനിരന്നു. ദൂരെ ഒരു കുന്നിൻ മുകളിൽ ഡിനേറിസും ജോണും ഡ്രാഗണുകളുമായി അവരെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഇരുട്ടിന്റെ മറവിൽ നിന്നും ഒരു കറുത്ത കുതിര കോട്ടയ്ക്ക് അടുത്തേക്ക് വരുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു. അത് മെലിസാൻഡ്ര ആയിരുന്നു. നേരെ ജോറയുടെ അടുത്തേക്ക് പോയ അവൾ ദോത്രാക്കി പോരാളികളോട് അവരുടെ വാളുകൾ ഉയർത്തിപ്പിടിക്കാൻ ആവശ്യപ്പെട്ടു. ശേഷം അതിലൊരു വാളിൽ പിടിച്ചുകൊണ്ട് വലേറിയൻ ഭാഷയിൽ അവൾ ലോർഡ് ഓഫ് ദി ലൈറ്റിനെ പ്രീതിപ്പെടുത്തുന്ന ചില മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. അടുത്ത നിമിഷം ആ വാളുകളിൽ മാന്ത്രികമായ തീജ്വാലകൾ ആളിപ്പടർന്നു. ഒരൊറ്റ വാളിൽ നിന്നും മുൻനിരയിലുള്ള ആയിരക്കണക്കിന് ദോത്രാക്കി പോരാളികളുടെ വാളുകളിലേക്ക് ആ തീജ്വാല പടർന്നു പിടിച്ചു. മരവിപ്പിക്കുന്ന ആ വലിയ ഇരുട്ടിൽ എല്ലാവർക്കും അതൊരു പ്രതീക്ഷയുടെ വെളിച്ചമായിരുന്നു. തീ പിടിച്ച ആ വാളുകളുമായി ദോത്രാക്കി സൈന്യം ആ വലിയ ഇരുട്ടിലേക്ക് വൈറ്റ് വാക്കേഴ്സിനെ ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞു. അവർക്ക് മുകളിലൂടെ വലിയ തീഗോളങ്ങൾ സൈനികർ ശത്രുക്കൾക്ക് നേരെ എയ്തുവിട്ടു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ കൂരിരുട്ടിൽ ഭയാനകമായ ചില നിലവിളികൾ കേട്ടു തുടങ്ങി. ദൂരെ ഇരുട്ടിൽ തിളങ്ങി നിന്നിരുന്ന ആ തീജ്വാലകൾ പെട്ടെന്ന് ഒന്നൊന്നായി കെട്ടുപോകുന്ന ഭയപ്പെടുത്തുന്ന കാഴ്ചയാണ് കോട്ടയിൽ നിന്നവർ കണ്ടത്. ആയിരക്കണക്കിന് പോരാളികളുടെ ആ വലിയ വെളിച്ചം വെറും നിമിഷങ്ങൾക്കകം പൂർണ്ണമായും അണഞ്ഞുപോയി. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാതെ ബാക്കിയുള്ളവർ
ഭയന്നു വിറച്ചു. അല്പനേരത്തിനു ശേഷം ആ ഇരുട്ടിൽ നിന്നും വൈറ്റ് വാക്കേഴ്സിന്റെ കയ്യിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ജോറയും കുറച്ച് ദോത്രാക്കികളും മാത്രം തിരിച്ചെത്തി. അവർക്ക് തൊട്ടു പിന്നാലെ ആ ഇരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വൈറ്റ് വാക്കേഴ്സിന്റെ 10,000 വരുന്ന സൈന്യം അലറി വിളിച്ചുകൊണ്ട് വിന്റർഫെല്ലിലേക്ക് പാഞ്ഞടുത്തു. അതൊരു യുദ്ധമായിരുന്നില്ല, അതൊരു കൂട്ടക്കൊലയുടെ തുടക്കമായിരുന്നു. അവരുടെ ആദ്യത്തെ വരവിൽ തന്നെ മുൻനിരയിൽ ഉണ്ടായിരുന്ന നിരവധി അൺസൾട്ടീഡ് പടയാളികൾ മരിച്ചു വീണു. തന്റെ ദോത്രാക്കി സൈന്യം നിമിഷങ്ങൾക്കകം ഇല്ലാതായത് കണ്ടു നിൽക്കാൻ ഡിനേറിസിന് കഴിഞ്ഞില്ല. നൈറ്റ് കിങ് വരുന്നതുവരെ കാത്തിരിക്കുക എന്ന ജോണിന്റെ പ്ലാൻ വകവെക്കാതെ അവൾ തന്റെ ഡ്രാഗണിന്റെ പുറത്തേറി ശത്രുക്കൾക്ക് മേൽ തീ വർഷിച്ചു. അവൾക്ക് പിന്നാലെ അടുത്ത ഡ്രാഗണിന്റെ പുറത്തു കയറിയ ജോണും ആകാശത്തേക്ക് പറന്നുയർന്നു. ഡ്രാഗണിന്റെ തീയിൽ വൈറ്റ് വാക്കേഴ്സ് കത്തിയെരിയുന്നത് താഴെ യുദ്ധം ചെയ്യുന്നവർക്ക് വലിയ ആശ്വാസം നൽകി. എന്നാൽ പെട്ടെന്ന് സാക്ഷാൽ നൈറ്റ് കിങ് തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അതിശക്തമായ ഒരു മഞ്ഞുകാറ്റ് അവിടെ സൃഷ്ടിച്ചു. അതോടെ ആർക്കും ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയായി. കണ്ണു തുറക്കാൻ പോലും കഴിയാത്ത ആ കാറ്റിൽ കുടുങ്ങിയ ഡിനേറിസും ജോണും തങ്ങൾക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് പോലും കാണാൻ കഴിയാതെ ആകാശത്ത് വഴിതെറ്റി അലയേണ്ടി വന്നു. അപ്പോഴേക്കും താഴെ യുദ്ധക്കളത്തിൽ കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടു പോയിരുന്നു. ബ്രിയൻ, ജെയ്മി, ടോമുണ്ട്, ഹൗണ്ട് എന്നിവരെല്ലാം ജീവൻ പണയം വെച്ച് പോരാടുകയാണ്. ഒരാളെ വെട്ടിവീഴ്ത്തുമ്പോൾ അതിനു പകരം 10 പേർ എന്ന നിലയിലാണ് ശത്രുക്കൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോൾ എല്ലാവരോടും കോട്ടയ്ക്കുള്ളിലേക്ക് പിന്മാറാൻ അവർ വിളിച്ചു പറഞ്ഞു. എല്ലാവർക്കും കോട്ടയിലേക്ക് കയറാൻ സമയം നൽകാനായി ഗ്രേവേമും അൺസൾട്ടീഡ് സൈന്യവും പുറത്ത് നിർമ്മിച്ച കിടങ്ങിന് മുന്നിലായി ഒരു വലിയ മതിൽ പോലെ പരിചകൾ വെച്ച് കാവലായി നിന്നു. ഈ സമയം നേരത്തെ തീരുമാനിച്ചതുപോലെ കോട്ടയ്ക്ക് ചുറ്റും വലിയ മരത്തടികൾ വെച്ചുണ്ടാക്കിയ ആ കിടങ്ങിന് തീയിടേണ്ട സമയമായി എന്ന് ഡാവോസിന് മനസ്സിലായി. ആകാശത്തുള്ള ഡിനേറിസിനെ ഡ്രാഗണുമായി വന്ന് തീയിടാൻ ഡാവോസ് കോട്ടയ്ക്ക് മുകളിൽ നിന്നും വലിയ തീപ്പന്തങ്ങൾ വീശി കാണിച്ചു. എന്നാൽ കനത്ത മഞ്ഞുകാറ്റ് കാരണം അവൾക്കത് കാണാൻ കഴിഞ്ഞില്ല. കോട്ടയിലുള്ളവർ അമ്പുകളിൽ തീ വെച്ച് കിടങ്ങിലേക്ക് എയ്തു നോക്കിയെങ്കിലും കാറ്റിൽ അതും കെട്ടുപോയി. ഈ സമയം മരിച്ചവരുടെ സൈന്യം അൺസൾട്ടീഡ് സൈന്യത്തെയും മറികടന്ന് കിടങ്ങിനടുത്തേക്ക് എത്തിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും അവിടെ എത്തിയ മെലിസാൻഡ്ര കിടങ്ങിലെ മരത്തടികളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നേരത്തെ ദോത്രാക്കികളുടെ വാളുകൾക്ക് തീ നൽകാൻ ഉപയോഗിച്ച അതേ മന്ത്രോച്ചാരണം നടത്തി. അടുത്ത നിമിഷം ആ കിടങ്ങിന്റെ ചുറ്റും മരം കൊണ്ട് നിർമ്മിച്ച വലിയ വേലികളിൽ തീ ആളിപ്പടർന്നു. തീ ഭയമായിരുന്ന വൈറ്റ് വാക്കേഴ്സ് അത് കടക്കാതെ നൈറ്റ് കിങ്ങിന്റെ കൽപ്പനയ്ക്കായി കാത്തുനിന്നു. ഇതെല്ലാം കാണുന്ന നൈറ്റ് കിങ് അയാളുടെ സൈന്യത്തിന് മുൻപോട്ട് പോകാൻ നിർദ്ദേശം നൽകി. യാതൊരു ഭയവുമില്ലാതെ എരിയുന്ന തീയിലേക്ക് അവർ ഇറങ്ങാൻ തുടങ്ങിയതോടെ കത്തിയെരിയുന്ന അവരുടെ ശരീരങ്ങൾ ഒരു പാലം പോലെ രൂപപ്പെടാൻ തുടങ്ങി. കത്തിക്കരിഞ്ഞ ആ ശരീരങ്ങൾക്ക് മുകളിലൂടെ ബാക്കിയുള്ളവർ കോട്ടയുടെ ചുവരുകളിലേക്ക് ഉറുമ്പുകളെ പോലെ ഇഴഞ്ഞു കയറാൻ തുടങ്ങി. ആര്യയും ജോറയും സാമും ജെയ്മിയും എല്ലാവരും കോട്ടയുടെ മുകളിലേക്ക് കയറുന്ന ശത്രുക്കളെ വെട്ടിവീഴ്ത്താൻ തുടങ്ങി. എന്നാൽ എല്ലാ പ്രതിരോധങ്ങളെയും കടന്ന് അവർ കോട്ടയുടെ ഉള്ളിൽ കയറിയതോടെ വിന്റർഫെൽ ഒരു കുരുതിക്കളമായി മാറി. കോട്ടയുടെ വാതിൽ തകർത്ത് അകത്തു കയറിയ ജയന്റ് വൈറ്റ് വാക്കർ ആളുകളെ നിഷ്കരണം കൊന്നുതള്ളി. ബെയർ ഐലൻഡിലെ ലിയാന മോമോണ്ട് ആയിരുന്നു ആ ഭാഗത്തെ നിയന്ത്രിച്ചിരുന്നത്. ആ രാക്ഷസന്റെ അടിയേറ്റ് അവളുടെ വാരിയെല്ലുകൾ തകർന്നെങ്കിലും വേദന കടിച്ചുപിടിച്ച് 15 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി ധീരമായി പോരാടി. അവസാനം തന്റെ സർവ്വശക്തിയും എടുത്ത് കയ്യിലുണ്ടായിരുന്ന ഡ്രാഗൺ ഗ്ലാസ് കൊണ്ട് ആ രാക്ഷസന്റെ കണ്ണിൽ അവൾ ആഞ്ഞു കുത്തിയതോടെ ആ ഭീകര സ്വത്വം അവിടെ മരിച്ചു വീണു. പക്ഷേ ശരീരത്തിലേറ്റ ആഘാതമായ മുറിവുകൾ കാരണം ലിയാനയും മരണപ്പെട്ടു. മറുവശത്ത് രണ്ടറ്റത്തും ഡ്രാഗൺ ഗ്ലാസ് ഘടിപ്പിച്ച തന്റെ പുതിയ ആയുധം ഉപയോഗിച്ച് നിരവധി ശത്രുക്കളെ ആര്യ ഒറ്റയ്ക്ക് വെട്ടിവീഴ്ത്തി. എന്നാൽ നിമിഷങ്ങൾക്കകം ശത്രുക്കളുടെ എണ്ണം കൂടിയപ്പോൾ ആര്യയ്ക്ക് അവിടെ നിന്നും പിന്മാറേണ്ടി വന്നു. അവൾ ഓടിക്കേറിയത് വൈറ്റ് വാക്കേഴ്സ് അലഞ്ഞു തിരിയുന്ന വിന്റർഫെല്ലിലെ പുസ്തകശാലയിലേക്കാണ്. ഒരു മേശയുടെ അടിയിൽ അവൾ ശ്വാസമടക്കി പിടിച്ച് അവർ കാണാതെ ഒളിച്ചിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു പുസ്തകം എറിഞ്ഞ് അവരുടെ ശ്രദ്ധ തിരിക്കുന്ന അവൾ അവിടെ നിന്നും പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ കോട്ടയുടെ ഇടനാഴിയിൽ വെച്ച് വൈറ്റ് വാക്കേഴ്സിന്റെ ഒരു വലിയ സംഘം അവളെ വീണ്ടും വളഞ്ഞു. അവൾ മരിക്കുമെന്ന് ഉറപ്പായ നിമിഷം അവിടെ എത്തിയ ഹൗണ്ടും ബെറിക്കും ധീരമായി പോരാടി അവളെ രക്ഷിച്ചു. ആ പോരാട്ടത്തിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ ബെറിക്കിനെയും കൊണ്ട് ഒരു മുറിയിൽ കയറിയ അവർ വൈറ്റ് വാക്കേഴ്സിന് തുറക്കാൻ സാധിക്കാത്ത വിധം ആ വാതിൽ ബന്ധിച്ചു. ആ മുറിയിൽ അവരെ കാത്ത് മെലിസാൻഡ്ര നിൽപ്പുണ്ടായിരുന്നു. ഒരുപാട് തവണ കുത്തേറ്റിരുന്ന ബെറിക്കിന്റെ ജീവൻ രക്ഷിക്കാൻ അവർക്കായില്ല. ശേഷം ആര്യയോട് സംസാരിക്കുന്ന മെലിസാൻഡ്ര വർഷങ്ങൾക്ക് മുൻപ് അവളോട് താൻ നടത്തിയ ആ വലിയ പ്രവചനം അവളെ വീണ്ടും ഓർമ്മിപ്പിച്ചു. നീ ഒരുപാട് കണ്ണുകൾ എന്നേക്കുമായി അടപ്പിക്കും. ബ്രൗൺ നിറത്തിലും പച്ച നിറത്തിലും നീല നിറത്തിലുമുള്ള കണ്ണുകൾ. ആ നീല കണ്ണുകൾ നൈറ്റ് കിങ്ങിന്റേതാണെന്ന് ആര്യയ്ക്ക് ആ നിമിഷം വ്യക്തമായി മനസ്സിലായി. ഒട്ടും സമയം കളയാതെ തന്റെ കയ്യിലെ കടാരയും എടുത്ത് അവൾ ആ യുദ്ധകളത്തിലേക്ക് പാഞ്ഞെടുത്തു. ഇതേ സമയം ജോണും ഡിനേറിസും ഡ്രാഗണുകളുടെ സഹായത്തോടെ നൈറ്റ് കിങ്ങിനെ അന്വേഷിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി നൈറ്റ് കിങ്ങും അയാളുടെ ഡ്രാഗണും ആകാശത്ത് വെച്ച് അവരെ ആക്രമിച്ചു. ജോണും നൈറ്റ് കിങ്ങും അവരുടെ ഡ്രാഗണുകളും ആകാശത്ത് വെച്ച് ശക്തമായി ഏറ്റുമുട്ടി. ജോണിന്റെ റെയ്ഗൽ എന്ന ഡ്രാഗൺ നൈറ്റ് കിങ്ങിന്റെ ഐസ് ഡ്രാഗണായ വിസേറിയന്റെ കഴുത്തിൽ കടിച്ചു പിടിച്ചതോടെ നൈറ്റ് കിങ് നിയന്ത്രണം വിട്ട് താഴേക്ക് വീണു. ഈ അവസരം മുതലെടുത്ത്
വാളെടുത്ത് ഡിനേറിസ് തന്റെ ഡ്രാഗണായ ഡ്രോഗോണുമായി അവന്റെ നേരെ പറന്നിറങ്ങി. നൈറ്റ് കിങ്ങിനെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ഡിനേറിസ് അവനെ തീതുപ്പി ചുട്ടുകളയാൻ തന്റെ ഡ്രാഗണിന് ആജ്ഞ നൽകി. അടുത്ത നിമിഷം ഡ്രോഗോണിന്റെ വായിൽ നിന്നും അതിശക്തമായ ഒരു തീഗോളം നൈറ്റ് കിങ്ങിനുമേൽ പതിച്ചു. ചുറ്റുമുള്ളതെല്ലാം നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കുന്ന ആ വലിയ തീയിൽ അവൻ വെണ്ണീറായിട്ടുണ്ടാകും എന്ന് ഡിനേറിസ് ആശ്വസിച്ചു. എന്നാൽ ആ തീയും പുകയും അടങ്ങിയപ്പോൾ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു കളഞ്ഞു. അതിശക്തമായ ആ തീക്ക് നൈറ്റ് കിങ്ങിന്റെ മേൽ യാതൊരു പോറലും ഏൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഡ്രാഗണിന്റെ തീയെ പോലും അതിജീവിക്കാൻ കഴിയുന്ന അവനെ കണ്ട് ഭയന്നു നിൽക്കുന്ന ഡിനേറിസിനെ നോക്കി നൈറ്റ് കിങ് വളരെ പരിഹാസത്തോടെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഡ്രാഗണെ ആക്രമിക്കാൻ അയാൾ തന്റെ കുന്തമെടുത്തതും ഡിനേറിസ് അവിടെ നിന്നും പറന്നകന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ജോൺ തന്റെ വലേറിയൻ സ്റ്റീൽ വാളെടുത്ത് നൈറ്റ് കിങ്ങിന് നേരെ പാഞ്ഞെടുത്തു. നൈറ്റ് കിങ്ങിനെ കൊന്നാൽ ഈ യുദ്ധം അവിടെ അവസാനിക്കും എന്ന് ജോണിന് അറിയാമായിരുന്നു. ജോൺ ഓടി വരുന്നത് കണ്ട നൈറ്റ് കിങ് അവനോട് പൊരുതാൻ നിൽക്കാതെ തന്റെ ഇരു കൈകളും വളരെ പതുക്കെ മുകളിലേക്ക് ഉയർത്തി. നിമിഷങ്ങൾക്കകം ആ യുദ്ധഭൂമിയിൽ അതുവരെ ജീവൻ നഷ്ടപ്പെട്ട് കിടന്നിരുന്ന ആയിരക്കണക്കിന് പടയാളികൾക്ക് ജീവൻ വെക്കാൻ തുടങ്ങി. മരിച്ചു വീണ ദോത്രാക്കികളും അൺസൾലീഡ് പടയാളികളും ജോണിന്റെ വിശ്വസ്തരായ സുഹൃത്തുക്കളും ലിയാന മോമോണ്ടും ഉൾപ്പെടെ എല്ലാവരും നൈറ്റ് കിങ്ങിന്റെ മാന്ത്രിക വിദ്യയാൽ തിളങ്ങുന്ന നീല കണ്ണുകൾ തുറന്ന് വൈറ്റ് വാക്കേഴ്സായി ഉയർത്തെഴുന്നേറ്റു. നൈറ്റ് കിങ്ങിനു നേരെ ഓടിയെടുത്ത ജോണിന് തന്റെ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല. നിമിഷ നേരം കൊണ്ട് അവൻ പൂർണ്ണമായും ഈ പുതിയ ശവശരീരങ്ങളാൽ ചുറ്റപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇതേ സമയം കോട്ടയുടെ അടിയിലെ രഹസ്യ അറയിൽ മുകളിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്നിരിക്കുകയായിരുന്നു ടിറിയനും സാൻസയും. അവരോടൊപ്പം ഒരു വലിയ സംഘം കുട്ടികളും വൃദ്ധരും സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. വിന്റർഫെൽ കോട്ടയിലെ ഏറ്റവും സുരക്ഷിതമായ ഇടമാണെന്ന് കരുതിയിരുന്ന ആ മുറിയിൽ അവരെ തേടി മറ്റൊരു അപകടം പതിയിരിപ്പുണ്ടായിരുന്നു. പുറത്തു വെച്ച് നൈറ്റ് കിങ് മരിച്ചവരെയെല്ലാം പുനർജീവിപ്പിച്ചപ്പോൾ വിന്റർഫെല്ലിലെ കല്ലറകളിൽ കാലങ്ങളായി അടക്കം ചെയ്തിരുന്ന സ്റ്റാർക്ക് കുടുംബത്തിലെ മുൻഗാമികളുടെ അസ്ഥികൂടങ്ങൾക്കും ജീവൻ വെച്ചു. വലിയ ശബ്ദത്തോടെ കല്ലറകൾ പൊട്ടിച്ച് അവർ പുറത്തു വരികയും അവിടെ കഴിഞ്ഞിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും മൃഗീയമായി ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഭയന്നു വിറച്ച സാൻസയും ടിറിയനും ഇനി രക്ഷയില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഒരു കല്ലറയ്ക്ക് പിന്നിൽ പരസ്പരം കൈകൾ കോർത്തുപിടിച്ച് മരണത്തെയും കാത്ത് ഒളിച്ചിരുന്നു. അതേസമയം യുദ്ധഭൂമിയിൽ ഡിനേറിസിന്റെ ഡ്രാഗണിന് നേരെ വലിയൊരു കൂട്ടം വൈറ്റ് വാക്കേഴ്സ് ഇരച്ചു കയറി. ഡ്രാഗണിന്റെ ശരീരത്തിൽ കയറിയ അവ അതിനെ കത്തികൊണ്ട് തുടരെ കുത്താൻ തുടങ്ങി. വേദന സഹിക്കാൻ കഴിയാതെ ദേഹത്തുള്ള ശവശരീരങ്ങളെ കുഴഞ്ഞെറിഞ്ഞുകൊണ്ട് ഡ്രാഗൺ ആകാശത്തേക്ക് പറന്നുയർന്നു. നിയന്ത്രണം വിട്ട് തറയിൽ വീണ ഡിനേറിസ് വൈറ്റ് വാക്കേഴ്സിന്റെ നടുവിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയി. ആയുധങ്ങളൊന്നുമില്ലാത്ത അവളുടെ നേരെ ഒരു വൈറ്റ് വാക്കർ പാഞ്ഞടുക്കവേ പെട്ടെന്ന് എവിടെ നിന്നോ ചാടി വീണ ജോറ സാം സമ്മാനിച്ച വലേറിയൻ സ്റ്റീൽ വാളുകൊണ്ട് അവരെയെല്ലാം വെട്ടിവീഴ്ത്തി. ഡിനേറിസിന് ചുറ്റും ഒരു സംരക്ഷണ വലയമായി ജോറ നിലയുറപ്പിച്ചു. തനിക്ക് നേരെ വന്ന എല്ലാ ആക്രമണങ്ങളെയും ജോറ ധീരതയോടെ നേരിട്ടു. ഡിനേറിസിനെ സംരക്ഷിക്കുന്നതിനിടയിൽ തന്റെ ശരീരത്തിൽ ഒരുപാട് കുത്തുകളേറ്റിട്ടും അയാൾ വീഴാതെ പൊരുതി നിന്നു. തന്റെ രാജ്ഞിക്ക് വേണ്ടി അവൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ അവസാന ശ്വാസം വരെ ഒരു ഇരുമ്പ് മതിൽ പോലെ അയാൾ അവൾക്ക് മുൻപിൽ നിലയുറപ്പിച്ചു. നൈറ്റ് കിങ്ങിന്റെ അടുത്ത ലക്ഷ്യം ബ്രാൻ ആയിരുന്നു. അവന് കാവൽ നിൽക്കുന്ന തിയോണിന്റെ സംഘത്തിലെ എല്ലാവരെയും അവർ കൊന്നുകഴിഞ്ഞിരുന്നു. ബ്രാനെ കണ്ടെത്തിയ നൈറ്റ് കിങ് അവനു നേരെ നടന്നെടുത്തു. നൈറ്റ് കിങ്ങിനെ ആക്രമിക്കാൻ തുടങ്ങുന്നതിനു മുൻപ് ബ്രാനിനെ നോക്കുന്ന തിയോണിനോട് നീ ഒരു നല്ല മനുഷ്യനാണെന്ന് പറയുന്ന ബ്രാൻ തന്നെ സംരക്ഷിച്ചതിന് അവനോട് നന്ദി പറഞ്ഞു. വൈകാരികമായ ആ നിമിഷത്തിൽ താൻ സ്റ്റാർ കുടുംബത്തോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് ലഭിച്ചു എന്നറിഞ്ഞ സന്തോഷത്തോടെ ഒരു കുന്തവുമായി തിയോൺ നൈറ്റ് കിങ്ങിനെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു. എന്നാൽ ആ കുന്തം പിടിച്ചു വാങ്ങുന്ന നൈറ്റ് കിങ് ഒറ്റ കുത്തിന് അവനെ കൊലപ്പെടുത്തി. തിയോണിനെ കൊന്ന ശേഷം തന്റെ അടുത്തെത്തിയ നൈറ്റ് കിങ്ങിനെ യാതൊരു ഭയവുമില്ലാതെ വളരെ ശാന്തനായാണ് ബ്രാൻ നേരിട്ടത്. ഇതേ സമയം കോട്ടയുടെ പുറത്ത് ജോണും സംഘവും തീർത്തും നിസ്സഹായരായിരുന്നു. വീണ്ടും ജീവൻ വെച്ച നൈറ്റ് കിങ്ങിന്റെ ഡ്രാഗൺ കോട്ടയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം കത്തിച്ചു കളയാൻ തുടങ്ങി. ആ ഡ്രാഗണിന്റെ തീക്ക് മുന്നിൽ തനിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും മരണം ഉറപ്പാണെന്നും തിരിച്ചറിഞ്ഞ ജോൺ അവസാനമായി തന്റെ വാളുപയോഗിച്ച് അതിനെ കൊല്ലാൻ പാഞ്ഞെടുത്തു. മറുവശത്ത് നൈറ്റ് കിങ് ബ്രാനെ കൊല്ലാനായി തന്റെ ഐസ് കൊണ്ടുള്ള ഒരു വലിയ വാൾ പുറത്തെടുക്കാൻ തുടങ്ങി. അടുത്ത നിമിഷം ഇരുട്ടിൽ നിന്നും ചാടി വീണ ആര്യ തന്റെ വലേറിയൻ സ്റ്റീൽ കത്തിക്കൊണ്ട് നൈറ്റ് കിങ്ങിനെ ആക്രമിച്ചു. എന്നാൽ ആര്യയുടെ ആക്രമണം മുൻകൂട്ടി കണ്ട നൈറ്റ് കിങ് മിന്നൽ വേഗത്തിൽ തിരിഞ്ഞ് അവളുടെ കഴുത്തിലും കത്തി പിടിച്ച ഇടത് കൈയിലും മുറുകെ പിടിച്ചു. ശ്വാസം കിട്ടാതെ പിടഞ്ഞ അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി. തോറ്റുപോയി എന്ന് കരുതിയ ആ നിമിഷത്തിൽ അവൾ ഒരു ബുദ്ധി പ്രയോഗിച്ചു. ഇടത് കൈയിൽ പിടിച്ചിരുന്ന ആ കത്തി താഴേക്കിട്ട അവൾ തന്റെ വലത് കൈകൊണ്ട് പിടിച്ചെടുത്ത് നൈറ്റ് കിങ്ങിന്റെ വയറ്റിൽ കുത്തിയിറക്കി. ആ കത്തി ശരീരത്തിൽ കയറിയ നിമിഷം നൈറ്റ് കിങ് ഒരു വലിയ മഞ്ഞുകട്ട പോലെ ആയിരക്കണക്കിന് കഷ്ണങ്ങളായി ചിതറി
പൊട്ടിത്തെറിച്ചു. അയാൾ നശിച്ചതോടെ ഒരു ചീട്ടുകൊട്ടാരം വീഴുന്നത് പോലെ അവിടെയുള്ള ലക്ഷക്കണക്കിന് വൈറ്റ് വാക്കേഴ്സ് എല്ലാവരും ചിതറിത്തെറിച്ചില്ലാതായി. പുറത്ത് ജോണിനെ കൊല്ലാൻ തീ തുപ്പാൻ തുടങ്ങിയ നൈറ്റ് കിങ്ങിന്റെ ഡ്രാഗൺ അവന് മുന്നിൽ ചത്തു വീണു. ആ വലിയ യുദ്ധം അതോടെ അവിടെ അവസാനിച്ചു. മനുഷ്യർ വിജയിച്ചു. യുദ്ധം അവസാനിച്ചെങ്കിലും വിന്റർഫെൽ ഒരുപാട് സങ്കടങ്ങൾക്ക് സാക്ഷിയാവുകയായിരുന്നു. ഡിനേറിസിനെ സംരക്ഷിക്കാൻ ധീരമായി പൊരുതിയ ജോറയുടെ ശരീരത്തിൽ എണ്ണിയാൽ തീരാത്തത്ര മുറിവുകൾ ഉണ്ടായിരുന്നു. രക്തം വാർന്ന് അവശനായ ജോറ പതുക്കെ ആ മഞ്ഞിലേക്ക് കുഴഞ്ഞു വീണു. അവിടേക്ക് ഓടിയെത്തിയ ഡിനേറിസ് ജോറയെ താങ്ങി തന്റെ മടിയിൽ കിടത്തി. അയാളെ ആശ്വസിപ്പിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും തിരിച്ചു ഒരു വാക്കുപോലും പറയാൻ ജോറയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അധികം വൈകാതെ അവളുടെ കയ്യിൽ കിടന്ന് അയാൾ അന്ത്യശ്വാസം വലിച്ചു. സ്വന്തം ജീവനേക്കാൾ തന്നെ സ്നേഹിച്ച, പലതവണ അവഗണിച്ചിട്ടും തനിക്കായി തിരിച്ചുവന്ന തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെ നഷ്ടപ്പെട്ട ഡിനേറിസ് ആ മഞ്ഞിലിരുന്ന് അയാളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഭയാനകമായ ആ നീണ്ട രാത്രിക്ക് ശേഷം വിന്റർഫെല്ലിൽ പ്രഭാതം വന്നെത്തി. എങ്ങും മരിച്ചു വീണ മനുഷ്യരുടെയും ശവശരീരങ്ങളുടെയും കൂമ്പാരങ്ങൾ മാത്രം. ആ ചോര പുരണ്ട യുദ്ധഭൂമിയിലൂടെ കോട്ടയുടെ മുറ്റത്തേക്ക് വന്ന ഡാവോസ് അവിടെ നിൽക്കുന്ന മെലിസാൻഡ്രയെ കണ്ടു. തനിക്ക് സ്വന്തം മകളെ പോലെ ആയിരുന്ന സ്റ്റാനിസിന്റെ മകൾ ഷിറീനെ കൊന്നതിന്റെ പേരിൽ അവളെ പണ്ട് ജോൺ വിന്റർഫെല്ലിൽ നിന്നും നാട് കടത്തിയതായിരുന്നു. അന്ന് അവളെ കൊല്ലാതെ വിട്ടത് ഡാവോസിനെ അസ്വസ്ഥനാക്കിയിരുന്നു. ഇത്തവണ അവളെ കൊല്ലാൻ തന്നെ അയാൾ തീരുമാനിച്ചു. എന്നാൽ ഇത്തവണ അവരെ സഹായിക്കാൻ വന്നപ്പോൾ ഡാവോസിനെ കാണുന്ന മെലിസാൻഡ്ര നാളെ പ്രഭാതമാവുന്നതിനു മുൻപ് ഞാൻ മരിക്കുമെന്നും നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരില്ലെന്നും അയാളോട് പറഞ്ഞിരുന്നു. ഡാവോസ് നോക്കി നിൽക്കെ അവൾ ആ കോട്ടയ്ക്ക് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അവളുടെ ലക്ഷ്യങ്ങളെല്ലാം അവിടെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. തന്റെ ദൈവമായ ലോർഡ് ഓഫ് ദി ലൈറ്റ് തന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം അവൾ ചെയ്തു തീർത്തു. നടന്നു നീങ്ങുന്നതിനിടയിൽ നൂറ്റാണ്ടുകളായി തന്റെ യൗവനം നിലനിർത്തിയിരുന്ന കഴുത്തിൽ കിടക്കുന്ന ആ ചുവന്ന മാന്ത്രികമാല അവൾ ഊരി തറയിലേക്കിട്ടു. അതോടെ മാലയിൽ തിളങ്ങി നിന്നിരുന്ന മാന്ത്രിക പ്രകാശം എന്നേക്കുമായി ഇല്ലാതായി. മാല ഊരിയ നിമിഷം മുതൽ അവൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. മഞ്ഞിലൂടെ ഓരോ ചുവട് വെക്കുമ്പോഴും അവളുടെ ചുവന്ന മുടിയുടെ നിറം നരച്ച് വെള്ളയായി. ശരീരം ചുക്കിച്ചുളിഞ്ഞു. അവളുടെ യൗവനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവൾ തീർത്തും പ്രായം ചെന്ന, അസ്ഥികൾക്ക് യാതൊരു ബലവുമില്ലാത്ത ഒരു വൃദ്ധയായി മാറിക്കൊണ്ടിരുന്നു. ഒടുവിൽ നടക്കാൻ കഴിയാതെ കാലിടറി ആ മഞ്ഞിലേക്ക് അവൾ വീണു. നിമിഷങ്ങൾക്കകം അവിടെ വീശിയടിച്ച കാറ്റിൽ ഒരു പിടി ചാരമായി അവൾ പറന്നകന്നു പോകുന്നത് ഡാവോസ് അത്ഭുതത്തോടെ നോക്കി നിന്നു. യുദ്ധത്തിന്റെ എല്ലാ ബഹളങ്ങളും കെട്ടടങ്ങിയ ശേഷം വിന്റർഫെല്ലിന് പുറത്തെ വലിയ മൈതാനത്തിൽ വൈറ്റ് വാക്കേഴ്സിനോട് പൊരുതി ജീവൻ വെടിഞ്ഞ ആയിരക്കണക്കിന് വീരയോദ്ധാക്കൾക്ക് അന്ത്യോപചാരം നൽകാൻ എല്ലാവരും ഒത്തുകൂടി. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിറഞ്ഞ കണ്ണുകളുമായി അവരെല്ലാവരും അവിടെ നിന്നു. തന്നെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ നൽകിയ ജോറയുടെ ശരീരത്തിനരികിലെത്തിയ ഡിനേറിസ് അയാളോടുള്ള സ്നേഹത്തിന്റെയും ആദരവിന്റെയും സൂചകമായി അയാളുടെ നെറ്റിയിൽ ചുംബിച്ചു. തിയോണിന്റെ ചിതയുടെ അടുത്തെത്തിയ സാൻസ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താൻ ധരിച്ചിരുന്ന സ്റ്റാർക്ക് കുടുംബത്തിന്റെ ചിഹ്നമായ ചെന്നായുടെ പിന്ന് അവന്റെ നെഞ്ചിൽ കുത്തിവെച്ചു. അവൻ എന്നും ഒരു സ്റ്റാർക്ക് ആയിരിക്കുമെന്ന് അവൾ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. ബുദ്ധിമോശം കാരണം സ്റ്റാർക്ക് കുടുംബത്തോട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവന്റെ അവസാന ശ്വാസം വരെ സ്റ്റാർക്ക് കുടുംബത്തെ, പ്രത്യേകിച്ച് തന്റെ സഹോദരൻ ബ്രാനെ രക്ഷിക്കാൻ വേണ്ടി അവൻ കാണിച്ച ധീരത സാൻസയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അതിനുശേഷം ജോൺ അവിടെ കൂടിയിരിക്കുന്നവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ മുന്നോട്ട് വന്നു. മനുഷ്യരാശിയുടെ നിലനിൽപ്പിനായി ജീവൻ നൽകിയ ഈ ധീര യോദ്ധാക്കളെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മൾ മറക്കരുതെന്ന് എല്ലാവരെയും അവൻ ഓർമ്മിപ്പിച്ചു. ഡിനേറിസ്, സാൻസ, ആര്യ, ഗ്രേവം, സാം തുടങ്ങിയ എല്ലാവരും അവനോടൊപ്പം ചേർന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചിതകൾക്ക് തീ കൊളുത്തി. മരിച്ചവർക്കുള്ള തങ്ങളുടെ അവസാനത്തെ കടമയും പൂർത്തിയാക്കി അവർ മരവിച്ച മനസ്സുകളോടെ കോട്ടയ്ക്കുള്ളിലേക്ക് മടങ്ങി. അടുത്ത ദിവസം രാത്രി യുദ്ധം ജയിച്ച സന്തോഷത്തിൽ വിന്റർഫെല്ലിൽ വലിയൊരു വിജയാഘോഷം തന്നെ നടന്നു. മേശകളിൽ രുചികരമായ ഭക്ഷണവും വീഞ്ഞും നിറഞ്ഞിരുന്നു. എല്ലാവരും പാട്ടുപാടിയും നൃത്തം വെച്ചും മദ്യപിച്ചും ആ വലിയ വിജയം ആഘോഷിക്കുകയാണ്. ഹൗണ്ടിനോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ജെൻട്രി അയാളോട് ആര്യയെ അന്വേഷിച്ചു. അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് മനസ്സിലാക്കിയ ഹൗണ്ട് അത് പറഞ്ഞ് അവനെ പരിഹസിച്ചെങ്കിലും അവൻ അവളെ അന്വേഷിച്ച് പുറത്തേക്ക് പോകാനൊരുങ്ങി. പെട്ടെന്ന് ഡിനേറിസ് ജെൻട്രിയെ തന്റെ അടുത്തേക്ക് വിളിച്ചു. തന്റെ കുടുംബത്തെ ഇല്ലാതാക്കി അധികാരത്തിൽ വന്ന റോബർട്ട് ബറാത്തിയന്റെ മകനാണ് ജെൻട്രി എന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിനേറിസ് അവനെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന ഭയത്തോടെയാണ് എല്ലാവരും ആ നിമിഷം അവളെ നോക്കിയത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡിനേറിസ് അവിടെ ഒരു പ്രഖ്യാപനം നടത്തി. അവിഹിത ബന്ധത്തിൽ ജനിച്ചതുകൊണ്ട് സ്വന്തമായി ഒരു പേര് പോലും ഇല്ലാത്ത അവനെ ഔദ്യോഗികമായി റോബർട്ട് ബറാത്തിയന്റെ മകനായി പ്രഖ്യാപിക്കുകയും ബറാത്തിയൻ കുടുംബത്തിന്റെ നാടായ സ്റ്റോം സെന്റിന്റെ പുതിയ പ്രഭുവായി നിയമിക്കുകയും ചെയ്തു. അതോടെ കിങ്സ് ലാൻഡിംഗിന്റെ തെരുവുകളിൽ തന്റെ അച്ഛന്റെ ശത്രുക്കളെ ഭയന്ന് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും വളർന്ന ആ പയ്യൻ ജെൻട്രി ബറാത്തിയൻ എന്ന പ്രഭുവായി മാറി.
ഇത് കേട്ട ഡാവോസും ജോണും ഉൾപ്പെടെ എല്ലാവരും സന്തോഷത്തോടെ അവനുവേണ്ടി കൈയടിച്ചു. ഡിനേറിസ് ഒരു രാജ്ഞി എന്ന നിലയിൽ തന്റെ അധികാരം ഉറപ്പിക്കുകയും അതോടൊപ്പം വിശ്വസ്തനായ ഒരു പ്രഭുവിനെ ഒപ്പം നിർത്തുകയുമായിരുന്നു അതിലൂടെ ചെയ്തത്. ഹാളിന്റെ മറ്റൊരു വശത്ത് ടിറിയനും ജെയ്മിയും ബ്രിയാനും പോഡ്രിക്കും ചേർന്ന് രസകരമായൊരു ഗെയിം കളിക്കുകയായിരുന്നു. അതിനിടയിൽ ബ്രിയാൻ ഒരു കന്യകയാണെന്ന് ടിറിയൻ കളിയാക്കി പറഞ്ഞത് അവളിൽ വലിയ നാണക്കേടുണ്ടാക്കി. താൻ രഹസ്യമായി സ്നേഹിക്കുന്ന ജെയ്മിയുടെ മുന്നിൽ വെച്ചുണ്ടായ ഈ അപമാനത്തിൽ മനം നൊന്ത് അവൾ വേഗത്തിൽ തന്റെ മുറിയിലേക്ക് പോയി. ബ്രിയാനെ സ്നേഹിച്ചിരുന്ന ടോമുണ്ട് ഇതെല്ലാം കണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ തുനിഞ്ഞെങ്കിലും ജെയ്മി അവനെ തടഞ്ഞ് അവളുടെ മുറിയിലേക്ക് പോയി. ബ്രിയാന് ജെയ്മിയോടാണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കി നിരാശനായ ടോമുണ്ട് സങ്കടം മറക്കാനായി കയ്യിലുണ്ടായിരുന്ന വീഞ്ഞു മുഴുവൻ ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു. ഇതേ സമയം മുറിയിൽ സങ്കടത്തോടെ നിന്ന് ബ്രിയാനെ ജെയ്മി ചെന്ന് ആശ്വസിപ്പിച്ചു. അവിടെ വെച്ച് അവർക്കിടയിലെ ആഴത്തിലുള്ള സൗഹൃദം പ്രണയമായി മാറുകയും അവർ ശാരീരികമായി ഒന്നിക്കുകയും ചെയ്തു. എന്നാൽ ആഘോഷങ്ങൾക്കിടയിൽ ഹാളിൽ നടന്ന മറ്റൊരു കാര്യം ഡിനേറിസിന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. ടോമുണ്ട് ഉൾപ്പെടെയുള്ള നോർത്തിലെ ആളുകൾ മുഴുവൻ ജോണിനെ ഒരു നായകനായി സ്നേഹിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നത് അവൾ ശ്രദ്ധിച്ചു. മരണത്തിൽ നിന്നും തിരിച്ചു വന്നവനും ഒരു ഡ്രാഗണിന്റെ പുറത്തു കയറി യുദ്ധം ചെയ്യാൻ ധൈര്യം കാണിച്ചവനുമായ ഒരു രാജാവിന് മാത്രമേ തങ്ങളെ നയിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് അവർ ജോണിനെ വാനോളം പുകഴ്ത്തി. ആളുകൾക്ക് ജോണിനോടുള്ള ആ വലിയ സ്നേഹവും ബഹുമാനവും കണ്ടപ്പോൾ ഡിനേറിസിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം തോന്നി. തന്റെ പകുതി സൈന്യത്തെയും ഒരു ഡ്രാഗണിനെയും നഷ്ടപ്പെടുത്തി നോർത്തിനെ രക്ഷിച്ചിട്ടും അവർ തന്നോട് സ്നേഹം കാണിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി വിഷമിച്ച അവൾ തന്റെ മുറിയിലേക്ക് പോയി. ഇതിനിടയിൽ സ്റ്റോം സെന്റിന്റെ പ്രഭുവായ സന്തോഷത്തിൽ ആര്യയെ കാണുന്ന ജെൻട്രി അവളോട് തന്റെ സ്നേഹം തുറന്നു പറയുകയും തന്റെ കൂടെ ഭാര്യയായി വരണമെന്നും ആവശ്യപ്പെട്ടു. അവനെ ചുംബിച്ചുകൊണ്ട് സ്റ്റോം സെന്റിന് നീ നല്ലൊരു ഭരണാധികാരിയായിരിക്കുമെന്ന് പറയുന്ന ആര്യ ഒരു പ്രഭുവിന്റെ ഭാര്യയാവാൻ തനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് അവന്റെ സ്നേഹം നിരസിച്ചു. വിജയാഘോഷങ്ങൾക്ക് ശേഷം തന്റെ മുറിയിൽ തനിച്ചിരിക്കുകയായിരുന്ന ജോണിനെ കാണാൻ ഡിനേറിസ് വന്നു. അവളുടെ മുഖത്ത് സങ്കടവും ഭയവും ഉണ്ടായിരുന്നു. വിന്റർഫെല്ലിലെ ആളുകൾ ജോണിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും ഒരു നായകനെ പോലെയും രാജാവിനെ പോലെയുമാണ് അവർ അവനെ കാണുന്നതെന്നും പറയുന്ന അവൾ വെസ്റ്ററോസിന്റെ സിംഹാസനത്തിന് തന്നേക്കാൾ അർഹനായ അവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമോ എന്ന ഭയം അവനോട് പങ്കുവച്ചു. തനിക്ക് സിംഹാസനം വേണ്ടെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും അവളുടെ ഭയം മാറിയില്ല. തന്റെ അച്ഛന്റെ സഹോദരിയാണ് താൻ പ്രണയിക്കുന്ന ഡിനേറിസ് എന്ന സത്യവും അവനെ അലട്ടിയിരുന്നു. ജോൺ യഥാർത്ഥത്തിൽ വെസ്റ്ററോസിന്റെ രാജാവാകേണ്ട എയ്ഗോൺ ടാർഗേറിയൻ ആണെന്ന രഹസ്യം പുറത്തറിഞ്ഞാൽ ആളുകൾ തനിക്കെതിരെ തിരിയുമെന്നും സിംഹാസനത്തിലുള്ള തന്റെ അവകാശം എന്നേക്കുമായി ഇല്ലാതാകുമെന്നും അറിയാമായിരുന്ന ഡിനേറിസ് ഈ രഹസ്യം ആരോടും പറയരുതെന്നും ഇതറിയാവുന്ന സാമിനോടും ബ്രാനിനോടും ഈ സത്യം ഒരിക്കലും പുറത്തു പറയരുതെന്ന് പറയാനും അവനോട് ആവശ്യപ്പെട്ടു. വെസ്റ്ററോസിന്റെ സിംഹാസനം തനിക്ക് വേണ്ടെന്നും തന്റെ രാജ്ഞിയെന്നും ഡിനേറിസ് തന്നെയാണെന്നും ഉറപ്പിച്ചു പറയുന്ന ജോൺ പക്ഷെ തന്റെ സഹോദരിമാരായ ആര്യയോടും സാൻസയോടും ഈ സത്യം മറച്ചുവെക്കാൻ തനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞു. സാൻസയ്ക്ക് തന്നോട് ഒട്ടും താല്പര്യമില്ലെന്നും ജോൺ ആണ് സിംഹാസനത്തിന്റെ യഥാർത്ഥ അവകാശി എന്നറിഞ്ഞാൽ അത് തന്നെ അധികാരത്തിൽ നിന്നും താഴെയിറക്കാനുള്ള ആയുധമായി സാൻസ ഉപയോഗിക്കുമെന്നും അവൾ മുന്നറിയിപ്പ് നൽകി. ഈ സത്യം നാം രണ്ടുപേർക്കുമിടയിൽ ഒരു രഹസ്യമായി വെച്ചാൽ മാത്രമേ നമുക്കൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയൂ എന്ന് ഡിനേറിസ് ആവർത്തിച്ചു പറഞ്ഞു. പക്ഷെ ജോൺ തന്റെ തീരുമാനത്തിൽ നിന്നും മാറാൻ തയ്യാറായില്ല. ജോണിന്റെ ആ പിടിവാശി കണ്ട് ഡിനേറിസിന് ദേഷ്യവും സങ്കടവും വന്നു. താൻ പറയുന്നതാണ് ശരിയെന്നും ഇത് വളരെ വലിയൊരു നാശത്തിലേക്കാണ് നമ്മെ നയിക്കാൻ പോകുന്നതെന്നും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അവൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ സെർസിയെ ആക്രമിച്ച് കിങ്സ് ലാൻഡിംഗ് കീഴടക്കി വെസ്റ്ററോസിന്റെ അധികാരം പിടിച്ചെടുക്കാനുള്ള ചർച്ചകൾ വിന്റർഫെല്ലിൽ ആരംഭിച്ചു. സെർസി അയൺ ബാങ്കിന്റെ സഹായത്തോടെ നേടിയ 20,000 സൈനികരെയും യൂറോൺ ഗ്രേജോയുടെ നാവികസേനയും അണിനിരത്തി യുദ്ധത്തിന് സജ്ജയായി നിൽക്കുകയാണെന്ന് അവർക്ക് വിവരം ലഭിച്ചിരുന്നു. ജീവൻ തിരികെ കിട്ടിയതിന്റെ ആശ്വാസത്തിൽ നിൽക്കുന്ന നോർത്തിലെ പടയാളികൾക്ക് വിശ്രമം നൽകാതെ എത്രയും പെട്ടെന്ന് കിങ്സ് ലാൻഡിംഗിലെത്തി തന്റെ സിംഹാസനം പിടിച്ചെടുക്കണമെന്ന വാശിയായിരുന്നു ഡിനേറിസിന്. എന്നാൽ സാൻസ ഇതിനെ ശക്തമായി എതിർത്തു. നൈറ്റ് കിങ്ങിനോട് പൊരുതിയ നമ്മുടെ സൈന്യത്തിന് വലിയ ക്ഷീണമുണ്ടെന്നും മുറിവേറ്റ അവർക്ക് കുറച്ചുനാൾ കൂടി വിശ്രമം നൽകിയ ശേഷം മാത്രമേ അടുത്ത യുദ്ധത്തിന് തയ്യാറെടുക്കാൻ സാധിക്കൂ എന്നും അവൾ പറഞ്ഞു. താൻ നോർത്തിനെ സംരക്ഷിക്കാൻ വന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങളൊക്കെ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നതെന്നും ആ ഉപകാരം മറന്ന് തന്റെ കൽപ്പനകളെ ധിക്കരിക്കുകയാണോ എന്നും ഇത് കേട്ട ഡിനേറിസ് അവളോട് ചോദിച്ചു. അവർ തമ്മിലുള്ള തർക്കം മൂത്തപ്പോൾ ജോൺ ഇടപെട്ടു. നോർത്തിലെ സൈന്യം എപ്പോഴും വാക്കുപാലിക്കുന്നവരാണെന്നും അവർ തങ്ങളുടെ രാജ്ഞിയായ ഡിനേറിസ് എന്ത് കൽപ്പിച്ചാലും അത് അനുസരിക്കുമെന്നും അവൻ പറഞ്ഞു. ജോൺ ഡിനേറിസിനെ പിന്തുണച്ചത് സാൻസയ്ക്കും ആര്യയ്ക്കും ഇഷ്ടമായില്ല. ഡ്രാഗണുകളെ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് കിങ്സ് ലാൻഡിംഗ് പിടിച്ചെടുക്കുക എന്നതായിരുന്നു ഡിനേറിസിന്റെ പദ്ധതി. എന്നാൽ ഡിനേറിസ് തന്റെ ഡ്രാഗണുകളെ ഉപയോഗിച്ച് കിങ്സ് ലാൻഡിംഗ് മുഴുവൻ ചുട്ടരിച്ചാൽ ആളുകൾ അവളെ തന്റെ അച്ഛനായ മാഡ് കിങ്ങിനെ പോലെ ഭ്രാന്തിയായ ഒരു രാജ്ഞിയായി മാത്രമേ കാണുകയുള്ളൂ എന്ന് ടിറിയനും വാരിസും അവൾക്ക് മുന്നറിയിപ്പ് നൽകി. അതിനാൽ നഗരം ചുട്ടുചാമ്പലാക്കാതെ നിരപരാധികളായ ജനങ്ങളെ കൊല്ലാതെ സെർസിയെ സിംഹാസനത്തിൽ നിന്നും താഴെയിറക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. അതിനായി അവർ തങ്ങളുടെ
സൈന്യത്തെ രണ്ടായി തിരിക്കാൻ തീരുമാനിച്ചു. നൈറ്റ് കിങ്ങിനോട് പൊരുതി ബാക്കിയായ നോർത്തിലെ സൈന്യത്തെയും പകുതിയോളം അൺസല്ലീഡ് ദോത്രാക്കി പടയാളികളെയും നയിക്കാനുള്ള ചുമതല ജോണും ഡാവോസും ഏറ്റെടുത്തു. അവർ വിന്റർഫെല്ലിൽ നിന്നും കിങ്സ് റോഡിലൂടെ കിങ്സ് ലാൻഡിംഗിലേക്ക് കാൽനടയായി യാത്ര തിരിക്കും. കുതിരകൾക്കും സൈന്യത്തിനും ആവശ്യമായ വിശ്രമം നൽകി 2 ആഴ്ചയോളം സമയമെടുത്തായിരിക്കും അവർ അവിടെ എത്തുക. ഇതേ സമയം ഡിനേറിസും ടിറിയനും ബാക്കിയുള്ള പടയാളികളുമായി കപ്പലുകളിൽ ഡ്രാഗൺ സ്റ്റോണിലേക്ക് യാത്ര തിരിക്കും. ആർക്കും പെട്ടെന്ന് ആക്രമിക്കാൻ കഴിയാത്ത ഡ്രാഗൺ സ്റ്റോണിൽ തങ്ങളുടെ താവളം ഉറപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. 2 ആഴ്ചകൾക്ക് ശേഷം ജോണിന്റെ സൈന്യം കിങ്സ് ലാൻഡിംഗിന്റെ അടുത്തെത്തുമ്പോൾ അവർ ഒന്നിച്ച് കിങ്സ് ലാൻഡിംഗ് കോട്ടയെ 4 പാടി നിന്നും പൂർണ്ണമായും വളയും. ഡ്രാഗണുകളെ ഉപയോഗിച്ച് നഗരത്തെ ആക്രമിക്കുന്നതിനു പകരം പുറത്തുനിന്നും കിങ്സ് ലാൻഡിംഗിലേക്കുള്ള ഭക്ഷണവും വെള്ളവും അവർ തടയും. ആ വലിയ നഗരത്തിലേക്കുള്ള ചരക്കു ഗതാഗതം പൂർണ്ണമായും ഇല്ലാതാക്കും. ദിവസങ്ങൾ കഴിയുന്തോറും നഗരത്തിൽ ഭക്ഷണത്തിന് ക്ഷാമം വരും. വിശപ്പും ദാരിദ്ര്യവും സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ കിങ്സ് ലാൻഡിംഗിലെ ജനങ്ങൾ തങ്ങളെ പട്ടിണിക്കിടുന്ന സേഴ്സിക്കെതിരെ തിരിയുമെന്നും ആ ജനകീയ പ്രക്ഷോഭം സേഴ്സിയെ കീഴടങ്ങാൻ നിർബന്ധിതയാക്കുമെന്നും ടിറിയൻ കണക്കുകൂട്ടി. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനും സിംഹാസനം പിടിച്ചടക്കാനുമായി വളരെ ബുദ്ധിപൂർവ്വം അവർ മെനഞ്ഞെടുത്ത ഒരു തന്ത്രമായിരുന്നു അത്. മീറ്റിംഗിന് ശേഷം വിന്റർഫെല്ലിലെ ഗോഡ്സ്വുഡിലെ ആ വലിയ മരത്തിനു ചുവട്ടിൽ ജോൺ, ആര്യ, സാൻസ, ബ്രാൻ എന്നിവർ മാത്രം രഹസ്യമായി ഒത്തുകൂടി. ഡിനേറിസിനെ തങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ലെന്ന് അവനോട് തുറന്നു പറയുന്ന ആര്യയും സാൻസയും തങ്ങളുടെ സഹോദരനായ ജോൺ പുറത്തുനിന്ന് വന്ന ഒരു രാജ്ഞിക്ക് ഇത്രയധികം വിധേയപ്പെടുന്നതിലെ സങ്കടം അവനോട് പങ്കുവച്ചു. വൈറ്റ് വാക്കേഴ്സിനെ തോൽപ്പിക്കാൻ അവളുടെ സൈന്യത്തെ നമുക്ക് ആവശ്യമായിരുന്നുവെന്നും അതിന് നമ്മൾ അവളോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും ആര്യ സമ്മതിച്ചു. എങ്കിലും അവളെ ഒരു രാജ്ഞിയായി ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് ആര്യ വ്യക്തമാക്കി. നമ്മൾ 4 പേരും മാത്രമാണ് ഇപ്പോൾ സ്റ്റാ കുടുംബത്തിൽ അവശേഷിക്കുന്നതെന്നും നമ്മൾ എപ്പോഴും ഒരുമിച്ച് നിൽക്കണമെന്നും അവൾ അവനെ ഓർമ്മിപ്പിച്ചു. ഇത് കേൾക്കുന്ന ജോൺ താൻ ഒരിക്കലും ഒരു സ്റ്റാക്ക് ആയിരുന്നില്ല എന്ന സത്യം അവരോട് പറഞ്ഞു. നെഡ് സ്റ്റാക്കിന്റെ ജാരസന്തതി ആയതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിച്ച സാൻസ തങ്ങൾക്കത് പ്രശ്നമല്ലെന്നും നിന്റെ അമ്മ ആരായാലും നീ എപ്പോഴും നെഡ് സ്റ്റാക്കിന്റെ മകനും ഞങ്ങളുടെ സ്വന്തം സഹോദരനുമാണെന്നും അവനെ ആശ്വസിപ്പിച്ചു. എന്നാൽ താൻ പറയാൻ പോകുന്ന രഹസ്യം ലോകത്ത് മറ്റാരോടും ഒരിക്കലും പറയില്ലെന്ന് ജോൺ അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. ശേഷം ബ്രാനിനോട് ആ രഹസ്യം അവരോട് പറയാൻ ജോൺ ആവശ്യപ്പെട്ടു. ജോൺ സ്നോ നെഡ് സ്റ്റാക്കിന്റെ ജാരസന്തതി അല്ലെന്നും മറിച്ച് റെയ്ഗ ടാർഗേറിയന്റെയും നെഡിന്റെ സഹോദരി ലിയാന സ്റ്റാക്കിന്റെയും മകനാണെന്ന സത്യം അവൻ അവരോട് പറഞ്ഞു. വെസ്റ്ററോസിലെ സിംഹാസനത്തിന്റെ യഥാർത്ഥ അവകാശിയായ ഏഗോൺ ടാർഗേറിയനാണ് ജോൺ എന്ന ആ വലിയ സത്യം കേട്ട് ആര്യയും സാൻസയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു. അതേസമയം വിന്റർഫെല്ലിലെ ഒരു മുറിയിൽ ടിറിയനും ജെയ്മിയും യുദ്ധത്തിന്റെ ബാക്കി പത്രങ്ങളെക്കുറിച്ചും സേഴ്സിയെക്കുറിച്ചും സംസാരിക്കുന്നതിനിടയിൽ തന്റെ സഹോദരന്മാരെ കൊല്ലാൻ സേഴ്സി അയച്ച ബ്രോൺ അപ്രതീക്ഷിതമായി അവിടേക്ക് കടന്നു വന്നു. അയാളുടെ കയ്യിൽ ജോഫ്രി ഉപയോഗിച്ചിരുന്ന ടൈവൻ ലാനിസ്റ്ററെ കൊല്ലാൻ ടിറിയൻ ഉപയോഗിച്ച ആ ക്രോസ്ബോ ഉണ്ടായിരുന്നു. നിങ്ങളെ 2 പേരെയും വകവരുത്താൻ സേഴ്സി തന്നെയാണ് തന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതെന്ന് അവരോട് പറയുന്ന ബ്രോൺ അതിനായി അവൾ തനിക്ക് ഒരു വണ്ടി നിറയെ സ്വർണവും റിവറൺ കോട്ടയും വാഗ്ദാനം ചെയ്ത കാര്യവും അവരോട് പറഞ്ഞു. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ ബ്രോൺ തയ്യാറായി നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ കൊല്ലാൻ ആരെന്ത് പ്രതിഫലം തന്നാലും അതിന്റെ ഇരട്ടി തരുമെന്ന തന്റെ പഴയൊരു വാഗ്ദാനം ടിറിയൻ ബ്രോണിനെ ഓർമ്മിപ്പിച്ചു. അങ്ങനെയെങ്കിൽ വെസ്റ്ററോസിലെ ഏറ്റവും സമ്പന്നമായ ഹൈഗാർഡൻ പ്രവിശ്യ തന്നെ തനിക്ക് വേണമെന്ന് ബ്രോൺ ആവശ്യപ്പെട്ടു. തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേറെ വഴിയില്ലാത്തതിനാൽ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ഹൈഗാർഡൻ അവനു നൽകാമെന്ന് ടിറിയനും ജെയ്മിയും സമ്മതിച്ചു. ഇതേസമയം വിന്റർഫെല്ലിലെ യുദ്ധവിജയത്തിന്റെ ആഘോഷങ്ങളിലൊന്നും പങ്കുചേരാതെ ഹൗണ്ട് തന്റെ കുതിരപ്പുറത്ത് കിങ്സ് ലാൻഡിംഗിലേക്ക് യാത്ര തിരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അയാളോടൊപ്പം കിങ്സ് ലാൻഡിംഗിലേക്കുള്ള യാത്രയിൽ ആര്യയും ചേർന്നു. പോകുന്ന വഴി അപകടം പിടിച്ചതാണെന്നും ഇനിയൊരു മടങ്ങിവരവുണ്ടാകില്ലെന്നും ഹൗണ്ട് അവളെ ഉപദേശിച്ചെങ്കിലും തനിക്ക് തിരിച്ചുവരാൻ താല്പര്യമില്ല എന്നായിരുന്നു അവളുടെ മറുപടി. തന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരിയായ സേഴ്സിയെ കൊന്നു പകരം വീട്ടാനാണ് ആര്യ പോകുന്നതെങ്കിൽ തന്റെ കുട്ടിക്കാലവും ജീവിതവും നശിപ്പിച്ച സഹോദരൻ മൗണ്ടനെ കൊല്ലാനാണ് ഹൗണ്ട് പോകുന്നത്. അതേസമയം ജോൺ യഥാർത്ഥത്തിൽ ഏഗോൺ ടാർഗേറിയൻ ആണെന്ന സത്യം സാൻസയുടെ മനസ്സിൽ വലിയൊരു കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചത്. ആരോടും ഈ രഹസ്യം പറയില്ലെന്ന് അവൾ ജോണിനോട് സത്യം ചെയ്തിരുന്നുവെങ്കിലും വെസ്റ്ററോസിന്റെ ഭാവി എന്താകുമെന്ന ചിന്ത അവളെ വല്ലാതെ അലട്ടി. ക്രൂരതയ്ക്ക് പേരുകേട്ട ടാർഗേറിയൻ രക്തമുള്ള ഡിനേറിസ് രാജ്ഞിയാകുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് വെസ്റ്ററോസിലെ ജനങ്ങൾക്ക് പ്രിയങ്കരനായ നീതിമാനായ ജോൺ സിംഹാസനത്തിൽ ഇരിക്കുന്നതാണെന്ന് സാൻസ ഉറച്ചു വിശ്വസിച്ചു. ഡിനേറിസിനെ ഭയത്തോടെ മാത്രമേ ജനങ്ങൾ കാണുകയുള്ളൂ, എന്നാൽ ജോണിനെ അവർ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അനുസരിക്കും. ഈ ഒരു ചിന്തയിൽ തന്റെ സഹോദരന്റെ ജീവനും നോർത്തിന്റെ സുരക്ഷയ്ക്കും വേണ്ടി അവൾ ആ സത്യം ടിറിയനോട് പറഞ്ഞു. ഇതേ സമയം ഡിനേറിസിനൊപ്പം യുദ്ധത്തിന് കിങ്സ് ലാൻഡിംഗിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുന്ന ജോൺ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് യാത്ര ചോദിച്ചു. വൈറ്റ് വാക്കേഴ്സ് എന്ന ഭീഷണി ഇല്ലാതായതുകൊണ്ട് തങ്ങളുടെ യഥാർത്ഥ വാസസ്ഥലമായ മതിലിനപ്പുറത്തേക്ക് മടങ്ങാനാണ് തന്റെയും സംഘത്തിന്റെയും തീരുമാനമെന്ന് വൈൽഡിങ്സിന്റെ നേതാവായ ടോമുണ്ട് ജോണിനോട് പറഞ്ഞു. അവിടെ വെച്ച് തന്റെ ഏറ്റവും വിശ്വസ്തനായ നിരവധി യുദ്ധങ്ങളിൽ തനിക്കൊപ്പം നിന്ന ഡയവൂൾഫായ ഗോസ്റ്റിനെ ജോൺ ടോമുണ്ടിനെ ഏൽപ്പിച്ചു. ഒന്ന് തലോടുക പോലും ചെയ്യാതെ ഗോസ്റ്റിനെ
ഗോസ്റ്റിനെ അവിടെ ഉപേക്ഷിച്ച് ജോൺ നടന്നു നീങ്ങുമ്പോൾ അവിടെ വലിയൊരു അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. സ്റ്റാർക്ക് കുടുംബത്തിന്റെ ചിഹ്നമാണ് ഡയർവോൾഫ്. ഗോസ്റ്റിനെ ഉപേക്ഷിക്കുന്നതിലൂടെ ജോൺ തന്നിലെ സ്റ്റാർക്ക് ഐഡന്റിറ്റിയെ കൂടെയാണ് അവിടെ ഉപേക്ഷിക്കുന്നത്. തുടർന്ന് ജോൺ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സാമിനോടും ഗില്ലിയോടും യാത്ര ചോദിക്കാനെത്തി. ഗില്ലി ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത അവർ ജോണിനെ അറിയിച്ചു. ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണാണെങ്കിൽ അവന് ജോൺ എന്ന് പേരിടാനാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് ഗില്ലി പറഞ്ഞപ്പോൾ ജോണിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. നീ എന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞ് സാമിനെ കെട്ടിപ്പിടിച്ച് യാത്ര ചോദിക്കുമ്പോൾ ഇനിയൊരു മടങ്ങിവരവുണ്ടാകുമോ എന്ന ആശങ്ക ജോണിന്റെയും സാമിന്റെയും മുഖത്ത് പ്രകടമായിരുന്നു. തന്റെ ഭൂതകാലത്തെയും പ്രിയപ്പെട്ടവരെയും തന്റെ സ്വന്തം വീടായ വിന്റർഫെല്ലിൽ ഉപേക്ഷിച്ച് രക്തരൂക്ഷിതമായ ഒരു യുദ്ധം കാത്തിരിക്കുന്ന കിങ്സ് ലാൻഡിംഗിലേക്ക് ജോൺ തന്റെ യാത്ര ആരംഭിച്ചു. അപ്പോഴേക്കും അവശേഷിക്കുന്ന തന്റെ നാവികസേനയുമായി ഡിനേറസും സംഘവും ഡ്രാഗൺ സ്റ്റോണിലേക്കുള്ള യാത്രയിലായിരുന്നു. കപ്പലിൽ വെച്ച് സാൻസയിൽ നിന്നും അറിഞ്ഞ ആ രഹസ്യം ടിറിയൻ വാരിസുമായി പങ്കുവച്ചു. ജോൺ ആണ് സിംഹാസനത്തിന്റെ യഥാർത്ഥ അവകാശിയായ എയ്ഗോൺ ടാർഗേറിയൻ എന്ന സത്യം വാരിസിന്റെ ചിന്തകളെയും ലക്ഷ്യങ്ങളെയും അപ്പാടെ മാറ്റിമറിച്ചു. ഡിനേറസിന്റെ മുൻകോപവും അവളുടെ അച്ഛനെ പോലെ തന്നെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ശത്രുക്കളെ മുഴുവൻ ചുട്ടരിക്കാനുള്ള അവളുടെ തീരുമാനങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന വാരിസ് വെസ്റ്ററോസിലെ ജനങ്ങൾക്ക് പ്രിയങ്കരനായ നീതിമാനും അധികാരത്തോട് യാതൊരു ആർത്തിയുമില്ലാത്ത ജോൺ ആണ് സമാധാനപരമായ ഒരു ഭരണത്തിന് ഏറ്റവും യോഗ്യനെന്ന് ടിറിയനോട് പറഞ്ഞു. താൻ എക്കാലവും സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും നാടിന്റെ നന്മയ്ക്കായി ഡിനേറസിനെ ചതിക്കാൻ പോലും താൻ തയ്യാറാണെന്നും വാരിസ് വ്യക്തമാക്കി. ഡിനേറസിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്ന ടിറിയൻ വാരിസിന്റെ ആ തീരുമാനത്തെ ശക്തമായി എതിർത്തു. ഇതേസമയം ശാന്തമായ കടലിന്റെ മുകളിലൂടെ ഡ്രോഗോണിന്റെ പുറത്ത് ഡ്രാഗൺ സ്റ്റോൺ ലക്ഷ്യമാക്കി പറക്കുകയാണ് ഡിനേറിസ്. രണ്ടാമത്തെ ഡ്രാഗണായ റെയ്ഗലും അവൾക്കൊപ്പം തന്നെയുണ്ട്. പെട്ടെന്നാണ് ആ ശാന്തതയെ ഭേദിച്ചുകൊണ്ട് എവിടെ നിന്നോ വന്ന ഒരു വലിയ കുന്തം റെയ്ഗലിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറിയത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഡിനേറിസിന് മനസ്സിലാകുന്നതിനു മുൻപ് തന്നെ രണ്ടാമത്തെ കുന്തം റെയ്ഗലിന്റെ ചിറകിലും മൂന്നാമത്തെ കുന്തം അവന്റെ കഴുത്തിലും തറച്ചു കയറി. ചോര വാർന്ന് ദയനീയമായി നിലവിളിച്ചുകൊണ്ട് റെയ്ഗൽ എന്ന ആ ഭീമൻ ഡ്രാഗൺ ജീവൻ നഷ്ടപ്പെട്ട് കടലിന്റെ ആഴങ്ങളിലേക്ക് വീണു. ഒരു നിമിഷത്തെ ഞെട്ടലിനും സങ്കടത്തിനും ശേഷം ഡിനേറിസ് താഴേക്ക് നോക്കിയപ്പോഴാണ് പാറക്കെട്ടുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന യൂറോൺ ഗ്രേജോയുടെ കൂറ്റൻ കപ്പൽപ്പടയെ അവൾ കണ്ടത്. ഡ്രാഗണുകളെ കൊല്ലാൻ വേണ്ടി സേഴ്സിയുടെ നിർദ്ദേശപ്രകാരം കൈബൺ പ്രത്യേകം ഡിസൈൻ ചെയ്ത സ്കോർപിയോൺ എന്ന ആയുധങ്ങളായിരുന്നു ആ കപ്പലുകളിൽ നിറയെ ഉണ്ടായിരുന്നത്. തന്റെ ഡ്രാഗണിനെ കൊന്നവരോടുള്ള അടങ്ങാത്ത ദേഷ്യത്തോടെ അവരെ ചുട്ടരിക്കാനായി ഡിനേറിസ് യൂറോണിന്റെ കപ്പലുകൾക്ക് നേരെ പാഞ്ഞടുത്തു. എന്നാൽ യൂറോണിന്റെ കപ്പലുകളിൽ നിരത്തിവെച്ചിരിക്കുന്ന ആ വലിയ ആയുധങ്ങളുടെ എണ്ണം ഡിനേറിസ് അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അവളുടെ ഡ്രാഗണിന് നേരെയും അമ്പുകൾ തൊടുക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ അവസാനത്തെ ഡ്രാഗണെ കൂടി തനിക്ക് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഡിനേറിസിന് നിസ്സഹായതയോടെ കണ്ണീരോടെ പിന്തിരിഞ്ഞു പറക്കേണ്ടി വന്നു. ഡിനേറിസ് പിൻവാങ്ങിയതോടെ യൂറോണിന്റെ സേന അവരുടെ ശ്രദ്ധ ഡിനേറിസിന്റെ കപ്പലുകൾക്ക് നേരെ തിരിച്ചു. സ്കോർപിയോണിൽ നിന്നുള്ള വലിയ കുന്തങ്ങൾക്ക് മുന്നിൽ ഡിനേറിസിന്റെ കപ്പലുകൾ തകർന്ന് തരിപ്പണമായി. ഒരുപാട് അൺസല്ലിഡ് സൈനികർ കടലിൽ വീണു മരിച്ചു. കഷ്ടിച്ച് ജീവൻ തിരിച്ചു കിട്ടിയ ഗ്രേവേമും ടിറിയനും അടക്കമുള്ളവർ ഡ്രാഗൺ സ്റ്റോണിന്റെ തീരത്തേക്ക് നീന്തിക്കയറി. എന്നാൽ തീരത്തെത്തിയ ഉടനെ ഗ്രേവേം തന്റെ പ്രണയിനിയായ മിസാണ്ടയെ തിരഞ്ഞെങ്കിലും അവളെ അവിടെയെങ്ങും കണ്ടെത്താനായില്ല. ഡിനേറിസിനെ മാനസികമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട തോഴിയും വിശ്വസ്തയുമായ മിസാണ്ടയെ യൂറോൺ തടവുകാരിയായി പിടിച്ച് സേഴ്സിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിരുന്നു. കിങ്സ് ലാൻഡിംഗ് പിടിച്ചെടുക്കാനുള്ള യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് തന്നെ ഡിനേറിസിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഡ്രാഗൺ സ്റ്റോണിലെ ഈ അപ്രതീക്ഷിത ആക്രമണം. ഡ്രാഗൺ സ്റ്റോണിലെ വിജയത്തിന് ശേഷം യൂറോൺ അഭിമാനത്തോടെ കിങ്സ് ലാൻഡിംഗിലേക്ക് മടങ്ങിയെത്തി. അവൻ ഡിനേറിസിന്റെ രണ്ടാമത്തെ ഡ്രാഗണിനെ കൊന്നതും കപ്പലുകൾ തകർത്തതും സേഴ്സിക്ക് വലിയ ആത്മവിശ്വാസം നൽകി. ഡിനേറിസ് ഡ്രാഗണുമായി കൊട്ടാരം ആക്രമിക്കാൻ വന്നാൽ അവളെ നേരിടാനായി സേഴ്സി വളരെ ക്രൂരമായ ഒരു തന്ത്രം മെനഞ്ഞു. കിങ്സ് ലാൻഡിംഗിലെ കൊട്ടാരമായ റെഡ് കീപ്പിന്റെ വാതിലുകൾ അവൾ സാധാരണ ജനങ്ങൾക്കായി തുറന്നിട്ടു. ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ യുദ്ധം ഭയന്ന് അകത്ത് കയറിയ നിരപരാധികളായ ജനങ്ങളെ ഒരു മനുഷ്യ കവചമായി ഉപയോഗിക്കുക എന്നതായിരുന്നു സേഴ്സിയുടെ ലക്ഷ്യം. ജനങ്ങളെ ചുട്ടരിക്കാതെ ഡിനേറിസിന് തന്നിലേക്ക് എത്താൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്ന സേഴ്സി ജനങ്ങളുടെ ജീവൻ മാനിച്ച് അവൾ കൊട്ടാരം ആക്രമിക്കില്ലെന്ന് ഉറപ്പിച്ചു. ഇതിനിടയിൽ തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ജെയ്മിയുടെ കുഞ്ഞാണെന്ന സത്യം മറച്ചുവെച്ചുകൊണ്ട് അത് യൂറോണിന്റേതാണെന്ന് അവനെ വിശ്വസിപ്പിക്കുന്ന സേഴ്സി തന്റെ കുഞ്ഞിനും സേഴ്സിക്കും വേണ്ടി മരണം വരെ പോരാടാൻ യൂറോണിനെ ആ കള്ളം ഉപയോഗിച്ച് സന്നദ്ധനാക്കി. ഇതേസമയം ഡ്രാഗൺ സ്റ്റോണിൽ ഡിനേറിസ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. തന്റെ വിശ്വസ്തനായ ജോറയുടെ മരണവും പകുതി സൈന്യത്തിന്റെ നഷ്ടവും അവളെ തളർത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് തന്റെ പ്രിയപ്പെട്ട ഡ്രാഗൺ റെയ്ഗലിന്റെ ദാരുണാന്ത്യവും പ്രിയപ്പെട്ട
ഓഴി മിസാണ്ടയെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയതും. അതോടെ കിങ്സ് ലാൻഡിംഗിൽ ഉടൻ തന്നെ ആക്രമണം അഴിച്ചുവിടണമെന്നും ഡ്രോഗണുമായി ചെന്ന് ആ നഗരം മുഴുവൻ ചുട്ടരിക്കണമെന്നും അവൾ തീരുമാനിച്ചു. എന്നാൽ ഈ തീരുമാനത്തെ വാരിസും ടിറിയനും ശക്തമായി എതിർത്തു. 10,000-കണക്കിന് നിരപരാധികളായ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമാണ് ആ നഗരത്തിലുള്ളതെന്നും അവരെ ജീവനോടെ ചുട്ടരിക്കുന്നത് ഒരു നല്ല ഭരണാധികാരിക്ക് ചേർന്നതല്ലെന്നും വാരിസ് ഡിനേറിസിനോട് അപേക്ഷിച്ചു. തന്റെ കരുണയെ ഒരു ദൗർബല്യമായാണ് സേഴ്സി കാണുന്നതെന്നും ക്രൂരന്മാരായ ഭരണാധികാരികളിൽ നിന്നും ലോകത്തെ സ്വതന്ത്രമാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും പറയുന്ന ഡിനേറിസ് അവളുടെ തീരുമാനത്തെ ന്യായീകരിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ ടിറിയൻ ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. നഗരം ആക്രമിക്കുന്നതിനു മുൻപായി സേഴ്സിക്ക് കീഴടങ്ങാനും മിസാണ്ടയെ മോചിപ്പിക്കാനും അവസാനമായി സേഴ്സിയോട് ഔദ്യോഗികമായി ആവശ്യപ്പെടാമെന്നായിരുന്നു അവന്റെ പക്ഷം. അധികാരത്തോട് ആർത്തിയുള്ള സേഴ്സി ഒരിക്കലും കീഴടങ്ങില്ലെന്ന് ഡിനേറിസിന് ഉറപ്പായിരുന്നു. എങ്കിലും സമാധാനം നിരസിച്ചതും സ്വന്തം ജനങ്ങളെ കുരുതിക്ക് കൊടുക്കാൻ യുദ്ധം തിരഞ്ഞെടുത്തതും താനല്ല, മറിച്ച് സേഴ്സിയാണെന്ന സത്യം നാളത്തെ തലമുറ അറിയണമെന്നും പറയുന്ന ഡിനേറിസ് ആ ഉപാധി സമ്മതിച്ചു. തുടർന്ന് കിങ്സ് ലാൻഡിംഗിന്റെ കോട്ടവാതിൽക്കൽ വെച്ച് സേഴ്സിയുമായി അവസാനവട്ട ചർച്ചയ്ക്ക് അവർ തയ്യാറെടുപ്പുകൾ നടത്തി. ഇതേ സമയം ഡ്രാഗൺ സ്റ്റോണിൽ നടന്ന ഡിനേറിസിന്റെ പരാജയവും കിങ്സ് ലാൻഡിംഗിൽ സേഴ്സി കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നതെന്നുമുള്ള വിവരം വിന്റർഫെല്ലിലുള്ള ജെയ്മി അറിഞ്ഞു. ഇരുപക്ഷവും തമ്മിലുള്ള രക്തരൂക്ഷിതമായ യുദ്ധത്തിൽ താൻ സ്നേഹിക്കുന്ന സേഴ്സിയുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ജെയ്മിക്ക് അവിടെ സമാധാനത്തോടെ നിൽക്കാൻ കഴിഞ്ഞില്ല. തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ബ്രിയാനെ ഉപേക്ഷിച്ച് കിങ്സ് ലാൻഡിംഗിലേക്ക് യാത്ര തിരിക്കാൻ ജെയ്മി തന്റെ കുതിരയെ തയ്യാറാക്കി. ഇതറിഞ്ഞ് അവിടെ എത്തിയ ബ്രിയാൻ എല്ലാം ഇല്ലാതാകാൻ പോകുന്ന ആ യുദ്ധത്തിലേക്ക് മരണം തേടി പോകരുതെന്നും തനിക്കൊപ്പം നിന്നാൽ ജെയ്മിക്ക് ഒരു നല്ല മനുഷ്യനായി വിന്റർഫെല്ലിൽ ജീവിക്കാമെന്നും അവനെ ഓർമ്മിപ്പിച്ചു. എന്നാൽ അതൊന്നും കേൾക്കാൻ ജെയ്മി തയ്യാറായിരുന്നില്ല. സേഴ്സിക്ക് വേണ്ടി താൻ ചെയ്ത ക്രൂരതകൾ ഓരോന്നായി ബ്രിയനെ ഓർമ്മിപ്പിക്കുന്ന അവൻ സേഴ്സിയെ പോലെ താനും ഒരു ക്രൂരൻ തന്നെയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും യാത്ര തിരിച്ചു. ഒരിക്കലും വേർപെടുത്താനാകാത്ത അവന്റെ പ്രണയവും ഇരുണ്ട ഭൂതകാലവും ജെയ്മിയെ വീണ്ടും മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കാനേ ബ്രിയന് കഴിഞ്ഞുള്ളൂ. അടുത്ത ദിവസം കിങ്സ് ലാൻഡിംഗിൽ കൊട്ടാരത്തിന്റെ പുറത്ത് ഡിനേറിസ്, ടിറിയൻ, വാരിസ്, ഗ്രേവേം എന്നിവർ ആ കൂറ്റൻ കോട്ടവാതിലിന് മുന്നിൽ സേഴ്സിയുമായുള്ള ചർച്ചയ്ക്കായെത്തി. കോട്ടയുടെ മതിലിനു മുകളിൽ ശത്രുക്കളെ നേരിടാനും ഡ്രാഗണിനെ വീഴ്ത്താനുമായി സജ്ജമാക്കി വെച്ച സ്കോർപിയോൺ ആയുധങ്ങളുടെ നടുവിലായി സേഴ്സിയും യൂറോണും ഒപ്പം തടവുകാരിയായി ബന്ധിക്കപ്പെട്ട മിസാണ്ടയും ഉണ്ടായിരുന്നു. സമാധാനത്തിനായുള്ള അവസാന ശ്രമം എന്ന നിലയിൽ സേഴ്സിയുടെ ഹാൻഡായ കൈബണും ഡിനേറിസിന്റെ ഹാൻഡായ ടിറിയനും മുന്നോട്ട് വന്ന് സംസാരിച്ചു. ഡിനേറിസ് നിരുപാധികം കീഴടങ്ങണമെന്നും അല്ലാത്ത പക്ഷം മിസാണ്ടയെ കൊന്നുകളയുമെന്നും കൈബൺ അറിയിച്ചു. ഇത് കേട്ട ടിറിയൻ കൈബണിനെ മറികടന്ന് മതിലിനടുത്തേക്ക് പോയി സേഴ്സിയോട് നേരിട്ട് സംസാരിച്ചു. സിംഹാസനത്തിനായുള്ള ഈ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്നും ഭരണത്തെക്കാൾ വലുതാണ് ജീവനെന്നും അവളുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിന്റെ ജീവനെങ്കിലും ഓർത്ത് സമാധാനപരമായി കീഴടങ്ങണമെന്നും അവൻ അവളോട് യാചിച്ചു. എന്നാൽ അധികാരത്തിന്റെ ലഹരിയിലായിരുന്ന സേഴ്സിയുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. ടിറിയന്റെ വാക്കുകളെ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവൾ മിസാണ്ടയുടെ നേരെ തിരിഞ്ഞു. മരിക്കാൻ പോകുന്നതിനു മുൻപ് അവസാനമായി പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളാൻ സേഴ്സി മിസാണ്ടയോട് ആവശ്യപ്പെട്ടു. താഴെ ദേഷ്യവും സങ്കടവും കടിച്ചമർത്തി നിൽക്കുന്ന തന്റെ കാമുകനായ ഗ്രേവേമിനെയും തന്റെ ഏറ്റവും നല്ല സുഹൃത്തും താൻ സഹോദരിയെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഡിനേറിസിനെയും നോക്കിക്കൊണ്ട് തികഞ്ഞ ധൈര്യത്തോടെ അവൾ തന്റെ അവസാനത്തെ വാക്കുച്ചരിച്ചു: ഡ്രക്കാരിസ്. ശത്രുക്കളോട് യാതൊരു കരുണയും കാണിക്കരുതെന്നും അവരെ മുഴുവൻ ചുട്ടു ചാമ്പലാക്കണമെന്നും ഡിനേറിസിനുള്ള ഒരു സന്ദേശമായിരുന്നു ആ വാക്ക്. അടുത്ത നിമിഷം സേഴ്സിയുടെ നിർദ്ദേശപ്രകാരം മൗണ്ടൈൻ ഒറ്റ വെട്ടിന് മിസാണ്ടയുടെ തലയറുത്തു. ഈ കൊടും ക്രൂരത കണ്ട് തരിച്ചു നിന്ന ഡിനേറിസിന്റെ ഉള്ളിലെ സങ്കടം തിളച്ചുമറിയുന്ന പ്രതികാരമായി മാറി. സ്വന്തം കുട്ടിയെപ്പോലെ സ്നേഹിച്ച ഡ്രാഗണും ഏറ്റവും അടുത്ത സുഹൃത്തും കൺമുന്നിൽ ഇല്ലാതായത് ഡിനേറിസിന്റെ ലക്ഷ്യങ്ങളെ മാറ്റിമറിച്ചു. ഇനി ഈ നഗരത്തോടും സേഴ്സിയോടും യാതൊരു ദയയും കാണിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തോടെ അവൾ അവിടെ നിന്നും തിരിച്ചുപോയി. അടുത്ത ദിവസം ഡ്രാഗൺ സ്റ്റോണിൽ എയ്ഗോൺ ടാർഗേറിയൻ എന്ന ജോണാണ് സിംഹാസനത്തിന്റെ യഥാർത്ഥ അവകാശി എന്ന സത്യം വെസ്റ്ററോസിലെ മറ്റു പ്രഭുക്കന്മാരെ അറിയിക്കാനായി വാരിസ് തന്റെ മുറിയിലിരുന്ന് ചില സന്ദേശങ്ങൾ എഴുതുകയായിരുന്നു. ഡിനേറിസിന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി അവളെ കൊല്ലാൻ തന്റെ ചാരന്മാരായ കുട്ടികൾ വഴി ചില ശ്രമങ്ങൾ വാരിസ് നടത്തിയെങ്കിലും അതെല്ലാം വിഫലമായി. ശേഷം ഡ്രാഗൺ സ്റ്റോണിൽ എത്തിയ ജോണിനെ നേരിൽ കണ്ട് രാജാവാകാനുള്ള അവന്റെ അവകാശം ഉപയോഗിക്കണമെന്ന് വാരിസ് പറഞ്ഞെങ്കിലും അവൻ അതിന് തയ്യാറായില്ല. എന്നാൽ നാടിന്റെ നന്മയോർത്ത് വാരിസ് ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഡിനേറിസിനെതിരെയുള്ള ചതിയാണെന്ന് മനസ്സിലാക്കിയ ടിറിയൻ ഈ വിവരം അവളെ അറിയിച്ചു. ജോൺ ഈ വിവരങ്ങൾ സാൻസയോട് പറഞ്ഞതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറയുന്ന ഡിനേറിസ് ഈ വിവരങ്ങൾ ലോകത്തെ അറിയിക്കാൻ ശ്രമിച്ച വാരിസിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അന്ന് രാത്രി ഗ്രേവേമും സംഘവും വാരിസിന്റെ മുറിയിലേക്ക് കടന്നു വന്നു. തന്റെ അന്ത്യം അടുത്തുവെന്ന് മനസ്സിലാക്കിയ വാരിസ് ഒന്നും സംസാരിക്കാതെ അവരോടൊപ്പം ഡ്രാഗൺ സ്റ്റോണിലെ കടൽ തീരത്തേക്ക് പോയി. ജോണും ടിറിയനും ഡിനേറിസും അവിടെ നിൽപ്പുണ്ടായിരുന്നു. താനാണ് നിന്റെ പ്രവർത്തികൾ ഡിനേറിസിനെ അറിയിച്ചതെന്ന് ടിറിയൻ കുറ്റബോധം
കുറ്റബോധത്തോടെ വാരിസിനോട് പറഞ്ഞു. താൻ അർഹിക്കുന്ന ശിക്ഷ ആണിതെന്നും തന്റെ ആശങ്കയും സംശയങ്ങളും നടക്കാതിരിക്കട്ടെ എന്ന് മാത്രമായിരുന്നു വാരിസിന്റെ അവസാന വാക്കുകൾ. ശേഷം മുന്നോട്ട് വന്ന ഡിനേറിസ് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ വാരിസിനെ ചുട്ടുകൊല്ലാനുള്ള കമാൻഡ് ഡ്രാഗണിന് കൊടുത്തു. അടുത്ത നിമിഷം ശക്തമായ തീയിൽ അവൻ വാരിസിനെ ചുട്ടുകൊന്നുകളഞ്ഞു. ശേഷം വെസ്റ്ററോസിന്റെ സിംഹാസനം നേടാൻ താൻ തയ്യാറാക്കിയ പദ്ധതികൾ ഭൂരിഭാഗവും തകർന്ന് മാനസികമായി തളർന്നിരിക്കുന്ന ഡിനേറിസിനെ ജോൺ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. തനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹവും വിശ്വാസവും അവനിൽ നിന്നും തിരികെ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഡിനേറിസ് തന്റെ പരാജയങ്ങൾക്ക് കാരണമായി സാൻസയെയും ടിറിയനെയും വാരിസിനെയും എല്ലാം കുറ്റപ്പെടുത്തി. അവനോട് കൂടുതലായി അടുക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും തന്റെ അച്ഛന്റെ സഹോദരിയായ അവളോട് മറ്റൊരു രീതിയിലുമുള്ള ബന്ധത്തിനും ജോണിന്റെ മനസ്സ് അനുവദിച്ചില്ല. അതോടെ താൻ സ്നേഹിക്കുന്ന എല്ലാവരും തന്നെ വിട്ടു പോവുകയാണെന്ന ചിന്ത അവളിൽ സൃഷ്ടിച്ചത് ഭ്രാന്തമായൊരു പ്രതികാരമായിരുന്നു. വെസ്റ്ററോസിലെ ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും സമാധാനപരമായ ഒരു ജീവിതം നൽകാൻ ആഗ്രഹിച്ച തന്നെ സ്നേഹിക്കുന്നതിനു പകരം അവർ ഭയക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്ന ഡിനേറിസ് അങ്ങനെയെങ്കിൽ ആ ഭയം ഉപയോഗിച്ചു തന്നെ താൻ വെസ്റ്ററോസ് കീഴടക്കാൻ പോവുകയാണെന്ന് ജോണിനോട് പറഞ്ഞു. അടുത്ത ദിവസം കിങ്സ് ലാൻഡിംഗ് നഗരം ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിനെ കുറിച്ച് സംസാരിക്കാൻ ഡിനേറിസിനെ കാണാൻ എത്തിയ ടിറിയൻ കണ്ടത് പുതിയൊരു ഡിനേറിസിനെ ആയിരുന്നു. അവളുടെ കണ്ണിലെ കരുണയും സ്നേഹവും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. പകരം പ്രതികാരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അല്പം ഭയത്തോടെ ടിറിയൻ ചില കാര്യങ്ങൾ അവളെ അറിയിച്ചു. ഒരിക്കലും നിരപരാധികളെ ആക്രമിക്കില്ല എന്ന ഡിനേറിസിന്റെ വാക്ക് മുതലെടുക്കാൻ തീരുമാനിച്ച സെർസി 10,000-കണക്കിന് സാധാരണ ജനങ്ങളെയും കുട്ടികളെയും സ്ത്രീകളെയും കൊട്ടാരമായ റെഡ് കീപ്പിനുള്ളിലേക്ക് കയറ്റി അവരെ ഒരു മനുഷ്യ കവചമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചതായി അവൻ അവളോട് പറഞ്ഞു. ഞാൻ എസ്സോസിലായിരുന്നപ്പോൾ അവിടുത്തെ അടിമകൾ അവരുടെ യജമാനന്മാർക്കെതിരെ തിരിഞ്ഞ് എനിക്ക് നഗരങ്ങൾ പിടിച്ചെടുക്കാൻ സഹായം നൽകിയിരുന്നു. എന്നാൽ സെർസിയുടെ കൊടും ക്രൂരതകൾ അനുഭവിച്ചിട്ടും അവൾക്കെതിരെ ശബ്ദമുയർത്താത്ത വെസ്റ്ററോസിലെ ജനങ്ങൾ തന്നെ ഒരിക്കലും സ്നേഹിക്കാൻ പോകുന്നില്ലെന്ന് പറയുന്ന ഡിനേറിസ് അവരെ കൊന്നിട്ടായാലും താൻ മുന്നോട്ടു പോകുമെന്ന് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവനോട് പറഞ്ഞു. അതോടെ യുദ്ധം വലിയൊരു കൂട്ടക്കൊലയായി മാറുമെന്ന് ഉറപ്പായ ടിറിയൻ ഒരവസാന ശ്രമം എന്നോണം അവളോട് സംസാരിച്ചു. ആ നിരപരാധികളായ ജനങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ലെന്നും അവർ സെർസിയുടെ കൈകളിലെ വെറും ആയുധങ്ങൾ മാത്രമാണെന്നും പറയുന്ന ടിറിയൻ യുദ്ധം തുടങ്ങുമ്പോൾ നഗരത്തിന്റെ മതിൽക്കെട്ടുകൾ തകരുകയോ ലാനിസ്റ്റർ സൈന്യം തോൽവി സമ്മതിക്കുകയോ ചെയ്താൽ അവർ നഗരത്തിലെ വലിയ മണികൾ മുഴക്കും. കിങ്സ് ലാൻഡിംഗിൽ മണികൾ മുഴങ്ങുന്നത് കീഴടങ്ങലിന്റെ സൂചനയാണ്. ആ ശബ്ദം കേട്ടാൽ ഉടൻ തന്നെ നിങ്ങൾ ആക്രമണം നിർത്തണമെന്നും അതുവഴി കൂടുതൽ നിരപരാധികളെ കൊല്ലുന്നത് ഒഴിവാക്കാമെന്നും അവൻ പറഞ്ഞു. ടിറിയന്റെ ഈ അപേക്ഷ കേട്ട ഡിനേറിസ് തണുപ്പൻ മട്ടിൽ ഒന്ന് തലയാട്ടുക മാത്രമാണ് ചെയ്തത്. ശേഷം ഗ്രേവേമിനോട് തന്റെ കപ്പൽ പടയെ തയ്യാറാക്കാൻ അവൾ നിർദ്ദേശം നൽകി. സംസാരം അവസാനിപ്പിച്ച് തിരിഞ്ഞു നടന്ന ടിറിയനോട് ഡിനേറിസ് ഒരു കാര്യം കൂടി പറഞ്ഞു. നമ്മളോട് കൂറ് പ്രഖ്യാപിച്ച നിന്റെ സഹോദരൻ ജെയ്മിയെ സെർസിയെ സഹായിക്കാൻ കിങ്സ് ലാൻഡിംഗിലേക്ക് കടക്കാൻ ശ്രമിക്കവേ നമ്മുടെ സൈന്യം പിടികൂടിയിട്ടുണ്ടെന്നും തടവിൽ കഴിയുന്ന അവനെ രക്ഷിക്കാനോ മറ്റോ ശ്രമിച്ചാൽ അതോടെ നിന്റെ അന്ത്യമായിരിക്കുമെന്നും അവനെ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഡിനേറിസിന്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് ജെയ്മിയെ രക്ഷപ്പെടുത്താൻ അന്ന് രാത്രി തടവറയിലെത്തിയ ടിറിയൻ കാവൽക്കാരെ മാറ്റി നിർത്തി ജെയ്മിയോട് സംസാരിച്ചു. സെർസിയെ ഈ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് ഈ യുദ്ധത്തിന് സമാധാനപരമായ ഒരു അവസാനം ഉണ്ടാക്കാൻ ടിറിയൻ അവനോട് ഒരു പുതിയ പദ്ധതി പറഞ്ഞു. കിങ്സ് ലാൻഡിംഗിലേക്ക് പോയി രഹസ്യമായി കൊട്ടാരത്തിൽ കടന്ന് സെർസിയെയും കൂട്ടി കോട്ടയുടെ താഴെയുള്ള നിലവറയിലൂടെ കടൽ തീരത്തേക്ക് രക്ഷപ്പെടുക. അവിടെ ടിറിയൻ തയ്യാറാക്കി വെച്ച ഒരു ബോട്ടിൽ കയറി പെൻഡോസിലേക്ക് പോയി ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ അവൻ ജെയ്മിയോട് ആവശ്യപ്പെട്ടു. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ടിറിയൻ ജെയ്മിയെ ഏൽപ്പിച്ചു. കീഴടങ്ങാൻ സെർസി തയ്യാറാണെങ്കിൽ കിങ്സ് ലാൻഡിംഗിലെ രാജവിളംബരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്ന വലിയ മണികൾ മുഴക്കുക. അങ്ങനെ ചെയ്താൽ യുദ്ധം അവസാനിക്കുമെന്നും നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാമെന്നും ടിറിയൻ പറഞ്ഞു. ഡിനേറിസിനെ ധിക്കരിച്ചതിന് വധശിക്ഷ കിട്ടുമെന്നറിഞ്ഞിട്ടും എന്തിനാണ് നീ ഇത് ചെയ്യുന്നതെന്ന് ജെയ്മി അവനോട് ചോദിച്ചു. എന്റെ കുട്ടിക്കാലത്ത് കുള്ളനും വിരൂപനുമായി ജനിച്ച എന്നെ ഒരു രാക്ഷസനായി എല്ലാവരും കണ്ടപ്പോൾ ഒരു അനുജനായി കണ്ട് എന്നെ സ്നേഹത്തോടെ പരിപാലിച്ചത് നീ മാത്രമായിരുന്നു എന്ന് പറയുന്ന ടിറിയൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരനെ അവിടെ നിന്നും യാത്രയാക്കി. അടുത്ത ദിവസം കിങ്സ് ലാൻഡിംഗ് ആ വലിയ യുദ്ധത്തിന് സാക്ഷിയാവുകയാണ്. റെഡ് കീപ്പ് കൊട്ടാരത്തിന്റെ പുറത്ത് ക്യാപ്റ്റൻ ഹാരിയുടെ നേതൃത്വത്തിൽ സെർസിയുടെ കൂലിപ്പട്ടാളം അണിനിരന്നു. അവർക്ക് നേരെ മുന്നിലായി ജോണും ഗ്രേവെമും ഡാവോസും നയിക്കുന്ന ഡിനേറിസിന്റെ സൈന്യവും. അപ്പോഴും യുദ്ധം ഭയന്ന് കൊട്ടാരത്തിന്റെ മതിലുകൾക്കുള്ളിലേക്ക് കയറുന്ന ജനങ്ങൾക്കിടയിൽ ജെയ്മിയും സെർസിയെ കൊല്ലാൻ വന്ന ആര്യയും ഉണ്ടായിരുന്നു. മറുവശത്ത് കടലിൽ യൂറോണിന്റെ നാവികസേന പൂർണ്ണ സജ്ജരായിരുന്നു. കഴിഞ്ഞ തവണ ഡിനേറിസിന്റെ ഡ്രാഗണിനെ കൊന്നതിന്റെ അഹങ്കാരത്തിൽ സ്കോർപിയോണുകൾ ആകാശത്തേക്ക് എയ്യാൻ തയ്യാറാക്കി അവൻ കാത്തുനിന്നു. എന്നാൽ പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു ഗർജനം കേട്ട് മുകളിലേക്ക് നോക്കിയ യൂറോണിന്റെ മുഖത്തെ ചിരി മാഞ്ഞു. അവർ പ്രതീക്ഷിച്ചതുപോലെ മുന്നിൽ നിന്നല്ല, മറിച്ച് സൂര്യന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിന് നേരെ മുകളിൽ നിന്നാണ് ഡിനേറിസ് ഡ്രാഗണുമായി താഴേക്ക് കുതിച്ചെത്തിയത്. സൂര്യന്റെ വെളിച്ചം കാരണം യൂറോണിന്റെ സൈന്യത്തിന് കൃത്യമായി ഉന്നം പിടിക്കാൻ കഴിഞ്ഞില്ല. നിമിഷ നേരം കൊണ്ട് ഡ്രാഗൺ വലിയൊരു തീമഴയായി കപ്പലുകൾക്ക് മുകളിലേക്ക് പെയ്തിറങ്ങി. തങ്ങളുടെ അസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ സമയം കിട്ടും മുൻപേ യൂറോണിന്റെ കപ്പൽപ്പട മുഴുവനായും ആ തീജ്വാലകളിൽ ചാമ്പലായി. യൂറോൺ കഷ്ടിച്ച് കടലിലേക്ക് ചാടി രക്ഷപ്പെട്ടു. കപ്പലുകൾ നശിപ്പിച്ച ശേഷം ഡിനേറിസ് നേരെ പറന്നത് കിങ്സ്
ലാൻഡിങ്ങിന്റെ വലിയ മതിൽക്കെട്ടുകളിലേക്കാണ്. മതിലിന് മുകളിൽ നിരത്തി വെച്ചിരിക്കുന്ന സ്കോർപിയോണുകളും അതിന് പിന്നിലുണ്ടായിരുന്ന ലാനിസ്റ്റർ സൈനികരെയും അവൾ ചുട്ടരിച്ചു. ഈ സമയത്ത് കോട്ടയ്ക്ക് പുറത്ത് നിൽക്കുന്ന സേഴ്സിയുടെ കൂലിപ്പട്ടാളത്തിന് അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് യാതൊരു രൂപവുമില്ലായിരുന്നു. പെട്ടെന്ന് അവർക്ക് പിന്നിലുണ്ടായിരുന്ന കോട്ടവാതിൽ വലിയൊരു സ്ഫോടനത്തോടെ തകർന്നു വീണു. കോട്ടയ്ക്കുള്ളിൽ നിന്നും ഡ്രാഗൺ തുപ്പിയ തീ ആ വാതിലും തകർത്ത് അവർക്ക് നേരെ ആഞ്ഞടിച്ചു. തങ്ങളുടെ പിന്നിൽ നിന്നുള്ള അപ്രതീക്ഷിത ആക്രമണത്തിൽ നിമിഷ നേരം കൊണ്ട് ആ കൂലിപ്പട്ടാളം മുഴുവൻ ചിതറിയോടി. പരിക്കേറ്റ് വീണ ക്യാപ്റ്റൻ ഹാരിയെ ഗ്രേവം തന്റെ കുന്തം കൊണ്ട് വധിച്ചു. കോട്ടവാതിൽ തകർന്നതോടെ ജോണിന്റെയും ഗ്രേവമിന്റെയും നേതൃത്വത്തിൽ നഗരത്തിലേക്ക് ഇരച്ചുകയറിയ ഡിനേറിസിന്റെ സൈന്യത്തിനു മുന്നിൽ ലാനിസ്റ്റർ സൈന്യം അണിനിരന്നു. എന്നാൽ ഡ്രാഗണിന്റെയും ഡിനേറിസിന്റെയും ഭീകരമായ അക്രമങ്ങൾ കണ്ടതോടെ തങ്ങൾക്ക് ഈ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ലാനിസ്റ്റർ സൈന്യത്തിന് മനസ്സിലായി. മണികൾ മുഴക്കി കീഴടങ്ങാൻ സാധാരണ ജനങ്ങൾ ലാനിസ്റ്റർ സൈന്യത്തോട് അപേക്ഷിച്ചു. ഡിനേറിസിന്റെ കരുത്തിനു മുന്നിൽ പരാജയം പൂർണ്ണമായി സമ്മതിച്ച് ലാനിസ്റ്റർ സൈന്യം അവരുടെ വാളുകൾ നിലത്തുവെച്ചു കീഴടങ്ങി. ജനങ്ങളുടെ അപേക്ഷ മാനിച്ച് ലാനിസ്റ്റർ സൈന്യം കീഴടങ്ങിയതിന്റെ സൂചനയായി കിങ്സ് ലാൻഡിങ്ങിലെ വലിയ മണികൾ മുഴങ്ങുന്നത് കണ്ടതോടെ യുദ്ധം സമാധാനപരമായി അവസാനിച്ചെന്നും നിരപരാധികളായ ജനങ്ങൾ രക്ഷപ്പെട്ടെന്നും ജോണും ടിറിയനും ആശ്വസിച്ചു. ഇതെല്ലാം കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലിരുന്ന് കണ്ടുകൊണ്ടിരുന്ന സേഴ്സിയുടെ മുഖത്തെ അഹങ്കാരവും സന്തോഷവും പതിയെ മങ്ങിത്തുടങ്ങി. നമ്മുടെ എല്ലാ സന്നാഹങ്ങളും ഡ്രാഗൺ നശിപ്പിച്ചുവെന്നും നമ്മൾ പരാജയത്തിന്റെ വക്കിലാണെന്നും കൈബൺ അവളെ അറിയിച്ചെങ്കിലും അവസാന നിമിഷം വരെ പോരാടി നമ്മൾ ജയിക്കുമെന്നായിരുന്നു അവളുടെ മറുപടി. മണികൾ മുഴങ്ങുന്ന ശബ്ദം കേട്ട ടിറിയനും ജോണും ആശ്വസിച്ചെങ്കിലും മുകളിൽ ഡ്രാഗണിന്റെ പുറത്തിരുന്ന ഡിനേറിസിന്റെ മുഖത്ത് ആശ്വാസമല്ല, പകരം ഒരുതരം ശൂന്യതയും പ്രതികാരവുമായിരുന്നു ഉണ്ടായിരുന്നത്. തന്റെ പൂർവികർ പണിത റെഡ് കീപ്പ് എന്ന ആ കൊട്ടാരം അവളുടെ കുട്ടിക്കാലവും കുടുംബവും നഷ്ടപ്പെട്ടതിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. താൻ മക്കളെ പോലെ സ്നേഹിച്ച ഡ്രാഗണുകളുടെയും മിസാണ്ടയുടെയും മരണം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ച് താൻ ഇത്രയൊക്കെ ചെയ്തിട്ടും വെസ്റ്ററോസിലെ ജനങ്ങൾ തന്നെ സ്നേഹിക്കുന്നില്ലെന്നും ജോണും ടിറിയനും വാരിസും ഉൾപ്പെടെ താൻ വിശ്വസിച്ചവരെല്ലാം തന്നെ ചതിച്ചുവെന്നും ചിന്തിക്കുന്ന അവൾ വർഷങ്ങൾക്ക് മുൻപ് തന്റെ അച്ഛനായ മാഡ് കിങ് ആഗ്രഹിച്ചതുപോലെ ആ നഗരത്തെ മുഴുവൻ ചുട്ടുചാമ്പലാക്കാൻ തീരുമാനിച്ചു. ഡ്രാഗണിനൊപ്പം ആകാശത്തേക്ക് പറന്നുയർന്ന അവൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിനു പകരം നഗരത്തിലെ ഇടുങ്ങിയ തെരുവുകളിലേക്കാണ് പോയത്. കീഴടങ്ങിയ നഗരത്തിന് നേരെ ഡിനേറിസ് യാതൊരു വിവേചനവുമില്ലാതെ തീമഴ പെയ്യിച്ചു. കൊച്ചുകുട്ടികളും സ്ത്രീകളും പ്രായമായവരും അടങ്ങുന്ന പതിനായിരക്കണക്കിന് നിരപരാധികൾ ആ തീയിൽ കത്തിച്ചാമ്പലായി. ഒരിക്കലും സംഭവിക്കരുതെന്ന് ടിറിയനും ജോണും ആഗ്രഹിച്ച ആ വലിയ ദുരന്തം അവിടെ സംഭവിക്കുകയായിരുന്നു. മുകളിൽ ഡിനേറിസ് നിരപരാധികളെ ആക്രമിക്കുന്നത് കണ്ട ഗ്രേവേമിന്റെ കണ്ണുകളിലും പ്രതികാരത്തിന്റെ തീ പടർന്നു. തന്റെ കാമുകിയായ മിസാണ്ടയെ സേഴ്സി ക്രൂരമായി കൊലപ്പെടുത്തിയത് അവന് മറക്കാൻ കഴിയുമായിരുന്നില്ല. ആ ദേഷ്യം മുഴുവൻ അവൻ തീർത്തത് തങ്ങൾക്ക് മുന്നിൽ വാളുകൾ താഴെയിട്ട് കീഴടങ്ങി നിന്ന ലാനിസ്റ്റർ സൈനികർക്ക് നേരെയാണ്. യാതൊരു ദയവുമില്ലാതെ അവൻ തന്റെ കുന്തം മുന്നിൽ നിന്ന ഒരു ലാനിസ്റ്റർ സൈനികന് നേരെ വലിച്ചെറിഞ്ഞു. അതൊരു വലിയ കൂട്ടക്കുരുതിയുടെ തുടക്കമായിരുന്നു. ഗ്രേവേം ആക്രമിച്ചതോടെ അൺസൾലീഡ് സൈന്യവും നോർത്തിൽ നിന്നും വന്ന സൈനികരും ആവേശത്തോടെ ലാനിസ്റ്റർ പട്ടാളക്കാരെയും സാധാരണക്കാരെയും കൊന്നൊടുക്കാൻ തുടങ്ങി. ആരും ആരെയും വെറുതെ വിട്ടില്ല. നിരപരാധികളായ സ്ത്രീകളെ ഉപദ്രവിക്കാനും കുട്ടികളെ കൊല്ലാനും ആ സൈനികർ മടിച്ചില്ല. ഇത് കാണുന്ന ജോണിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കീഴടങ്ങിയവരെ കൊല്ലരുതെന്നും യുദ്ധത്തിൽ നിന്ന് പിന്മാറാനും അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും സൈനികർ അതൊന്നും കേട്ടില്ല. യുദ്ധക്കളത്തിൽ വെച്ച് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച തന്റെ സ്വന്തം സൈനികനെ ജോണിന് കൊലപ്പെടുത്തേണ്ടി വന്നു. നഗരം മുഴുവൻ തീയും രക്തവും നിലവിളികളും കൊണ്ട് നിറഞ്ഞു. അടിമകളെ മോചിപ്പിച്ച് ഒരു രക്ഷകയായി വെസ്റ്ററോസിലേക്ക് വന്ന ഡിനേറിസ് ടാർഗേരിയൻ ചരിത്രം കണ്ട ഏറ്റവും വലിയ ക്രൂരയായ രാജ്ഞിയായി മാറിയ നിമിഷങ്ങളായിരുന്നു അത്. ഇതേ സമയം സേഴ്സിയെ കൊന്നു പ്രതികാരം തീർക്കാൻ ആര്യയും തന്റെ സഹോദരൻ മൗണ്ടനെ കൊല്ലാൻ ഹൗണ്ടും റെഡ് കീപ്പിനുള്ളിൽ എത്തിയിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഡ്രാഗണിന്റെ ശക്തമായ ആക്രമണത്തിൽ തകർന്നു വീഴാൻ തുടങ്ങിയ ആ കൊട്ടാരത്തിനുള്ളിലൂടെ ഇനി മുന്നോട്ടു പോകുന്നത് ആത്മഹത്യയാണെന്ന് ഹൗണ്ടിന് മനസ്സിലായി. അതോടെ ആര്യയെ തടയുന്ന ഹൗണ്ട് ഈ കൊട്ടാരം തകരുന്നതോടെ സേഴ്സി എന്തായാലും മരിക്കുമെന്നും തന്റെ കൂടെ വന്നാൽ നീയും മരിക്കുമെന്നും പറഞ്ഞ് അവളോട് തിരികെ പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ പ്രതികാരം പൂർത്തിയാക്കാതെ മടങ്ങില്ലെന്ന വാശിയിലായിരുന്ന ആര്യയോട് തന്റെ കുട്ടിക്കാലം മുതൽ പ്രതികാരം മാത്രം മനസ്സിൽ കൊണ്ടു നടന്ന് ജീവിതം നശിപ്പിച്ച ഒരാളാണ് ഞാനെന്നും എന്നെ പോലെ ആകാതെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനും ഹൗണ്ട് അവളോട് പറഞ്ഞു. ഹൗണ്ടിന്റെ ആ വാക്കുകൾ ആര്യയുടെ മനസ്സ് മാറ്റി. തന്റെ പ്രതികാരത്തെക്കാൾ വലുതാണ് സ്വന്തം ജീവൻ എന്ന് അവൾ തിരിച്ചറിഞ്ഞു. മരണത്തിലേക്ക് നടന്നു പോകുന്ന ഹൗണ്ടിനെ അവസാനമായി നോക്കുന്ന ആര്യ തന്നെ ഒരു അച്ഛനെ പോലെ പല അപകടങ്ങളിൽ നിന്നും രക്ഷിച്ച ആ മനുഷ്യനോട് നന്ദി പറഞ്ഞു. തുടർന്ന് തന്റെ ഒരേ ഒരു ലക്ഷ്യമായ സഹോദരൻ മൗണ്ടനെ തേടി ഹൗണ്ട് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പോയി. അപ്പോഴേക്കും കൊട്ടാരം പൂർണ്ണമായും തകരാൻ തുടങ്ങിയതോടെ സേഴ്സി ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിന്റെ അടിയിലുള്ള രഹസ്യ അറയിലേക്ക് രക്ഷപ്പെടാൻ മൗണ്ടനും കൈബണും അവളെ കൊണ്ടുപോയി.
അവർ നേരെ ചെന്നെത്തുന്നത് ഹൗണ്ടിന്റെ മുന്നിലാണ്. തന്റെ കാലങ്ങളായുള്ള ശത്രുവിനെ മുന്നിൽ കണ്ടതും ഹൗണ്ട് അവനെ നേരിടാൻ ഒരുങ്ങി. ഹൗണ്ടിനെ കണ്ടപ്പോൾ സെർസിയുടെ വാക്കുകൾ കേൾക്കാതെ മൗണ്ടൻ അവനെ നേരിടാൻ തയ്യാറായി. തന്റെ കൂടെ വരാൻ നിർബന്ധിച്ച കൈബേണിനെ മൗണ്ടൻ ഒറ്റയടിക്ക് കൊട്ടാരത്തിന്റെ ഭിത്തിയിൽ അടിച്ച് കൊന്നുകളഞ്ഞു. അത് കണ്ടു ഭയന്നുപോയ സെർസി അവർക്കിടയിലൂടെ താഴേക്ക് നടന്നു. അതോടെ ആ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം ഭീകരമായ ഒരു പോരാട്ടം അവിടെ നടന്നു. പലതവണ മൗണ്ടനെ വാളുകൊണ്ട് വയറിലും നെഞ്ചിലുമെല്ലാം കുത്തിയിറക്കിയിട്ടും മൗണ്ടൻ മരിക്കുന്നില്ലെന്ന് കണ്ട ഹൗണ്ട് ഞെട്ടി. കൈബണിന്റെ പരീക്ഷണങ്ങൾ കാരണം മൗണ്ടൻ ഒരു സാധാരണ മനുഷ്യനല്ലാതായി മാറിയിരുന്നു. ഹൗണ്ടിനെ കടന്നുപിടിച്ച മൗണ്ടൻ അവന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാൻ ശ്രമിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ ഹൗണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി മൗണ്ടന്റെ കണ്ണിലേക്ക് കുത്തിയിറക്കിയിട്ടും അവൻ മരിച്ചില്ല. അതോടെ ആയുധങ്ങൾ കൊണ്ട് അവനെ കൊല്ലാൻ കഴിയില്ലെന്ന് ഉറപ്പായ ഹൗണ്ട് തന്റെ സർവ്വശക്തിയുമെടുത്ത് മൗണ്ടന്റെ ശരീരത്തിലേക്ക് പാഞ്ഞുകയറി അവനെയും കൊണ്ട് കൊട്ടാരത്തിന്റെ തകർന്ന ഭിത്തിയിലൂടെ താഴെ കത്തിയെരിയുന്ന വലിയ തീക്കുണ്ടത്തിലേക്ക് എടുത്തു ചാടി. കുട്ടിക്കാലത്ത് മൗണ്ടൻ തീയിൽ മുഖം പൊള്ളിച്ചത് കാരണം തീയെ എക്കാലവും ഭയപ്പെട്ടിരുന്ന ഹൗണ്ട് അവസാനം അതേ തീയിൽ സ്വന്തം സഹോദരന്റെ കൂടെ വെന്തു മരിച്ചു. തന്റെ ഏറ്റവും വലിയ പേടിയെ സ്വന്തം ലക്ഷ്യത്തിനു വേണ്ടി അവൻ കീഴടക്കുകയായിരുന്നു. അതേസമയം കൊട്ടാരത്തിന്റെ അകത്തേക്ക് പ്രധാന ഗേറ്റിലൂടെ കയറാൻ സാധിക്കാതെ റെഡ് കീപ്പിന്റെ താഴെയുള്ള ഇടുങ്ങിയതും പാറക്കെട്ടുകൾ നിറഞ്ഞതുമായ കടൽ തീരത്തൂടെ സെർസിക്കരികിലേക്കുള്ള രഹസ്യ വഴി ലക്ഷ്യമാക്കി നടക്കുകയായിരുന്നു ജെയ്മി. പെട്ടെന്നാണ് ഡ്രാഗണിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട യൂറോൺ ജെയ്മിയുടെ അടുത്തേക്ക് വന്നത്. രാജ്യത്തെ ഏറ്റവും മികച്ച പോരാളിയായിരുന്ന ജെയ്മിയെ വധിച്ചവൻ എന്ന ഖ്യാതി സ്വന്തമാക്കാനാണ് താൻ വന്നതെന്ന് പറയുന്ന യൂറോൺ ജെയ്മിയെ പരിഹസിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്തു. നിമിഷങ്ങൾക്കകം അവിടെ അങ്ങേയറ്റം ക്രൂരമായ ഒരു പോരാട്ടം ആരംഭിച്ചു. ഒരു കൈ മാത്രമുള്ള ജെയ്മിക്ക് യൂറോണിന്റെ വേഗതയേറിയ ആക്രമണങ്ങളെ നേരിടുക എളുപ്പമായിരുന്നില്ല. ഒടുവിൽ യൂറോൺ തന്റെ വാൾ ജെയ്മിയുടെ വയറ്റിൽ കുത്തിയിറക്കിയതോടെ വേദന കൊണ്ട് പുളഞ്ഞ ജെയ്മി താഴെ വീണു. ചോര വാർന്നൊലിക്കുന്ന ശരീരവുമായി സ്വന്തം മരണം മുന്നിൽ കണ്ട ജെയ്മിയെ നോക്കി തന്റെ വിജയം ഉറപ്പിച്ചുകൊണ്ട് യൂറോൺ അട്ടഹസിച്ചു. എന്നാൽ ആ മരണവെപ്രാളത്തിലും ജെയ്മിയുടെ മനസ്സിൽ സെർസിയുടെ മുഖം മാത്രമായിരുന്നു. ഈ ലോകത്ത് താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നവളെ അവസാനമായി ഒരു നോക്ക് കാണാനും ആപത്തിൽ അവളെ തനിച്ചാക്കാതിരിക്കാനുമുള്ള ആഗ്രഹം അവനിൽ വീണ്ടും ധൈര്യം ജനിപ്പിച്ചു. വേദനകളെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് തന്റെ അവസാനത്തെ ഊർജവും സംഭരിച്ച് ജെയ്മി തന്റെ വാൾ യൂറോണിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. രക്തം തുപ്പിക്കൊണ്ട് മരണം തൊട്ടുമുന്നിൽ നിൽക്കുമ്പോഴും ഞാനാണ് ജെയ്മി ലാനിസ്റ്ററെ കൊന്നത് എന്ന് യൂറോൺ ഒരു ഭ്രാന്തനെ പോലെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും കേൾക്കാൻ ജെയ്മി അവിടെ നിന്നില്ല. ചോര വാർന്നൊലിക്കുന്ന ശരീരവുമായി വേദനകളെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് അവൻ റെഡ് കീപ്പിലേക്ക് നടന്നു. തകർന്നു വീഴുന്ന ചുവരുകൾക്കിടയിലൂടെ ജെയ്മി സെർസിക്കരികിലെത്തി. തന്റെ സാമ്രാജ്യവും അധികാരവും കൺമുന്നിൽ തകർന്നടിയുന്നത് കണ്ട് ഭയന്നു വിറച്ച് പൂർണ്ണമായും തളർന്നു നിൽക്കുന്ന ഒരു സാധാരണ സ്ത്രീയെയാണ് അവൻ അവിടെ കണ്ടത്. ജെയ്മിയെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അവിടെ നിൽക്കുന്നത് മരണത്തെ വിളിച്ചു വരുത്തലാണെന്ന് മനസ്സിലാക്കിയ ജെയ്മി അവളെയും കൊണ്ട് കോട്ടയുടെ താഴത്തെ നിലവറയിലൂടെ ടിറിയൻ പറഞ്ഞതുപോലെ പുറത്തേക്കുള്ള രഹസ്യ വഴി ലക്ഷ്യമാക്കി ഓടി. എന്നാൽ അവരുടെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചുകൊണ്ട് ആ തുരങ്കത്തിന്റെ കവാടം വലിയ കല്ലുകളും മണ്ണും വീണ് പൂർണ്ണമായും അടഞ്ഞിരുന്നു. എങ്ങോട്ടും പോവാൻ കഴിയാത്ത വിധം അവർ ആ നിലവറയിൽ കുടുങ്ങിപ്പോയി. രക്ഷപ്പെടാനുള്ള അവസാന പ്രതീക്ഷയും ഇല്ലാതായതോടെ തന്റെ അഹങ്കാരവും അധികാരവും ഉപേക്ഷിച്ച് സെർസി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തനിക്ക് മരിക്കാൻ ഭയമാണെന്ന് പറഞ്ഞ് ജെയ്മിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. രക്ഷപ്പെടാൻ ഇനി യാതൊരു വഴിയുമില്ലെന്ന് ജെയ്മിക്ക് ഉറപ്പായിരുന്നു. അവസാനമായി അവളെ ചേർത്ത് പിടിച്ച ജെയ്മി, നമ്മൾ ഒരുമിച്ചാണ് ജനിച്ചത്, നമ്മൾ ഒരുമിച്ച് മരിക്കും, ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതും റെഡ് കീപ്പിന്റെ കൂറ്റൻ തൂണുകളും മേൽക്കൂരയും അവരുടെ മേൽ പതിച്ചു. ഒരേ ഗർഭപാത്രത്തിൽ നിന്നും ഈ ലോകത്തേക്ക് ഒരുമിച്ച് പിറന്നു വീണ ആ ഇരട്ടകൾ ജീവന്റെ അവസാന നിമിഷത്തിലും പരസ്പരം കൈവിടാതെ ചേർത്ത് പിടിച്ചു. അതേസമയം ഡിനേറിസിന്റെ ഡ്രാഗൺ വിതച്ച അഗ്നിപ്രളയത്തിൽ കിങ്സ് ലാൻഡിംഗിലെ തെരുവുകൾ അക്ഷരാർത്ഥത്തിൽ ഒരു ശവപ്പറമ്പായി മാറിയിരുന്നു. ഭീകരമായ ആ യുദ്ധത്തിനിടയിൽ നിരപരാധികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആര്യയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ശക്തമായ സ്ഫോടനങ്ങളുടെ ആഘാതത്തിൽ തെറിച്ചു വീണ അവളുടെ ബോധം നഷ്ടപ്പെട്ടു. കുറച്ചു സമയത്തിനു ശേഷം ബോധം തിരിച്ചു കിട്ടിയ ആര്യ തകർന്നു വീണ കെട്ടിടങ്ങൾക്കും വെന്തുമരിച്ച മനുഷ്യർക്കും ഇടയിലൂടെ ശൂന്യമായ കണ്ണുകളോടെ നടന്നു നീങ്ങി. ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പുകയ്ക്കും പൊടിപടലങ്ങൾക്കും ഇടയിലൂടെ ഒരു വെള്ളക്കുതിര അവളുടെ മുന്നിലേക്ക് നടന്നു വന്നു. പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ച ആ നിമിഷത്തിൽ ഒരു അത്ഭുതം പോലെ വന്ന ആ കുതിരയുടെ പുറത്തു കയറി കത്തിയെരിയുന്ന ആ നഗരത്തിന്റെ നടുവിലൂടെ അവൾ സാവധാനം മുന്നോട്ട് നീങ്ങി. അതേസമയം പൂർണ്ണമായും തകർന്ന കിങ്സ് ലാൻഡിംഗ് നഗരത്തിലൂടെ നടന്നു നീങ്ങുന്ന ടിറിയനും ജോണും ഡാവോസും കണ്ടത് മനുഷ്യ മനസ്സുകളെ മരവിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. കരിഞ്ഞുപോയ മനുഷ്യ ശരീരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ താൻ സ്നേഹിക്കുകയും
വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഡിനേറിസ് ഒരു നഗരത്തെയും 10,000-കണക്കിന് മനുഷ്യരെയും ചുട്ടരിച്ചതിന്റെ ഞെട്ടലിലായിരുന്നു ജോൺ. മറുവശത്ത് സമാധാനം കൊണ്ടുവരാൻ താൻ കൂട്ടുനിന്നത് ഇത്രയും വലിയൊരു കൂട്ടക്കുരുതിക്കാണല്ലോ എന്നോർത്ത് ടിറിയന്റെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞുനിന്നു. തകർന്നടിഞ്ഞ കൊട്ടാരത്തിന് നേരെ നോക്കി നിന്ന ടിറിയൻ തന്റെ സഹോദരങ്ങളായ ജെയ്മിയെയും സെർസിയെയും അവസാനമായി ഒരു നോക്ക് കാണാമെന്ന ആഗ്രഹത്തോടെ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. അവർ മരിച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നിട്ടും ഒരു നേരിയ പ്രതീക്ഷ മനസ്സിൽ ബാക്കിയുണ്ടായിരുന്ന അവൻ റെഡ് കീപ്പിലേക്ക് നടന്നു നീങ്ങി. ടിറിയൻ പോയതിനു ശേഷം ജോണും ഡാവോസും നഗരത്തിലൂടെ മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു തെരുവിന്റെ കോണിൽ കീഴടങ്ങിയ ചില ലാനിസ്റ്റർ സൈനികരെ അൺസല്ലീഡ് സൈന്യം പിടിച്ചുവച്ചിരിക്കുന്നത് അവർ കണ്ടു. ആയുധങ്ങളെല്ലാം താഴെ വെച്ച് ഭയന്നു വിറച്ചു നിൽക്കുന്ന അവരെ കൊല്ലാൻ ഗ്രേവം തയ്യാറെടുക്കുകയാണെന്ന് മനസ്സിലാക്കിയ ജോൺ അത് തടയാൻ ശ്രമിച്ചു. യുദ്ധമെല്ലാം അവസാനിച്ചുവെന്നും കീഴടങ്ങിയ സൈനികരെ കൊല്ലാതെ തടവുകാരായി പിടിക്കുകയാണ് വേണ്ടതെന്നും ജോൺ ഗ്രേവേമിനോട് പറഞ്ഞു. ലാനിസ്റ്റർ സൈന്യത്തെ മുഴുവനായും ഇല്ലാതാക്കാനാണ് തന്റെ രാജ്ഞി ഡിനേറിസിന്റെ കൽപ്പന എന്ന് പറയുന്ന ഗ്രേവം ജോണിന്റെ വാക്കുകൾ അവഗണിച്ച് അവരെ കൊല്ലാനായി തന്റെ കത്തിയെടുത്തപ്പോൾ ജോൺ അവന്റെ കൈകളിൽ കയറി പിടിച്ചു. അതോടെ അൺസല്ലീഡ് സൈന്യം ജോണിന് നേരെ തിരിഞ്ഞു. അവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതിന് മുൻപ് അവരെ തടയുന്ന ഡാവോസ് നമുക്ക് എത്രയും പെട്ടെന്ന് ഡിനേറിസിനെ കണ്ട് സംസാരിച്ച് കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ജോണിനെയും കൂട്ടി അവിടെ നിന്നും പോയി. ഈ അനീതികൾ തനിക്ക് തടയാൻ കഴിയുന്നില്ലല്ലോ എന്ന നിസ്സഹായതയോടെ ജോൺ തിരിഞ്ഞു നടക്കുമ്പോൾ അവന്റെ പിന്നിൽ ആ ലാനിസ്റ്റർ സൈനികരുടെ കഴുത്തറക്കുന്ന ശബ്ദം അവൻ കേട്ടു. അപ്പോഴേക്കും തകർന്നു വീണ റെഡ് കീപ്പിന്റെ താഴത്തെ നിലവറയിലെത്തിയ ടിറിയൻ അവിടമാകെ തന്റെ സഹോദരങ്ങളെ തിരഞ്ഞു. അവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു കാണുമെന്ന പ്രതീക്ഷ അപ്പോഴും അവനുണ്ടായിരുന്നു. പെട്ടെന്ന് തകർന്നു വീണ കല്ലുകൾക്കിടയിൽ തിളങ്ങുന്ന എന്തോ ഒന്ന് അവന്റെ കണ്ണിൽപ്പെട്ടു. അതിനടുത്തേക്ക് നടന്ന അവൻ ആ കാഴ്ച കണ്ട് തകർന്നുപോയി. ആ കല്ലുകൾക്കിടയിലൂടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ജെയ്മിയുടെ സ്വർണ്ണക്കൈ അവൻ കണ്ടു. നെഞ്ചു പിടയുന്ന സങ്കടത്തോടെ അവൻ ആ കല്ലുകൾ എടുത്തു മാറ്റാൻ തുടങ്ങി. ഒടുവിൽ ആ കല്ലുകൾക്കിടയിൽ നിന്നും 2 മുഖങ്ങൾ തെളിഞ്ഞു വന്നു. ലോകം മുഴുവൻ വെറുത്തിട്ടും അവസാന നിമിഷത്തിലും പരസ്പരം കൈവിടാതെ ഒരുമിച്ച് മരണം വരിച്ച തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെയും സഹോദരിയുടെയും ജീവനില്ലാത്ത ശരീരങ്ങൾ. മരണത്തിന്റെ ആ ഭയാനകമായ നിമിഷത്തിലും സെർസിയെ സ്വന്തം നെഞ്ചോട് ചേർത്ത് മുറുകെ കെട്ടിപ്പിടിച്ചാണ് ജെയ്മി കിടന്നിരുന്നത്. ആ നിമിഷം വരെ പിടിച്ചു നിർത്തിയ ടിറിയന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. തന്നെ എന്നും പരിഹസിക്കുകയും വെറുക്കുകയും ചെയ്തിരുന്ന സെർസിയോടുള്ള ദേഷ്യം അവനിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, തന്നെ മനസ്സിലാക്കിയ ഒരേയൊരു വ്യക്തിയായ തന്റെ സഹോദരൻ ജെയ്മി ഇനിയില്ല എന്ന സത്യം അവനെ വല്ലാതെ തളർത്തി. വെസ്റ്ററോസിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രങ്ങളിലൊന്നായിരുന്ന ലാനിസ്റ്റർ കുടുംബം അവിടെ ആ മണ്ണിൽ അവസാനിച്ചിരിക്കുന്നു. ആരും കേൾക്കാനില്ലാത്ത ആ ഇരുണ്ട മുറിയിൽ ടിറിയൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു. അതേസമയം തകർന്നടിഞ്ഞ റെഡ് കീപ്പിന്റെ കൂറ്റൻ കൽപ്പടവുകളിൽ ടാർഗേറിയൻ കുടുംബത്തിന്റെ കൊടികൾ ഉയർന്നു. ചാരവും ചോരയും നിറഞ്ഞ നഗരത്തിനു മുന്നിൽ തങ്ങളുടെ രാജ്ഞിയുടെ വിജയത്തിൽ ആഹ്ലാദിച്ചു നിൽക്കുന്ന അൺസല്ലീഡ് ദോത്രാക്കി സൈനികരുടെ യുദ്ധകാഹളങ്ങൾക്കും ആർപ്പുവിളികൾക്കുമിടയിലേക്ക് തന്റെ ഡ്രാഗണിന്റെ പുറത്തു വന്നിറങ്ങിയ ഡിനേറിസ് ലോകം കീഴടക്കിയ അഹങ്കാരത്തോടെ അവരെ അഭിസംബോധന ചെയ്തു. തന്റെ സൈന്യത്തെ നോക്കി ഒരു സ്വേച്ഛാധിപതിയെപ്പോലെ അവൾ സംസാരിച്ചു. അവളുടെ വാക്കുകളിൽ വിജയത്തിന്റെ വന്യമായ ഉന്മാദമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളുടെ യുദ്ധം ഇവിടെ അവസാനിക്കുന്നില്ലെന്നും വെസ്റ്ററോസിനെ കീഴടക്കിയതുപോലെ ലോകത്തിലെ മറ്റു വൻകരകളിലെ മനുഷ്യരെയും സമാനമായ രീതിയിൽ നമ്മൾ സ്വതന്ത്രമാക്കുമെന്ന് അവൾ അവിടെ പ്രഖ്യാപിച്ചു. യുദ്ധം അവസാനിച്ചു എന്ന് കരുതിയിരുന്ന ജോൺ ഞെട്ടലോടെയാണ് ആ വാക്കുകൾ കേട്ടുനിന്നത്. സമാധാനം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇനിയും ചോരപ്പുഴകൾ ഒഴുക്കാനാണ് അവളുടെ തീരുമാനമെന്ന് ജോണിന് മനസ്സിലായി. അവൾ പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്ന ആ വലിയ സൈന്യത്തിനു മുന്നിൽ നിൽക്കുന്ന ഡിനേറിസിനെ ജോൺ ആദ്യമായി ഭയത്തോടെയും ആശങ്കയോടെയും നോക്കി നിന്നു. അപ്പോഴേക്കും തകർന്ന മനസ്സും നിറഞ്ഞ കണ്ണുകളുമായി ടിറിയൻ അങ്ങോട്ട് വന്നു. സ്വന്തം സഹോദരങ്ങളുടെ മരണം കണ്ടതിന്റെ സങ്കടം അവന്റെ മുഖത്തുണ്ടായിരുന്നു. അവനെ കണ്ടയുടനെ ജെയ്മിയെ തടവിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ചതിന്റെ പേരിൽ ഡിനേറിസ് കുറ്റപ്പെടുത്തി. അതെ, ഞാൻ എന്റെ സഹോദരനെ രക്ഷിച്ചു, പക്ഷെ നിങ്ങൾ ഒരു നഗരത്തെയും നിരപരാധികളായ 10,000-കണക്കിന് മനുഷ്യരെയും ചുട്ടരിച്ചു. അടക്കാനാവാത്ത ദേഷ്യത്തോടെ ടിറിയൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മറുപടി പറഞ്ഞു. തന്റെ രാജ്ഞിയോടുള്ള എല്ലാ ബഹുമാനവും വിശ്വാസവും നഷ്ടപ്പെട്ട അവൻ തന്റെ നെഞ്ചിലുണ്ടായിരുന്ന ഹാൻഡ് ഓഫ് ദ ക്വീൻ എന്ന പദവിയുടെ ബാഡ്ജ് ഊരി വലിച്ചെറിഞ്ഞു. നിരപരാധികളെ കൊന്നൊടുക്കിയ ഒരു രാജ്ഞിയുടെ കീഴിൽ ഇനി ആ സ്ഥാനത്തിരിക്കാൻ തനിക്ക് യാതൊരു താല്പര്യവുമില്ലെന്ന് അവൻ ഉറക്കെ പ്രഖ്യാപിച്ചു. അതോടെ അവളുടെ മുഖത്തെ ഭാവം മാറി. ടിറിയനെ ഉടൻ തന്നെ തടവിലാക്കാൻ ഡിനേറിസ് അൺസല്ലീഡ് സൈനികർക്ക് കൽപ്പന നൽകി. ടിറിയനെ അവർ പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം നിരാശയോടെയും ഭയത്തോടെയും നിന്ന ജോണിനടുത്തേക്ക് ആര്യ കടന്നു വന്നു. ഈ യുദ്ധത്തിൽ താൻ കണ്ട കൊടും ക്രൂരതകളെല്ലാം അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൾ ജോണിനോട് ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. സിംഹാസനത്തിന്റെ യഥാർത്ഥ അവകാശി ജോൺ ആണെന്ന
ആണെന്ന സത്യം നിലനിൽക്കുന്ന കാലത്തോളം ഡിനേറിസിന് അതൊരു ഭീഷണിയാണെന്നും അതുകൊണ്ട് അവളുടെ അടുത്ത ലക്ഷ്യം ജോൺ ആയിരിക്കുമെന്നും അവൾ അവനെ ഓർമ്മിപ്പിച്ചു. ശേഷം ജോൺ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് തടവറയിൽ കഴിയുന്ന ടിറിയനെ സന്ദർശിച്ചു. ജോണിന്റെ മുഖത്തെ സംശയങ്ങളും ഭയവും ശ്രദ്ധിക്കുന്ന ടിറിയൻ ഡിനേറിസ് ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്നും അവൾ ലോകത്തിന് എത്രത്തോളം വലിയൊരു ഭീഷണിയാണെന്നും ജോണിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവൾ സ്വതന്ത്രമാക്കിയ അടിമക്കച്ചവട നഗരങ്ങളായ അസ്റ്റപ്പോറിലും മെറീനിലും യുങ്കായിലുമെല്ലാം അവൾ ആളുകളെ കൊന്നു കൊലവിളിച്ചപ്പോൾ മരിക്കുന്നത് ക്രൂരന്മാരായ മനുഷ്യരാണല്ലോ എന്ന് കരുതി നമ്മളെല്ലാം അവളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ആ കൈയടികൾ താൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന വലിയൊരു അഹങ്കാരം അവളിൽ വളർത്തിയെന്ന് പറയുന്ന ടിറിയൻ സ്വർഗതുല്യമായ ഒരു ലോകം പണിയാൻ ജനിച്ചവളാണ് താനെന്ന് ഉറപ്പിച്ചു വിശ്വസിക്കുന്ന അവൾ ആ ലക്ഷ്യത്തിന് മുന്നിൽ നിൽക്കുന്ന ആരെയും ഒരു മടിയുമില്ലാതെ കൊന്നൊടുക്കുമെന്ന് ജോണിന് മുന്നറിയിപ്പ് നൽകി. അപ്പോഴും ജോൺ അവളെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഈ ലോകത്ത് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവളാണ് അവളെന്നും അവളാണ് തന്റെ രാജ്ഞിയെന്നും അവൻ ആവർത്തിച്ചു. നിന്റെ സഹോദരിമാരായ സാൻസയും ആര്യയും ഡിനേറിസിന് മുന്നിൽ എന്തെങ്കിലും മുട്ടുകുത്തുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ടിറിയൻ അവനോട് ചോദിച്ചു. ടിറിയന്റെ ആ ചോദ്യത്തിന് മുന്നിൽ നിശബ്ദനായി നിന്ന ജോണിനോട് എയ്ഗോൺ ടാർഗേറിയൻ എന്ന യഥാർത്ഥ കിരീടാവകാശിയായ നീ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവളുടെ അധികാരത്തിന് അതൊരു ഭീഷണിയാണെന്നും അതുകൊണ്ട് തന്നെ ജോണിന്റെയും അവന്റെ കുടുംബത്തിന്റെയും ജീവൻ ഇനിയെന്നും ആപത്തിലാണെന്നും ടിറിയൻ പറഞ്ഞു. ഒരു വശത്ത് താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഡിനേറിസ്, മറുവശത്ത് തന്റെ സ്വന്തം രക്തമായ കുടുംബവും ലക്ഷക്കണക്കിന് വരുന്ന നിരപരാധികളായ മനുഷ്യരും. ആരുടെയൊപ്പം നിൽക്കണമെന്ന ആ വലിയ ധർമ്മസങ്കടത്തിൽ ജോൺ നിശബ്ദനായി. ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ഇനിയൊരു അഗ്നിപ്രളയത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്ന ഒരേയൊരാൾ ജോൺ മാത്രമാണെന്ന ടിറിയന്റെ വാക്കുകൾ ജോണിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ തറച്ചു. സ്വന്തം പ്രാണനേക്കാൾ താൻ സ്നേഹിക്കുന്നവളെ ഒറ്റുകൊടുക്കാൻ ജോണിന്റെ മനസ്സ് ആദ്യം അനുവദിച്ചില്ലെങ്കിലും ലോകത്തിന്റെ നന്മയ്ക്കു വേണ്ടി തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി തനിക്ക് അവളെ തടഞ്ഞേ തീരൂ എന്ന സത്യം ജോൺ തിരിച്ചറിയുകയായിരുന്നു. അതേസമയം തകർന്നടിഞ്ഞ റെഡ് കീപ്പ് കൊട്ടാരത്തിനുള്ളിൽ ശത്രുക്കളുടെ ആയിരക്കണക്കിന് വാളുകൾ ഉരുക്കിയുണ്ടാക്കിയ ആ ഇരുമ്പ് സിംഹാസനത്തിലേക്ക് ഡിനേറിസ് പതുക്കെ നടന്നെടുത്തു. വർഷങ്ങളോളം അവൾ കടലുകൾ താണ്ടിയത്, യുദ്ധങ്ങൾ ചെയ്തത്, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തിയത് ഈയൊരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു. ഒരു കൊച്ചുകുട്ടിക്ക് തന്റെ നഷ്ടപ്പെട്ട കളിപ്പാട്ടം തിരിച്ചു കിട്ടിയ അത്ഭുതത്തോടെ അവൾ ആ സിംഹാസനത്തിൽ തൊട്ടു. തന്റെ കുടുംബത്തെ ഇല്ലാതാക്കി ശത്രുക്കൾ പിടിച്ചെടുത്ത വെസ്റ്ററോസിന്റെ സിംഹാസനം ഒടുവിൽ അവളുടെ കയ്യിലെത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് കടന്നുവന്ന ജോൺ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കിയ ടിറിയനോട് ക്ഷമിക്കണമെന്നും ഈ കൂട്ടക്കുരുതി ഇവിടെയെങ്കിലും അവസാനിപ്പിക്കണമെന്നും അവളോട് അപേക്ഷിച്ചു. എന്നാൽ ഡിനേറിസിന്റെ കണ്ണുകളിൽ പശ്ചാത്താപത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. താൻ കെട്ടിപ്പടുക്കാൻ പോകുന്ന പുതിയ ലോകത്ത് എല്ലാവർക്കും നന്മയും സ്വാതന്ത്ര്യവും മാത്രമായിരിക്കുമെന്ന് അവൾ വീണ്ടും പറഞ്ഞു. അങ്ങനെയെങ്കിൽ സ്വയം നല്ലതെന്താണെന്ന് അവർക്ക് തന്നെ തീരുമാനിക്കാൻ അവകാശമില്ലേ എന്ന് ജോൺ അവളോട് ചോദിച്ചു. അതിനവർക്ക് അവകാശമില്ലെന്നും എല്ലാവർക്കും നല്ലതെന്താണെന്ന് തനിക്കറിയാമെന്നുമായിരുന്നു അവളുടെ മറുപടി. ആ വാക്കുകൾ ജോണിന്റെ കാതിൽ ഒരു ഇടിമുഴക്കം പോലെയാണ് പതിച്ചത്. അവൾക്ക് മുന്നിൽ ഇനിയും എത്രയോ നാട്ടുരാജ്യങ്ങൾ കീഴടങ്ങാനുണ്ടെന്നും അവൾ ഉയർത്തുന്ന നന്മയുടെ പേരിൽ ഇനിയും എത്രയോ നിരപരാധികൾ വെണ്ണീരാകുമെന്നും അതോടെ അവന് മനസ്സിലായി. ശേഷം അവനോട് സ്നേഹത്തോടെ സംസാരിക്കുന്ന അവൾ നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ ലോകത്തെ മാറ്റി എഴുതുമെന്നും അതിനായി തന്നെ വിവാഹം ചെയ്ത് തന്നോടൊപ്പം നിൽക്കാനും പറഞ്ഞു. അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ജോൺ എന്നും നീ മാത്രമാണ് എന്റെ രാജ്ഞിയെന്ന് പറഞ്ഞുകൊണ്ട് അവളെ ചുംബിച്ചു. ആ പ്രണയ ചുംബനത്തിൽ അവൾ അലിഞ്ഞു ചേരുന്ന അതേ നിമിഷത്തിൽ ജോൺ തന്റെ കയ്യിൽ കരുതിയിരുന്ന കത്തി അവളുടെ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കി. വേദനയേക്കാൾ ഉപരി അവിശ്വസനീയതയായിരുന്നു ആ നിമിഷം അവളുടെ മുഖത്തുണ്ടായിരുന്നത്. താൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച, ജീവന് തുല്യം സ്നേഹിച്ച പുരുഷന്റെ ചതിയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ജോണിന്റെ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കുന്ന ഡിനേറിസ് ചോര വാർന്ന് അവന്റെ കൈകളിലേക്ക് വീണു. ലോകത്തിന്റെ രക്ഷകയായി സ്വയം കരുതിയ ഡിനേറിസ് ടാർഗേറിയൻ തന്റെ ലക്ഷ്യത്തിന് തൊട്ടരികിൽ താൻ ഏറെ കൊതിച്ച സിംഹാസനത്തിനു മുന്നിൽ ജോണിന്റെ കൈകളിൽ കിടന്നു മരിച്ചു. ജോൺ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അടുത്ത നിമിഷം റെഡ് കീപ്പിലെ തകർന്നടിഞ്ഞ ചുവരുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആ കൂറ്റൻ ചിറകടിയൊച്ചകൾ ജോൺ ശ്രദ്ധിച്ചു. തന്റെ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചു എന്ന ഉൾവിളി ലഭിച്ച ഡ്രാഗൺ മരിച്ചു കിടക്കുന്ന ഡിനേറിസിന്റെ അടുത്തേക്ക് പറന്നിറങ്ങി. തന്റെ അമ്മയുടെ നിശ്ചലമായ ശരീരം കണ്ട ഡ്രാഗൺ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ പതുക്കെ തട്ടിയുണർത്താൻ ശ്രമിച്ചു. എന്നാൽ അവൾ എഴുന്നേൽക്കാതായതോടെ തന്റെ അമ്മ ഇനി ഒരിക്കലും തിരിച്ചുവരില്ലെന്ന സത്യം മനസ്സിലാക്കിയ അവൻ അലറിക്കരയാൻ തുടങ്ങി. അടുത്ത നിമിഷം അവൻ ജോണിന് നേരെ തിരിഞ്ഞു. തന്റെ മരണം ഉറപ്പിച്ചുകൊണ്ട് ആ വലിയ ജീവിയുടെ കോപത്തിനിരയാകാൻ ജോൺ കണ്ണടച്ചു നിന്നു. ഡ്രാഗണിന്റെ തൊണ്ടയിൽ അഗ്നി തിളച്ചു മറിയുന്നത് അവന് കാണാമായിരുന്നു. എന്നാൽ അവനെ കത്തിക്കുന്നതിനു പകരം ഡ്രാഗൺ തന്റെ സർവ്വ കോപവും തീർത്തത് അവർക്ക് മുന്നിൽ അപ്പോഴും തലയെടുപ്പോടെ നിന്നിരുന്ന ആ സിംഹാസനത്തിന് നേരെയായിരുന്നു. നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ അധികാര കൊതിയുടെയും ചതിയുടെയും രക്തച്ചൊരിച്ചിലിന്റെയും പ്രതീകമായിരുന്ന ആ സിംഹാസനത്തിലേക്ക് അവൻ നിർത്താതെ തീതുപ്പി. തന്റെ അമ്മയുടെ ജീവനെടുത്തത് ആ സിംഹാസനത്തോടുള്ള അടങ്ങാത്ത ആർത്തിയാണെന്ന് അവന് മനസ്സിലായിരുന്നു. മനുഷ്യന്റെ ആർത്തിയുടെയും അധികാര
അധികാരക്കൊതിയുടെയും ആൾരൂപമായ ആ സിംഹാസനം നിലനിൽക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്റെ ഉഗ്രമായ തീയിൽ എയ്ഗോൺ ടാർഗേറിയൻ ഒന്നാമൻ പണിത ആ സിംഹാസനം അവൻ ഉരുക്കി ഇല്ലാതാക്കി. ഡിനേറിസിന്റെ സ്വപ്നങ്ങളും അവളുടെ മരണത്തിന് കാരണമായ അധികാരക്കൊതിയും ആ അഗ്നിയിൽ എന്നേക്കുമായി ഭസ്മമായി. സിംഹാസനം പൂർണ്ണമായും അലിഞ്ഞില്ലാതായതോടെ തന്റെ അമ്മയുടെ അരികിലേക്ക് വന്ന ഡ്രാഗൺ അവളുടെ ചേതനയറ്റ ശരീരം കോരിയെടുത്തു. മഞ്ഞും ചാരവും പെയ്യുന്ന ആ മൂകമായ അന്തരീക്ഷത്തിൽ തന്റെ അമ്മയെയും വഹിച്ച് വിശാലമായ ആകാശത്തിന്റെ ഏതോ കോണിലേക്ക് അവൻ പറന്നകന്നു. ഡിനേറിസിന്റെ മരണത്തിന് ആഴ്ചകൾക്ക് ശേഷം വെസ്റ്ററോസിന്റെ ഭാവി തീരുമാനിക്കാൻ ഡ്രാഗൺ പിറ്റിൽ രാജ്യത്തെ അവശേഷിക്കുന്ന പ്രഭുക്കന്മാരെല്ലാവരും ഒത്തുകൂടി. സാൻസ, ആര്യ, ബ്രാൻ, സാം, ജെൻറി, ഡാവോസ്, യാര തുടങ്ങി വെസ്റ്ററോസിലെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. രാജദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് തടവിൽ കഴിഞ്ഞിരുന്ന ടിറിയന്റെയും ഡിനേറിസിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് തടവിലായ ജോണിന്റെയും നാഥനില്ലാത്ത വെസ്റ്ററോസിന്റെയും ഭാവി തീരുമാനിക്കുക എന്ന ഉത്തരവാദിത്തമായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്നത്. അപ്പോഴേക്കും തടവിൽ കഴിയുന്ന ടിറിയനുമായി അവിടെ എത്തിയ ഗ്രേവേമിന്റെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീജ്വാലകൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കാണാമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട മിസാണ്ടയും താൻ ദൈവത്തെ പോലെ ആരാധിച്ച തന്റെ രാജ്ഞി ഡിനേറിസിനെയും നഷ്ടപ്പെട്ട ഗ്രേവേമിന് ഇനി ഈ ലോകത്ത് ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. ജോൺ എവിടെയാണെന്ന സാൻസയുടെ ചോദ്യത്തിന് അവൻ ഞങ്ങളുടെ തടവുകാരനാണെന്നും അവനെ വിട്ടു നൽകില്ലെന്നുമായിരുന്നു അവന്റെ മറുപടി. മാത്രമല്ല, കിങ്സ് ലാൻഡിംഗ് ഇപ്പോൾ അൺസൾലിഡ് സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നും വെസ്റ്ററോസിലെ പ്രഭുക്കന്മാർക്ക് ഈ നഗരത്തിനു മേൽ യാതൊരു അധികാരവുമില്ലെന്നും അവൻ അവരോട് പറഞ്ഞു. ഡിനേറിസിനെ ചതിച്ച ടിറിയനും അവളെ കൊലപ്പെടുത്തിയ ജോണിനും ഗ്രേവേം വിധിച്ച ശിക്ഷ മരണമായിരുന്നു. തങ്ങളുടെ രാജ്ഞിയെ കൊന്നതിന്റെ പേരിൽ യാരയും അത് ശരിവച്ചപ്പോൾ അവിടെ എല്ലാവരും തമ്മിൽ പുതിയൊരു തർക്കം ഉടലെടുത്തു. അതോടെ മറ്റൊരു യുദ്ധം ഒഴിവാക്കാനും പ്രശ്നം സമാധാനപരമായി പരിഹരിക്കാനും ഡാവോസ് ഒരു ശ്രമം നടത്തി. തമ്മിലടിച്ചും യുദ്ധം ചെയ്തും സ്വയം നശിക്കുന്നതിനു പകരം സ്വന്തമായി ഒരു വീടോ കുടുംബമോ ഇല്ലാത്ത അൺസൾലിഡ് സൈന്യത്തിന് സമാധാനപരമായി പുതിയൊരു ജീവിതം ആരംഭിക്കാനുള്ള ഭൂമിയും സമ്പത്തും ഡാവോസ് വാഗ്ദാനം ചെയ്തു. എന്നാൽ പുച്ഛത്തോടെ അത് നിരസിച്ച ഗ്രേവേം ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലം ആവശ്യമില്ലെന്നും ഞങ്ങൾക്ക് നീതിയാണ് വേണ്ടതെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഡിനേറിസിനെ കൊന്ന ജോണിനെ വെറുതെ വിടാൻ കഴിയില്ലെന്ന് അവൻ തീർത്തു പറഞ്ഞു. അങ്ങനെയെങ്കിൽ നോർത്തിൽ നിന്നുള്ള സൈന്യം നഗരത്തിനു പുറത്ത് ജോണിന് വേണ്ടി കാത്തുനിൽപ്പുണ്ടെന്ന് സാൻസ ഭീഷണി മുഴക്കിയപ്പോൾ അവരെ ഇല്ലാതാക്കാൻ തന്റെ ഒപ്പമുള്ള അൺസൾലിഡ് സൈന്യം ധാരാളമാണെന്നായിരുന്നു ഗ്രേവേമിന്റെ മറുപടി. ജോണിനെയും ടിറിയനെയും വധിച്ച് നീതി നടപ്പിലാക്കാൻ തനിക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ലെന്ന അവന്റെ ഉറച്ച നിലപാട് വെസ്റ്ററോസിനെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും നിശബ്ദരായ ആ നിമിഷം മുന്നോട്ട് വന്ന് സംസാരിക്കുന്ന ടിറിയൻ തന്റെയും ജോണിന്റെയും വിധി തീരുമാനിക്കാൻ അൺസൾലിഡ് സൈന്യത്തിന് അവകാശമില്ലെന്നും അത് തീരുമാനിക്കേണ്ടത് വെസ്റ്ററോസിലെ പുതിയ രാജാവോ രാജ്ഞിയോ ആണെന്നും അവൻ പറഞ്ഞു. എങ്കിൽ അതാരാണെന്നും അയാളുടെ തീരുമാനം എന്താണെന്നും അറിഞ്ഞ ശേഷം ബാക്കി സംസാരിക്കാമെന്ന് ഗ്രേവേം സമ്മതിച്ചു. ആരാവണം പുതിയ രാജാവെന്ന ചോദ്യം ഉയർന്നപ്പോൾ രാജ്യത്തെ എല്ലാ സാധാരണക്കാർക്കും തുല്യ അവകാശം നൽകി ജനങ്ങൾ തന്നെ അവരുടെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്ന ഒരു പുതിയ ജനാധിപത്യ രീതി സാം അവതരിപ്പിച്ചു. എന്നാൽ ആ പദ്ധതിയെ അംഗീകരിക്കാൻ മറ്റു പ്രഭുക്കന്മാർ തയ്യാറായില്ല. ആ ചർച്ച എങ്ങുമെത്തില്ല എന്ന് മനസ്സിലാക്കുന്ന ടിറിയൻ ലോകത്തെ ഒന്നിപ്പിച്ചു നിർത്തുന്നത് എന്താണെന്ന വലിയൊരു ചോദ്യം അവരോട് ചോദിച്ചു. ആയുധങ്ങൾക്കോ സ്വർണത്തിനോ കൊടികൾക്കോ മനുഷ്യരെ എന്നേക്കുമായി ഒന്നിപ്പിക്കാൻ കഴിയില്ല. അതിന് കഴിയുന്ന ഒരേ ഒരു കാര്യം കഥകൾ മാത്രമാണ്. ഒരു നല്ല കഥയെ തകർക്കാൻ ലോകത്ത് ഒന്നിനുമാവില്ല. അങ്ങനെയെങ്കിൽ അവിടെ ഇരിക്കുന്നവരിൽ ഏറ്റവും മികച്ച കഥ ആരുടേതാണെന്ന് അയാൾ ചോദിച്ചു. ഒരിക്കലും നടക്കാൻ കഴിയില്ലെന്ന് ലോകം കരുതിയിട്ടും തളർന്ന കാലുകളുമായി ലോകാവസാനം വരെ സഞ്ചരിച്ച ലോകത്തിന്റെ മുഴുവൻ ഭൂതകാലവും ഓർമ്മകളും അറിയാവുന്ന 3-eyed Raven-ആയി മാറിയ ബ്രാൻ സ്റ്റാക്കിന്റെ കഥയേക്കാൾ മികച്ച മറ്റൊന്നില്ലെന്ന് ടിറിയൻ പറഞ്ഞു. ഓർമ്മകളില്ലാത്ത ഒരു ജനതയ്ക്ക് മുന്നോട്ടു പോകാനാകില്ലെന്നും അതിനാൽ ബ്രാൻ രാജാവാകണമെന്നും അയാൾ നിർദ്ദേശിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ ബ്രാനിലേക്ക് നീങ്ങിയ നിമിഷം വെസ്റ്ററോസിന്റെ രാജാവാകാൻ നീ തയ്യാറാണോ എന്ന ടിറിയന്റെ ചോദ്യത്തിന് നിങ്ങൾ പറഞ്ഞ കടമ്പകളെല്ലാം താണ്ടി ഞാൻ വന്നത് മറ്റെന്തിനാണ് എന്നായിരുന്നു അവന്റെ മറുപടി. അങ്ങനെയെങ്കിൽ എല്ലാം നേരത്തെ അറിയാമായിരുന്ന ബ്രാൻ എന്തുകൊണ്ട് കിങ്സ് ലാൻഡിംഗിൽ ഡിനേറിസ് നടത്തിയ മൃഗീയമായ ആ കൂട്ടക്കുരുതി തടഞ്ഞില്ല എന്നൊരു ചോദ്യം എല്ലാവരുടെയും ഉള്ളിലുണ്ടാകും. മറ്റെല്ലാവരെയും പോലെ വികാരങ്ങളും സങ്കടങ്ങളും ഉള്ള ഒരു സാധാരണ മനുഷ്യനല്ല ബ്രാൻ. അവൻ ലോകത്തിന്റെ മുഴുവൻ ഓർമ്മകളും അറിയാവുന്ന 3-eyed Raven ആണ്. ഒരു 3-eyed Raven-ന് ഭൂതകാലവും വർത്തമാനവും അതുപോലെ ഭാവിയുടെ ചില സൂചനകളും കാണാൻ കഴിയും. അതുകൊണ്ടാണ് താൻ രാജാവാകുമെന്ന് അവന് നേരത്തെ തന്നെ മനസ്സിലായത്. പഴയ 3-eyed Raven പഠനവേളയിൽ ബ്രാനിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഭൂതകാലം എഴുതപ്പെട്ടു കഴിഞ്ഞു. കാലത്തിന്റെ ഗതി മാറ്റാൻ ശ്രമിച്ചാൽ അത് എത്രത്തോളം ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഹോഡോറിന്റെ ജീവിതത്തിലൂടെ ബ്രാൻ നേരിട്ട് പഠിച്ചതാണ്. താൻ കണ്ട ഭാവി അത് എങ്ങനെയാണോ സംഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നടക്കണമെന്ന് ബ്രാനിന് അറിയാം. ആ കൂട്ടക്കുരുതി തടയാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ ഭാവി ഇതിലും വലിയ ദുരന്തത്തിലേക്ക് വഴിമാറിയേക്കാം. തലമുറകളായി രാജകുടുംബങ്ങൾ അധികാരത്തിനു വേണ്ടി പോരടിക്കുന്ന രീതി അവസാനിപ്പിക്കും അഥവാ ആ ചക്രം തകർക്കുമെന്ന് ഡിനേറിസ് എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ബ്രാൻ രാജാവായപ്പോൾ
മനസ്സിലായപ്പോഴാണ്. ഡിനേറിസ് കിങ്സ് ലാൻഡിംഗിൽ ആ കൂട്ടക്കുരുതി നടത്തിയില്ലായിരുന്നുവെങ്കിൽ, അവൾ സമാധാനപരമായി സിംഹാസനം കീഴടക്കിയിരുന്നുവെങ്കിൽ, ജോൺ ഒരിക്കലും അവളെ കൊല്ലാൻ തയ്യാറാകില്ലായിരുന്നു. ജോൺ അവളെ കൊന്നില്ലായിരുന്നെങ്കിൽ അവൾ സിംഹാസനത്തിൽ ഇരിക്കുകയും ലോകം മുഴുവൻ കീഴടക്കാൻ വീണ്ടും യുദ്ധങ്ങൾ ആരംഭിക്കുകയും ചെയ്തേനെ. അങ്ങനെ വന്നാൽ ആ പഴയ അധികാര ചക്രം ഒരിക്കലും തകരില്ലായിരുന്നു. കിങ്സ് ലാൻഡിംഗിൽ ആ നിരപരാധികൾ വെന്തു മരിച്ചതുകൊണ്ട് മാത്രമാണ് ഡിനേറിസ് ഒരു സ്വേച്ഛാധിപതിയാണെന്ന് ജോണിന് മനസ്സിലായതും അവൻ അവളെ കൊലപ്പെടുത്തിയതും. അങ്ങനെ രാജകുടുംബങ്ങളുടെ ഭരണം അവസാനിക്കുകയും പ്രഭുക്കന്മാർ ചേർന്ന് ബ്രാനിനെ രാജാവായി തിരഞ്ഞെടുക്കുന്ന ഒരു പുതിയ യുഗത്തിലേക്ക് ലോകം കടക്കുകയും ചെയ്തു. കിങ്സ് ലാൻഡിംഗിൽ മരിച്ചു വീണ ലക്ഷക്കണക്കിന് മനുഷ്യരോട് ബ്രാനിന് യാതൊരു ദയയുമില്ലാഞ്ഞിട്ടല്ല ആ ദുരന്തം അവൻ തടയാതിരുന്നത്. വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളുടെ സമാധാനത്തിനും പുതിയൊരു ലോകക്രമം കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടി നൽകേണ്ടി വന്ന ഒഴിവാക്കാനാവാത്ത വലിയൊരു വിലയായിട്ടായിരിക്കാം ത്രീ ഐഡ് റേവൻ അതിനെ കണ്ടത്. എല്ലാം മുൻകൂട്ടി കണ്ടിട്ടും ഒന്നും പ്രതികരിക്കാനാവാതെ എല്ലാം സഹിക്കേണ്ടി വന്നു എന്നതാണ് ഒരു പക്ഷേ ബ്രാൻ സ്റ്റാർക്ക് നേരിട്ട ഏറ്റവും വലിയ ദുരന്തം. അങ്ങനെ പ്രഭുക്കന്മാരെല്ലാം ബ്രാനിനെ രാജാവാക്കാനുള്ള ടിറിയന്റെ തീരുമാനത്തെ അംഗീകരിച്ചു. എന്നാൽ തന്റെ സഹോദരനെ രാജാവായി അംഗീകരിക്കുമ്പോഴും സാൻസയ്ക്ക് തന്റെ നാടിനോടുള്ള കടപ്പാട് വലുതായിരുന്നു. വൈറ്റ് വാക്കേഴ്സ് അടക്കം ഒരുപാട് രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾ താണ്ടി വന്ന വടക്കൻ ജനത ഇനി മറ്റൊരു ഭരണാധികാരിക്ക് കീഴിൽ നിൽക്കില്ലെന്നും നോർത്ത് ഇനി മുതൽ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കണമെന്നും അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അവളുടെ തീരുമാനത്തെ സ്വീകരിച്ച പുതിയ രാജാവായ ബ്രാൻ വടക്കിനെ സ്വതന്ത്രമാക്കി പുതിയ രാജ്യമായി അംഗീകരിച്ചു. തന്റെ മുൻകാല തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമെന്ന നിലയിലും തകർന്നടിഞ്ഞ ആ രാജ്യത്തെ വീണ്ടും കെട്ടിപ്പടുക്കാനും ടിറിയനെ തന്റെ ഹാൻഡ് ഓഫ് ദി കിങ് ആയി ബ്രാൻ നിയമിച്ചു. എന്നാൽ അവിടെ ഏറ്റവും വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നത് ജോണിനായിരുന്നു. ഡിനേറിസിനെ കൊന്നതിന് ജോണിന്റെ മരണം ആഗ്രഹിച്ച ഗ്രേവേമിനെയും അൺസല്ലീഡ് സൈന്യത്തെയും ശാന്തരാക്കാൻ ഒരു വലിയ വിട്ടുവീഴ്ച ആവശ്യമായിരുന്നു. ലോകത്തെ വലിയൊരു ഏകാധിപത്യത്തിൽ നിന്നും രക്ഷിച്ച ജോണിനെ വീണ്ടും നൈറ്റ്സ് വാച്ചിലേക്ക് നാടുകടത്താൻ ബ്രാൻ ഉത്തരവിട്ടു. ഒരു പ്രതിഫലവും ലഭിക്കാതെ, സ്വന്തമായി ഭൂമിയോ അവകാശങ്ങളോ ഇല്ലാതെ സിംഹാസനത്തിന്റെ യഥാർത്ഥ അവകാശിയായ എയ്ഗോൺ ടാർഗേറിയൻ എന്ന ജോൺ സ്നോ താൻ തുടങ്ങിയ ആ പഴയ ഏകാന്ത ജീവിതത്തിലേക്ക് തിരികെ നടക്കാൻ വിധിക്കപ്പെട്ടു. ആർക്കും പൂർണ്ണമായി തൃപ്തി നൽകിക്കൊണ്ടല്ലെങ്കിലും മറ്റൊരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കിക്കൊണ്ട് വെസ്റ്ററോസ് ഒരു പുതിയ യുഗത്തിലേക്ക് കാലെടുത്തുവച്ചു. അടുത്ത ദിവസം കിങ്സ് ലാൻഡിംഗിലെ തുറമുഖത്ത് അവശേഷിക്കുന്ന തന്റെ ജീവിതം മുഴുവൻ മതിലിനപ്പുറത്തെ കൊടും തണുപ്പിൽ കഴിച്ചുകൂട്ടാൻ വിധിക്കപ്പെട്ട ജോൺ തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വിട പറയാനൊരുങ്ങി. ജോണിനെ ആ അവസ്ഥയിൽ കാണേണ്ടി വന്നതിൽ സാൻസയുടെയും ആര്യയുടെയും കണ്ണുകൾ നിറഞ്ഞു. അവനെ രക്ഷിക്കാൻ കഴിയാത്തതിൽ അവനോട് ക്ഷമ ചോദിക്കുന്ന അവളെ സ്നേഹത്തോടെ ചേർത്തു പിടിച്ച ജോൺ, വടക്കൻ ജനത അനുഭവിക്കാൻ പോകുന്ന സ്വാതന്ത്ര്യത്തിന് കാരണം നീയാണെന്നും നെഡ് സ്റ്റാർക്കിന്റെ മകളായ നീ അവർക്ക് നല്ലൊരു രാജ്ഞിയായിരിക്കുമെന്നും പറഞ്ഞ് സാൻസയെ ആശ്വസിപ്പിച്ചു. ശേഷം ആര്യയോട് സംസാരിക്കുന്ന ജോൺ ഇടയ്ക്ക് തന്നെ കാണാൻ മതിലിനപ്പുറത്തേക്ക് വരണമെന്ന് പറഞ്ഞു. എന്നാൽ താൻ ഇനി നോർത്തിലേക്കില്ലെന്നും വെസ്റ്ററോസിലെ ഭൂപടങ്ങൾ അവസാനിക്കുന്ന ആരും ഇന്നുവരെ പോയിട്ടില്ലാത്ത പടിഞ്ഞാറൻ സമുദ്രങ്ങൾക്കപ്പുറമുള്ള ലോകം കണ്ടെത്താൻ താൻ യാത്ര തിരിക്കുകയാണെന്നും അവൾ അവനോട് പറഞ്ഞു. ഒടുവിൽ പുതിയ രാജാവായ ബ്രാനിനു മുന്നിൽ മുട്ടുകുത്തി വിടവാങ്ങിയ ശേഷം അവൻ വടക്കൻ മതിലിലേക്ക് യാത്രയായി. അതേസമയം റെഡ് കീപ്പിലെ ഒരു മുറിയിൽ രാജാവിന്റെ അംഗരക്ഷക സംഘമായ കിങ്സ് ഗാർഡിന്റെ പുതിയ തലവനായി നിയമിക്കപ്പെട്ട ബ്രിയാൻ മുൻകാല കിങ്സ് ഗാർഡുകളുടെ ചരിത്രം രേഖപ്പെടുത്തിയ ദി ബുക്ക് ഓഫ് ബ്രദേഴ്സ് എന്ന പുസ്തകം വായിക്കുകയായിരുന്നു. അവൾക്ക് മുൻപ് കിങ്സ് ഗാർഡ് ആയിരുന്ന ജെയ്മിയുടെ പേജ് പകുതിയിലധികം ശൂന്യമായിരുന്നു. രാജാവിനെ കൊന്നവൻ അഥവാ കിങ്സ് ലെയർ എന്ന അപഖ്യാതിക്കപ്പുറം അയാൾ ചെയ്തു വെച്ച നന്മകളൊന്നും അതിൽ ആരും രേഖപ്പെടുത്തിയിരുന്നില്ല. എല്ലാവരും വെറുത്തിരുന്ന ആ മനുഷ്യനിലെ നന്മ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞ ബ്രിയാൻ ആ ശൂന്യമായ താളുകൾ പൂരിപ്പിക്കാൻ തുടങ്ങി. റിവർ റണ്ണിലെ യുദ്ധവും തന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം കൈ നഷ്ടപ്പെടുത്തിയതും സ്വന്തം ജീവൻ പണയം വെച്ച് വിൻഡർഫെല്ലിലെ യുദ്ധത്തിൽ പങ്കെടുത്തതും എല്ലാം അവൾ അതിൽ കുറിച്ചു. അവസാനം കണ്ണുനീർ അടക്കി പിടിച്ചുകൊണ്ട് ആ പേജിന്റെ ഏറ്റവും താഴെയായി അവൾ ആ അവസാന വരികൾ എഴുതി ചേർത്തു. സ്വന്തം രാജ്ഞി സേഴ്സിയെ സംരക്ഷിക്കുന്നതിനിടയിൽ അവൾക്കൊപ്പം അയാൾ മരണം വരിച്ചു. അടുത്ത ദിവസം കൊട്ടാരത്തിൽ ഹാൻഡ് ഓഫ് ദി കിങ് ആയ ടിറിയന്റെ കീഴിൽ ആദ്യ സ്മോൾ കൗൺസിൽ മീറ്റിംഗ് നടന്നു. പുതിയ ഗ്രാൻഡ് മേസ്റ്ററായി ചുമതലയേറ്റ സാം, നാവികസേനയുടെ തലവനായ ഡാവോസ്, രാജ്യത്തെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാസ്റ്റർ ഓഫ് കോയിൻസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട ബ്രോണും അവിടെ ഉണ്ടായിരുന്നു. ശേഷം വലിയൊരു പുസ്തകം സാം ടിറിയന് സമർപ്പിച്ചു. റോബർട്ട് ബറാത്തിയന്റെ മരണശേഷം രാജ്യത്ത് നടന്ന മുഴുവൻ സംഭവങ്ങളും ചരിത്രങ്ങളും ഉൾപ്പെടുത്തി എഴുതിയ ആ പുസ്തകത്തിന് സാം നൽകിയ പേര് എ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്നായിരുന്നു. പുസ്തകം കണ്ട് അത്ഭുതപ്പെട്ട ടിറിയൻ അതിൽ തന്നെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ആകാംക്ഷയോടെ ചോദിച്ചു. എന്നാൽ ടിറിയനെക്കുറിച്ച് ആ പുസ്തകത്തിൽ യാതൊന്നും പരാമർശിച്ചിട്ടില്ലെന്ന സാമിന്റെ മറുപടി അവനിൽ ചെറിയൊരു ചമ്മലുണ്ടാക്കിയെങ്കിലും ബാക്കിയുള്ളവരിൽ അതൊരു ചിരി പടർത്തി. അപ്പോഴേക്കും പുതിയ രാജാവായ ബ്രാൻ ബ്രിയാനൊപ്പം അവിടേക്ക് കടന്നുവന്നു. ഡിനേറിസിന്റെ ഡ്രാഗനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന ബ്രാനിന്റെ ചോദ്യത്തിന് അവൻ കിഴക്കോട്ട് പറന്നുപോയെന്നും അവനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നും സാം മറുപടി പറഞ്ഞു. അവനെ ഞാൻ തന്നെ കണ്ടെത്താൻ ശ്രമിക്കാമെന്ന് പറയുന്ന ബ്രാൻ രാജ്യഭരണം ടിറിയനെ ഏൽപ്പിച്ച് അവിടെ നിന്നും പോയി. ബ്രാൻ പോയ ശേഷം ആ മുറിയിൽ പുതിയൊരു കാലഘട്ടത്തിന്റെ ഭരണ ചുമതലകൾ ആരംഭിക്കുകയായിരുന്നു. ഒരു കാലത്ത്
അധികാരത്തിന്റെ കുതന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന ചതിയും രക്തച്ചൊരിച്ചിലുകളും തീരുമാനിക്കപ്പെട്ടിരുന്ന ആ മുറിയിൽ ഇന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തരായ 5 പേരാണ്. അവർ ചർച്ച ചെയ്തത് സിംഹാസനങ്ങൾ പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ചായിരുന്നില്ല, മറിച്ച് ചാരമായി മാറിയ ഒരു നഗരത്തിന് എങ്ങനെ ജീവൻ തിരികെ നൽകാം എന്നതിനെക്കുറിച്ചായിരുന്നു. നാവികസേനയുടെ തലവനായ ഡാവോസ് നഗരത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് ആദ്യം ഉന്നയിച്ചത്. കത്തിയമർന്ന വീടുകളും തകർന്നടിഞ്ഞ തുറമുഖങ്ങളും വേഗത്തിൽ പുനർനിർമ്മിക്കണം, അതിജീവിക്കാൻ പോരാടുന്ന ജനങ്ങൾക്ക് കുടിക്കാനുള്ള ശുദ്ധജലവും വിശപ്പകറ്റാനുള്ള ഭക്ഷണവും എത്തിക്കുക എന്നതായിരിക്കണം ആദ്യത്തെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളുടെ ചുമതലയുള്ള ഹൈഗാർഡനിലെ പുതിയ പ്രഭുവായ ബ്രോൺ തന്റെ പതിവ് ശൈലിയിൽ ആ ചർച്ചയിൽ ഇടപെട്ടു. നഗരത്തിലേക്ക് വീണ്ടും പണം ഒഴുകിയെത്തണമെങ്കിൽ കച്ചവടങ്ങൾ തുടങ്ങണം. അതിനായി തുറമുഖങ്ങൾക്കും കപ്പലുകൾക്കും മുൻപേ നഗരത്തിൽ പുതിയ വേശ്യാലയങ്ങൾ പണിയണമെന്നായിരുന്നു ബ്രോണിന്റെ അഭിപ്രായം. യുദ്ധം കഴിഞ്ഞു വരുന്ന സൈനികർക്കും പുറത്തു നിന്നെത്തുന്ന കച്ചവടക്കാർക്കും വിനോദമാണ് ആവശ്യമെന്നും അവിടെ നിന്നാണ് നാടിന്റെ സാമ്പത്തിക ഭദ്രത തുടങ്ങേണ്ടതെന്ന ബ്രോണിന്റെ വാദം കേട്ട് മറ്റുള്ളവർ പരസ്പരം നോക്കി. ബ്രോണിന്റെ വാക്കുകൾ കേട്ട ബ്രിയാനും സാമും അതിനെ ശക്തമായി എതിർത്തു. വലിയ യുദ്ധങ്ങൾക്കൊടുവിൽ അവർക്കിടയിൽ ഉയർന്നുവന്ന ആ ചെറിയ വാക്കുതർക്കം അവിടെയൊരു ചിരി പടർത്തി. കുടിവെള്ളവും കപ്പലുകളും വേശ്യാലയങ്ങളുമെല്ലാം ഈ നഗരത്തിന് ഒരുപോലെ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ടിറിയൻ ആ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോയി. മരണവും രക്തവും മാത്രം കണ്ടിരുന്ന വെസ്റ്ററോസിന്റെ ചരിത്രത്തിൽ അതൊരു പുതിയ കാഴ്ചയായിരുന്നു. അധികാരത്തിനു വേണ്ടിയുള്ള വലിയ യുദ്ധങ്ങൾക്കും കൊടും ചതികൾക്കും അവിടെ അവസാനമായിരിക്കുന്നു. പകരം ഒരു രാജ്യം എങ്ങനെ ഭരിക്കണമെന്നും സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിലേക്കും പരസ്പരമുള്ള തമാശകളിലേക്കും ആ കൊട്ടാരം മാറുകയായിരുന്നു. തർക്കിച്ചും ചിരിച്ചും എന്നാൽ പ്രതീക്ഷ നിറഞ്ഞ ഒരു നാളെക്കുറിച്ചുമുള്ള വലിയ സ്വപ്നങ്ങളുമായി അവർ ആ ചർച്ചകൾ തുടർന്നു. അതേസമയം വിന്റർഫെല്ലിൽ പുതിയൊരു ചരിത്രം കുറിക്കപ്പെടുകയായിരുന്നു. ഒരു കാലത്ത് രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ക്രൂരതകൾ സഹിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട, ശാരീരികമായും മാനസികമായും ഒരുപാട് യാതനകൾ സഹിച്ച ആ ചെറിയ പെൺകുട്ടി ഇന്ന് ഒരു രാജ്യത്തിന്റെ രാജ്ഞിയായി മാറിയിരിക്കുന്നു. ഡയർ വുൾഫിന്റെ രൂപം കൊത്തിയ കിരീടം സാൻസ സ്റ്റാർക്ക് തലയിൽ അണിഞ്ഞപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന നോർത്തിലെ ജനത മുഴുവൻ വാളുകൾ ഉയർത്തി ഒറ്റക്കെട്ടായി ആർത്തുവിളിച്ചു, ദ ക്വീൻ ഇൻ ദ നോർത്ത്. ആയിരക്കണക്കിന് വർഷങ്ങളായി വടക്കൻ ജനത നെഞ്ചിലേറ്റിയിരുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന വലിയ സ്വപ്നം സാൻസയിലൂടെ അവിടെ സാക്ഷാത്കരിക്കപ്പെട്ടു. മറുവശത്ത് അനന്തമായ സമുദ്രത്തിന് നടുവിലൂടെ സ്റ്റാർ കുടുംബത്തിന്റെ മുദ്രയായ ഡയർവോൾഫ് ആലേഖനം ചെയ്ത ഒരു കപ്പൽ മുന്നോട്ട് പോവുകയായിരുന്നു. തന്റെ ഭൂതകാലത്തെ ചോരക്കറകളെല്ലാം പിന്നിലുപേക്ഷിച്ച് ആരും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പടിഞ്ഞാറൻ കടലുകൾക്കപ്പുറമുള്ള അജ്ഞാതമായ ലോകത്തേക്ക് പുതിയൊരു ചരിത്രം രചിക്കാൻ ആര്യ സ്റ്റാർക്ക് തന്റെ യാത്ര ആരംഭിച്ചു. അതേസമയം വടക്ക് കാസിൽ ബ്ലാക്കിലെ വലിയ കവാടങ്ങൾ തുറക്കപ്പെട്ടപ്പോൾ കിരീടങ്ങളോ സിംഹാസനങ്ങളോ അധികാരങ്ങളോ ഇല്ലാത്ത തണുത്തുറഞ്ഞ ആ പഴയ ലോകത്തേക്ക് ജോൺ വീണ്ടും കാലെടുത്തു വെച്ചു. അവിടെ അവനെ കാത്ത് യുദ്ധങ്ങളിലും മരണത്തിലും അവനൊപ്പം നിഴലുപോലെ നിന്ന ഉറ്റ സുഹൃത്ത് ടോമുണ്ടും അവന്റെ ചെന്നായ ഗോസ്റ്റും നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ കാസിൽ ബ്ലാക്കിൽ നിൽക്കുന്നതിനു പകരം ജോൺ ടോമുണ്ടിനൊപ്പം മതിലിനപ്പുറത്തേക്ക് പോകാനാണ് തീരുമാനിച്ചത്. തന്റെ ടാർഗേറിയൻ, സ്റ്റാർക്ക് എന്നീ പാരമ്പര്യത്തിൽ നിന്നും അവൻ പൂർണ്ണമായും അകലാൻ ആഗ്രഹിച്ചു. സിംഹാസനങ്ങളോ രാജാക്കന്മാരോ ഇല്ലാത്ത എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുന്ന വൈൽഡിങ്സിനൊപ്പം ജീവിക്കാൻ അവൻ ആഗ്രഹിച്ചു. ടോമുണ്ടിനും ഗോസ്റ്റിനുമൊപ്പം അനന്തമായ മഞ്ഞു നിറഞ്ഞ കാടുകളിലേക്ക് അവൻ നടന്നു നീങ്ങി. അവർ നടന്നു നീങ്ങിയ വഴിയിൽ വർഷങ്ങളായി ഉറഞ്ഞുകിടന്ന മഞ്ഞിനിടയിലൂടെ ജീവന്റെ തുടിപ്പുമായി ഒരു ചെറിയ ചെടി വളർന്നു വരുന്നത് ജോൺ കണ്ടു. നീണ്ട കാലത്തെ അതിശൈത്യത്തിനും മരണങ്ങൾക്കും ശേഷം അവിടെ വീണ്ടും ജീവൻ തുടിക്കാൻ തുടങ്ങുന്നു. വെസ്റ്ററോസിൽ വസന്തം വന്നെത്തി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രത്യാശയുടെയും പുതിയൊരു തുടക്കത്തിന്റെയും സന്ദേശം നൽകി ലോകം കണ്ട ഏറ്റവും വലിയ ഇതിഹാസ പരമ്പരയായ ഗെയിം ഓഫ് ത്രോൺസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ജോർജ് ആർ മാർട്ടിൻ എന്ന അമേരിക്കൻ എഴുത്തുകാരന്റെ രചനയിൽ 1996 മുതൽ 2011 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ദി സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന ഇതിഹാസ നോവലാണ് ഗെയിം ഓഫ് ത്രോൺസ് എന്ന ഐതിഹാസിക ടെലിവിഷൻ പരമ്പരയായി മാറിയത്. 2011 HBO എന്ന അമേരിക്കൻ കേബിൾ നെറ്റ്വർക്ക് കമ്പനിയുടെ പ്രൊഡക്ഷനിൽ സംവിധായകരായ ഡേവിഡ് ബെനിയോഫും DB വൈസും ചേർന്നാണ് ഈ പുസ്തകം സീരീസായി അഡോപ്റ്റ് ചെയ്തത്. ആദ്യത്തെ കുറച്ച് സീസണുകൾ പുസ്തകത്തോട് വളരെ അടുത്തു നിൽക്കുന്നതായിരുന്നെങ്കിലും 5ാമത്തെ സീസൺ കഴിഞ്ഞതോടെ ഒരു വലിയ പ്രശ്നമുണ്ടായി. മാർട്ടിൻ മുഴുവൻ പുസ്തകങ്ങളും എഴുതി തീർന്നിട്ടുണ്ടായിരുന്നില്ല. മൊത്തം 7 പുസ്തകത്തിൽ 5 എണ്ണം മാത്രമാണ് ഇതുവരെ പുറത്തിറങ്ങിയത്. അതിനാൽ പുസ്തകത്തിലെ കഥയിൽ പല മാറ്റങ്ങളും വരുത്തി സീരീസിന് മുന്നോട്ട് പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് അവസാന സീസണുകളിൽ പുസ്തകത്തിൽ ഇല്ലാത്ത പല സംഭവങ്ങളും നമ്മൾ കണ്ടതും അവസാന സീസൺ ഒരു വലിയ ശതമാനം ആരാധകരെ നിരാശപ്പെടുത്തിയതും. 6ാമത്തെയും 7ാമത്തെയും പുസ്തകം ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് മാർട്ടിൻ ഈയിടെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പുസ്തകത്തിൽ ഈ കഥ എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്നറിയാൻ ആരാധകർ ഇന്നും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഈ സീരീസ് ലോകമെമ്പാടും ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്? അതുവരെ ഹോളിവുഡ് സിനിമകളിൽ മാത്രം കണ്ടിരുന്ന വിഷ്വൽ എഫക്ട്സും ബ്രഹ്മാണ്ഡ സെറ്റുകളും കോടിക്കണക്കിന് ഡോളർ ബഡ്ജറ്റും ഒരു TV സീരീസിലേക്ക് കൊണ്ടുവന്നത് ഗെയിം ഓഫ് ത്രോൺസ് ആണ്. നായകൻ എന്ന് നമ്മൾ കരുതുന്നവർ പെട്ടെന്ന് മരിച്ചു വീഴുന്ന രംഗങ്ങളും ആർക്കും എപ്പോൾ വേണമെങ്കിലും
പോലും എന്തും സംഭവിക്കാമെന്ന റിയാലിറ്റിയും പ്രേക്ഷകരെ ഞെട്ടിച്ചു. കേവലം നായകൻ, നായിക, വില്ലൻ എന്നീ കഥാപാത്രങ്ങൾക്ക് പകരം നന്മയും തിന്മയും കലർന്ന ഗ്രേ ഷെയ്ഡുള്ള സങ്കീർണമായ കഥാപാത്രങ്ങളെ അവർ അവതരിപ്പിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന പല വലിയ ബഡ്ജറ്റുള്ള വെബ് സീരീസുകൾക്കും പ്രചോദനമായതും മോഡേൺ സിനിമ ഇൻഡസ്ട്രിയിൽ സീരീസുകൾ എങ്ങനെ എടുക്കണം എന്നതിന്റെ ബെഞ്ച്മാർക്ക് ആയതും ഗെയിം ഓഫ് ത്രോൺസ് ആണ്. അതോടെ വെറും ഒരു സീരീസ് എന്നതിലുപരി ഗെയിം ഓഫ് ത്രോൺസ് ഒരു ലോക വികാരമായി മാറി. ജോൺ സ്നോയും ഡിനേറിസും ടിറിയനും സെഴ്സിയും ഡ്രാഗണുകളും ഇന്നും എല്ലാവരുടെയും മനസ്സിൽ മായാതെ നിൽക്കുന്നു. ലോകം മുഴുവനുള്ള ആളുകൾ ഒരൊറ്റ സീരീസിനായി കാത്തിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നെങ്കിൽ അത് ഗെയിം ഓഫ് ത്രോൺസിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇത്രയധികം സങ്കീർണമായ ഒരു സീരീസ് മലയാളത്തിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ സീരീസിന്റെ പ്രധാനപ്പെട്ട കഥാസന്ദർഭങ്ങളും മുഴുവൻ കഥയുമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. ഭൂരിഭാഗവും ശക്തമായ സംഭാഷണങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥയായതിനാൽ ഭാഷ ഒരു പ്രശ്നമാവുന്നവർക്ക് ഞങ്ങളുടെ എക്സ്പ്ലനേഷൻ തീർച്ചയായും ഒരു മുതൽക്കൂട്ടായിരിക്കും. കോപ്പിറൈറ്റ്സ് ഇഷ്യൂസും അഡൽട്സ് ഓൺലി വിഷ്വൽസും ഒക്കെ ഉള്ളതിനാൽ ഞങ്ങൾ പറയാത്തതും കാണിക്കാത്തതുമായ പല സംഭവങ്ങളും ഈ കഥയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ സീരീസ് നിങ്ങൾ കാണാതിരിക്കരുത്. ഞങ്ങളുടെ വീഡിയോസ് കണ്ട ശേഷം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തതയോടെ കാണാനും മനസ്സിലാക്കാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ കഥ ഞങ്ങൾ അവതരിപ്പിച്ച രീതി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മികച്ച സീരീസുകളുടെ കഥകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. താങ്ക്